Hi all, welcome back. So നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് മൊഡ്യൂൾ 6 ആണ്. മൊഡ്യൂൾ 6ൽ എന്തൊക്കെ ടോപ്പിക് ഉണ്ടെന്ന് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, അറിയാമല്ലോ. ഐസ് എഞ്ചിൻ പാർട്സ് ആണ് മൊഡ്യൂൾ 6ൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് കണക്റ്റിംഗ് റോഡാണ്. സോ ഐസ് എഞ്ചിൻ എന്തൊക്കെ പാർട്സ് ഉണ്ട്, ഒരു ഐസ് എഞ്ചിൻ എന്തൊക്കെ പാർട്സ് ഉണ്ട്, അതിൽ ഒരുപാട് പാർട്സ് നിങ്ങൾ ആൾറെഡി പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എഞ്ചിൻ്റെ മാത്രം പാർട്ട് എടുക്കുകയാണെങ്കിൽ ട്രാൻസ്മിഷൻ യൂസ് ചെയ്യുന്ന ഗിയേഴ്സ് ഉണ്ട്, ട്രാൻസ്മിഷൻ യൂസ് ചെയ്യുന്ന ക്ലച്ചസ് ഉണ്ട്, അതൊക്കെ നിങ്ങൾ ആൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്. ഇനിയുള്ളത് എന്താണ്? പിസ്റ്റൺ ഉണ്ട്, സിലിണ്ടർ ഉണ്ട്, കണക്റ്റിംഗ് റോഡ് ഉണ്ട്, ക്രാങ്ക് ഷാഫ്റ്റ് ഉണ്ട്, ഇതൊക്കെയാണ് ഇനിയുള്ളത്. അപ്പോൾ ഇതിലെല്ലാം പാർട്സും നിങ്ങൾക്ക് പഠിക്കേണ്ട. സിലബസ് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞേക്കുന്നത് കണക്റ്റിംഗ് റോഡാണ്. പിന്നെ പിസ്റ്റന്റെ പേരൊന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടതും ഈ കഴിഞ്ഞ 2 തവണയും KTU ചോദിച്ചതും കേരള യൂണിവേഴ്സിറ്റിയിലും ചോദിച്ചിട്ടുള്ളതുമായ ടോപ്പിക്കാണ് IC എഞ്ചിൻ പാർട്ടായ കണക്റ്റിംഗ് റോഡ്. സോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് IC എഞ്ചിൻ പാർട്ട് നിങ്ങൾ പഠിക്കേണ്ടത് കണക്റ്റിംഗ് റോഡാണ്. ഏറ്റവും കൂടുതൽ മാർക്കിന് DME-ൽ ഇതുവരെ ചോദിച്ചിട്ടുള്ളതും കണക്റ്റിംഗ് റോഡാണ്. 16 മാർക്കിനാണ് കഴിഞ്ഞ 2 തവണയും കണക്റ്റിംഗ് റോഡ് ചോദിച്ചത്. സോ ഇത്രയും മാർക്കിന് ചോദിച്ചാൽ ഒരു പ്രോബ്ലം DME-1 DME-2 ഇല്ല. സോ ആ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. ക്ലിയർ ആയിട്ട് ഫണ്ടമെന്റൽസ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇത് വളരെ സിമ്പിളാണ്. ലെങ്തിയാണ്, പക്ഷേ ഏറ്റവും ഈസി മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. സ്ട്രൈറ്റ് വേ ആണ്, നമുക്ക് കൺഫ്യൂസിങ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ കാര്യം മനസ്സിലാക്കുക, പഠിക്കുക. ഓക്കെ, എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്ത് മുമ്പോട്ട് പോകാം. ഞാൻ സിലബസ് ഒന്ന് വായിക്കാം. സിലബസിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? മൊഡ്യൂൾ 6 സിലബസ്: കണക്റ്റിംഗ് റോഡ്, മെറ്റീരിയൽ, കണക്റ്റിംഗ് റോഡ് ഷ്രാങ്ക്, സ്മോൾ ആൻഡ് ബിഗ് ആൻഡ് കണക്റ്റിംഗ് റോഡ് ബോൾട്സ്, ഇനേർഷ്യ, ബെൻഡിങ് സ്ട്രെസ്, ഇത്രയാണ് പറഞ്ഞത്. പിന്നെ ലാസ്റ്റ് ഒരു വേർഡ് പിസ്റ്റണും. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ പിസ്റ്റന്റെ മുഴുവൻ ഡിസൈനും പഠിക്കണം എന്ന് ഞാൻ നിർബന്ധം പിടിക്കുന്നില്ല. ഞാൻ മുമ്പ് നിങ്ങളുടെ സീനിയേഴ്സിനെയൊക്കെ ഞാൻ അത് പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാലും അത് നമുക്ക് ഒഴിവാക്കണ്ട. നമുക്ക് ടൈം അവൈലബിൾ അനുസരിച്ച് പിസ്റ്റന്റെ ഡിസൈനും പഠിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത് കണക്റ്റിംഗ് റോഡ് തന്നെയാണ്. പിന്നെ പിസ്റ്റൺ, നമ്മുടെ കണക്റ്റിംഗ് റോഡിനകത്ത് പിസ്റ്റന്റെ കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ട്. അതാണോ അത് മാത്രം പോരാ, ആക്ച്വലി നമുക്ക് പിസ്റ്റന്റെ ഡിസൈൻ പഠിക്കണം. നമുക്ക് സമയത്തിനനുസരിച്ച് പഠിക്കാം. അപ്പോൾ കണക്റ്റിംഗ് റോഡിന്റെ കാര്യങ്ങൾ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് മനസ്സിലായല്ലോ. പിന്നെ പഠിക്കാനുള്ളത് പ്രഷർ വെസലാണ് 6 മൊഡ്യൂളുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം കണക്റ്റിംഗ് റോഡ് പഠിക്കാം. ഓക്കെ, കണക്റ്റിംഗ് റോഡ് നിങ്ങൾക്ക് എന്താണ് കണക്റ്റിംഗ് റോഡ് എന്ന് അറിയാമോ? ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്ത് പഠിച്ചാലും അത് നിങ്ങൾ റിയൽ ലൈഫിൽ കണ്ട കാര്യമായിട്ട് റിലേറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് അതിൻ്റെ ബേസിക്സ് മനസ്സിലാവും. അപ്പോൾ നിങ്ങൾ കണക്റ്റിംഗ് റോഡ് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? റിയൽ ലൈഫിൽ കാണാൻ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കണക്റ്റിംഗ് റോഡ്. കാരണം നിങ്ങൾ എഞ്ചിൻസ് ഒരുപാട് കാണുന്നുണ്ടെങ്കിലും റോഡിൽ ഇറങ്ങി ഇഷ്ടംപോലെ മോട്ടോർ സൈക്കിളാണ്, എല്ലാത്തിനും എഞ്ചിൻ എക്സ്പോസ്ഡ് ആണ്. സോ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഒരു എഞ്ചിൻ കാണാൻ പറ്റും. പക്ഷേ ആ എഞ്ചിൻ്റെ ഇന്നർ കമ്പോണൻസ് ഒന്നും നിങ്ങൾ കാണുന്നില്ലല്ലോ, എക്സ്റ്റീരിയറിലേ കാണുന്നുള്ളൂ. സോ കണക്റ്റിംഗ് റോഡും പിസ്റ്റണും സിലിണ്ടറും ക്രാങ്ക് ഷാഫ്റ്റും ഒക്കെ വരുന്നത് എഞ്ചിൻ്റെ ഉള്ളിലാണ്. ഓക്കെ, അപ്പോൾ എക്സ്റ്റീരിയർ ആയിട്ടുള്ള വ്യൂവിൽ നമുക്കതിനെ കാണാൻ കഴിയില്ല. അപ്പോൾ അത് കാണണമെന്നുണ്ടെങ്കിൽ അതിനെ ഡിസസംബിൾ ചെയ്യുന്ന സമയത്ത് തന്നെ കാണണം, അല്ലെങ്കിൽ യൂസ് ചെയ്ത് കഴിഞ്ഞ ഒരു സാധനം കാണണം. ഓക്കെ, അപ്പോൾ കണക്റ്റിംഗ് റോഡ് എന്താണെന്ന് ആദ്യം മനസ്സിലാക്കുക. നിങ്ങൾ ആൾറെഡി പഠിച്ചിട്ടുള്ള കാര്യമാണ്. ഫസ്റ്റ് ഇയർ ബേസിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ക്ലാസ് മുതലേ പഠിക്കുന്നതാണ്. 2 സ്ട്രോക്ക് 4 സ്ട്രോക്ക് കണക്റ്റിംഗ് റോഡ് എന്താണ്, IC എഞ്ചിൻ എങ്ങനെ വർക്ക് ചെയ്യും, പെട്രോൾ എഞ്ചിൻ എന്താണ്, ഡീസൽ എഞ്ചിൻ എന്താണ്, ഇതെല്ലാം ആൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ ഓർക്കേണ്ട കാര്യം എന്താണ് കണക്റ്റിംഗ് റോഡ്, വാട്ട് ഈസ് എ കണക്റ്റിംഗ് റോഡ്? ആ പേര് പോലെ തന്നെ ഇറ്റ് കണക്ട്സ് 2 തിങ്സ്. ഓക്കെ, മോഷനിലുള്ള 2 കാര്യങ്ങളെ കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് കണക്റ്റിംഗ് റോഡ്. കണക്റ്റിംഗ് റോഡ് IC എഞ്ചിനിൽ മാത്രമല്ല ഉപയോഗിക്കുന്നത്, കണക്റ്റിംഗ് റോഡ് ഒരുപാട് സ്ഥലത്ത് ഉപയോഗിക്കുന്നുണ്ട്. പവർ ട്രാൻസ്മിഷനിൽ ഇടയ്ക്ക് ആക്ട് ചെയ്യുന്ന ഒരു ലിങ്ക് ആണ് കണക്റ്റിംഗ് റോഡ്. ഓക്കെ, അത് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നതും IC എഞ്ചിൻ തന്നെയാണ്. ഓക്കെ, എവിടെയാണ് കണക്റ്റിംഗ് റോഡ് യൂസ് ചെയ്യുന്നത്? നമ്മുടെ എഞ്ചിൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? പിസ്റ്റൺ ഫ്യൂവൽ ബേൺ ചെയ്ത് കിട്ടുന്ന പവർ ഉപയോഗിച്ച് പിസ്റ്റൺ റെസിപ്രോക്കേറ്റ് ചെയ്യും, അല്ലേ? മുകളിൽ നിന്ന് താഴെ നിന്ന് മുകളിലേക്കും റെസിപ്രോക്കേറ്റ് ചെയ്യും പിസ്റ്റൺ. ഈ റെസിപ്രോക്കേറ്റിന് മോഷനെ നമുക്ക് എന്താക്കി മാറ്റണം? റോട്ടറി മോഷനായിട്ട് കൺവേർട്ട് ചെയ്യണം. അതിനാണ് ക്രാങ്ക് അല്ലെങ്കിൽ ക്രാങ്ക് ഷാഫ്റ്റ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ പിസ്റ്റന്റെ റെസിപ്രോക്കേറ്റിംഗ് മോഷനെ നമുക്ക് ക്രാങ്കിൽ എത്തിക്കണം. അപ്പോൾ ക്രാങ്ക് അതിനെ റോട്ടറി ആക്കി തരും. ആ റോട്ടറി പവറിനെയാണ് ക്ലച്ചിൽ കൊണ്ടുപോകുന്നതും പിന്നെ അവിടെ നിന്ന് ഗിയറിൽ കൊണ്ടുപോകുന്നതും ഗിയറിൽ നിന്ന് പിന്നെ നമ്മുടെ വണ്ടിയുടെ വീലിൽ കൊണ്ടുവരുന്നത്. ഓക്കെ, അപ്പോൾ റോട്ടറി മോഷൻ കിട്ടണം. റെസിപ്രോക്കേറ്റിംഗ് മോഷനെ റോട്ടറി മോഷനാക്കി കൺവേർട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന സാധനമാണ് കണക്റ്റിംഗ് റോഡ്. ഓക്കെ, അപ്പോൾ റെസിപ്രോക്കേറ്റിംഗ് മോഷനെ എന്താക്കി മാറ്റും? ട്രാൻസ്ലേറ്ററി മോഷനാക്കി മാറ്റും കണക്റ്റിംഗ് റോഡ്. ഈ ട്രാൻസ്ലേറ്ററി മോഷനെ പിന്നെയും എന്താക്കി മാറ്റും? റോട്ടറി മോഷനാക്കി മാറ്റും. എവിടെ കൊണ്ട് എത്തിക്കുമ്പോൾ? ക്രാങ്കിലെത്തുമ്പോൾ. ഓക്കെ, അപ്പോൾ പിസ്റ്റന്റെയും ക്രാങ്കിന്റെയും ഇടയിലിരിക്കുന്ന ഒരു കണക്റ്റിംഗ് മെമ്പറാണ് കണക്റ്റിംഗ് റോഡ്. ഓക്കെ, അപ്പോൾ എന്താണ് കണക്റ്റിംഗ് റോഡ് മനസ്സിലായി? ഇത് ആൾറെഡി നിങ്ങൾക്ക് അറിയാവുന്നത്, നിങ്ങളെല്ലാവരും പഠിച്ചിട്ടുള്ളതുമാണ്. ഓക്കെ, അപ്പോൾ പിസ്റ്റന്റെയും ക്രാങ്കിന്റെയും ഇടയ്ക്ക് ഇരിക്കുന്ന ഒരു കണക്റ്റിംഗ് മെമ്പറാണ് കണക്റ്റിംഗ് റോഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ ഫിഗർ നോക്കി. ഈ ഫിഗർ നിങ്ങൾക്ക് കാണാം, ഒരു എഞ്ചിന്റെ അസംബ്ലിയാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇതിനകത്ത് ഏറ്റവും മുകളിൽ പിസ്റ്റൺ ഉണ്ട്, താഴെ ക്രാങ്കും ഉണ്ട്. ഓക്കെ, ഈ ക്രാങ്ക് ഷാഫ്റ്റിന്റെയും ഏറ്റവും മുകളിൽ പിസ്റ്റന്റെ ഇടയ്ക്ക് ഉള്ള ഒരു മെമ്പറാണ് കണക്റ്റിംഗ് റോഡ്. അപ്പോൾ എവിടെയാണ് യൂസ് ചെയ്യുന്നതെന്ന് മനസ്സിലായല്ലോ. റെസിപ്രോക്കേറ്റിംഗ് മോഷനെ റോട്ടറി മോഷൻ ആക്കാനാണ് കണക്റ്റിംഗ് റോഡ് യൂസ് ചെയ്യുന്നത്. അതിന് മാത്രമാണോ യൂസ് ചെയ്യുന്നത്?
നമുക്ക് കണക്റ്റിംഗ് റോഡ് ഒരുപാട് സ്ഥലത്ത് യൂസ് ചെയ്യുന്നുണ്ട്. ഐസി എഞ്ചിനിൽ ഉപയോഗിക്കുന്നത് റെസിപ്രോക്കേറ്റിംഗ് റോട്ടറി മോഷൻ ആക്കാനാണ്. തിരിച്ച് റോട്ടറി മോഷനെ റെസിപ്രോക്കേറ്റിംഗ് ആക്കാനും കണക്റ്റിംഗ് റോഡ് ഉപയോഗിക്കുന്നുണ്ട്. കണക്റ്റിംഗ് റോഡ് അല്ലെങ്കിൽ കണക്റ്റിംഗ് ലിങ്ക് എന്ന് വിളിക്കാം. യൂസ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾ എല്ലാവരും ഉപയോഗിച്ചിട്ടുള്ളതും കണ്ടിട്ടുള്ളതുമാണ് നമ്മുടെ ഷേപ്പർ മെഷീൻ. ഷേപ്പർ മെഷീൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? ഫ്രണ്ടിൽ ടൂൾ ഹോൾഡിംഗ് ഡിവൈസ് മുമ്പോട്ടും പുറകോട്ടും ആയിക്കൊണ്ടിരിക്കും. അതെങ്ങനെയാണ് പവർ കൊടുക്കുന്നത്? ഒരു ബെൽ ഡ്രൈവ് വഴി അകത്തൊരു മോട്ടർ ഇരിപ്പുണ്ട്. മോട്ടറിന്റെ പവറിന് റോട്ടറിയാണ്. ആ റോട്ടറിയെ റെസിപ്രോക്കേറ്റിംഗ് ആക്കി ആണ് നമുക്ക് ഔട്ട്പുട്ട് തരുന്നത്. അപ്പൊ റെസിപ്രോക്കേറ്റിങ്ങിനെ റോട്ടറി ആക്കാനും റോട്ടറി റെസിപ്രോക്കേറ്റിങ്ങിനെ ആക്കാനും ഒക്കെ ഉപയോഗിക്കുന്നതാണ് കണക്റ്റിംഗ് റോഡ്. നമ്മൾ പഠിക്കാൻ പോകുന്ന ഐസി എഞ്ചിനിൽ നടക്കുന്നത് റെസിപ്രോക്കേറ്റിങ്ങിനെ റോട്ടറി ആക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ പിസ്റ്റന്റെ റെസിപ്രോക്കേറ്റിംഗ് മോഷനെ റോട്ടറി മോഷൻ ആക്കി ക്രാങ്കിൽ കിട്ടാനാണ് ഇടയ്ക്ക് കണക്റ്റിംഗ് റോഡ് എന്ന മെമ്പറിനെ ഉപയോഗിക്കുന്നത്. ഇനി ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, ഒരു ഐസി എഞ്ചിനിൽ ഏറ്റവും അധികം സ്ട്രെസ്സിന് വിധേയമാകുന്ന ബോഡിയാണ് കണക്റ്റിംഗ് റോഡ് എന്ന് പറയുന്നത്. കണ്ടിന്യൂസ് ട്രാൻസ്ലേറ്ററി മോഷനാണ് കണക്റ്റിംഗ് റോഡ്. അത് ബക്ലിംഗ് ലോഡിന് എപ്പോൾ വേണോ ബക്ലിംഗ് സംഭവിക്കാം എന്നുള്ള രീതിയിലാണ് കണക്റ്റിംഗ് റോഡ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ബക്ലിംഗ് ലോഡ് എന്താണെന്ന് നമുക്ക് പഠിക്കാം. അപ്പോൾ കണക്റ്റിംഗ് റോഡ് എവിടെയാണ് യൂസ് ചെയ്യുന്നതെന്ന് മനസ്സിലായി. ഏറ്റവും അധികം സ്ട്രെസ്ഡ് മെമ്പറാണ് കണക്റ്റിംഗ് റോഡ് എന്ന് മനസ്സിലായി. ഓക്കെ, അപ്പോൾ കണ്ടിന്യൂസ് ഫേസ് ചേഞ്ചിലാണ് കണക്റ്റിംഗ് റോഡ് വർക്ക് ചെയ്യുന്നത്. കണക്റ്റിംഗ് റോഡ് ഒരേപോലെ അല്ല വർക്ക് ചെയ്യുന്നത്. അത് ക്രാങ്ക് ഷാഫ്റ്റ് ചുമ്മാ ഈസി ആയിട്ട് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സെയിം പ്ലെയിനിലിരുന്ന് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിസ്റ്റൺ സെയിം പ്ലെയിനിലിരുന്ന് റെസിപ്രോക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ കണക്റ്റിംഗ് റോഡോ ഒരു പ്ലെയിൻ കംപ്ലീറ്റ്ലി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കണക്റ്റിംഗ് ട്രാൻസ്ലേറ്ററി മോഷനിൽ കംപ്ലീറ്റ് ആയിട്ട് കണ്ടിന്യൂസ് ഒരു പർട്ടിക്കുലർ ഷേപ്പിൽ അത് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റൊട്ടേഷൻ അല്ല, ട്രാൻസ്ലേറ്ററി മോഷനാണ്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ അതിന് കണ്ടിന്യൂസ് വെരി ഹൈ സ്ട്രെസ് ആണ് ഇൻഡ്യൂസ് ആയിട്ട് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ചൂസ് ചെയ്യുന്ന മെറ്റീരിയൽ വളരെ സ്ട്രോങ് ആയിരിക്കണം. ആ മെറ്റീരിയലിൽ വളരെ വലിയ ഫാക്ടർ സേഫ്റ്റി തന്നെ ഡിസൈൻ ചെയ്യാൻ വേണം. ഓക്കെ, സാധാരണ കേസിലുള്ളതുപോലെയല്ല. മാത്രമല്ല, ഏത് മോഷനിലാണ് വർക്ക് ചെയ്യുന്നത്? ഏത് ടൈപ്പ് ലോഡാണ് വരുന്നത്? സ്റ്റാറ്റിക് ലോഡ് അല്ല, ഡൈനാമിക് ലോഡാണ് കണക്റ്റിംഗ് റോഡിൽ വരുന്നത്. കണ്ടിന്യൂസ് പല ടൈപ്പ് മോഷൻ. അത് നിങ്ങൾ ഫസ്റ്റ് ഗിയർ പോകുമ്പോൾ ഉള്ള ലോഡല്ല കണക്റ്റിംഗ് റോഡിൽ വരുന്നത്. സെക്കൻഡ് ഗിയറിൽ വരുമ്പോൾ അത് ഗിയർ മാറുന്നതും സ്പീഡ് മാറുന്നതും അനുസരിച്ച് നമ്മുടെ ലോഡ് ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നതനുസരിച്ച് സ്റ്റാറ്റിക് സ്ട്രെസ് അല്ല, ഡൈനാമിക് സ്ട്രെസ് ആണ് കണക്റ്റിംഗ് റോഡിൽ ഇൻഡ്യൂസ്ഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കണക്റ്റിംഗ് റോഡ് വളരെ സ്ട്രോങ് ആയിരിക്കണം ഇതിന് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ. രണ്ട് കണക്റ്റിംഗ് റോഡിന് മുകളിലും താഴെയും ഹോൾഡിങ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ബേസിക്സ് മനസ്സിലായല്ലോ. കണക്റ്റിംഗ് റോഡ് ഒന്ന് കാണാം. ഇപ്പം നിങ്ങൾ ഫിഗർ കാണുന്നതാണ് ഒരു കണക്റ്റിംഗ് റോഡ് എന്ന് പറയുന്നത്. അപ്പോൾ കണക്റ്റിംഗ് റോഡ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായല്ലോ കണക്റ്റിംഗ് റോഡ് എന്താണ് അതിന്റെ ഷേപ്പ് എന്ന് മനസ്സിലായല്ലോ. കണക്റ്റിംഗ് റോഡ് രണ്ട് ടൈപ്പ് ഉണ്ട്. ഈ ബോൾട്ടുകൾ ഇല്ലാത്ത മോഡൽ കണക്റ്റിംഗ് റോഡ് ഉണ്ട്. ചെറിയ സിംഗിൾ സിലിണ്ടർ എഞ്ചിനുകളിലൊക്കെ യൂസ് ചെയ്യുന്നതാണ്. ഈ ബോൾട്ടുകൾ ഉള്ളത് മൾട്ടി സിലിണ്ടർ എഞ്ചിനുകളിലാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ബോൾട്ടുകൾ ഉള്ള ഇതാണ് നിങ്ങൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ കണക്റ്റിംഗ് റോഡ് കാണാമല്ലോ. ഈ കാണുന്നതാണ് ഒരു കണക്റ്റിംഗ് റോഡ്. ഇതിൽ രണ്ട് ഹോളുകൾ കാണാമല്ലോ അല്ലേ? ഒരു വലിയ ഹോളും ഒരു ചെറിയ ഹോളും കാണാമല്ലോ. ഈ ഹോളുകളിലൂടെയാണ് നമ്മൾ കണക്റ്റിംഗ് റോഡ് ഫിക്സ് ചെയ്യുന്നത്. കാണാമല്ലോ, ഈ ചെറിയ ഹോളിനെ സ്മോൾ എൻഡ് എന്നും വലിയ ഹോളിനെ ബിഗ് എൻഡ് എന്നും വിളിക്കും. ഹോളിനല്ല, ആ ഏരിയയാണ്. ഈ ടിപ്പിനെ ചെറിയ ഹോൾ ഇരിക്കുന്ന ആ ഏരിയ സ്മോൾ എൻഡ് എന്നും വലിയ ഹോൾ ഇരിക്കുന്ന ഏരിയനെ ബിഗ് എൻഡ് എന്നും വിളിക്കും. ഓക്കെ, ഈ ബിഗ് എൻഡ് സ്മോൾ എൻഡുമാണ് നമ്മൾ ഫിറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി നിങ്ങൾ ഫിഗർ നോക്കി. സ്മോൾ എൻഡ് എവിടെ പോവും? സ്മോൾ എൻഡ് പിസ്റ്റണിൽ കണക്ട് ചെയ്യും, ബിഗ് എൻഡ് എടുത്ത് ക്രാങ്കിലും കണക്ട് ചെയ്യും. സ്മോൾ എൻഡ് പിസ്റ്റണിലും കണക്ട് ചെയ്യണം, ബിഗ് എൻഡ് എടുത്ത് ക്രാങ്കിലും കണക്ട് ചെയ്യണം. എന്നിട്ട് വർക്ക് ചെയ്യിച്ചു കഴിഞ്ഞാൽ പിസ്റ്റന്റെ റെസിപ്രോക്കേറ്റിംഗ് മോഷനെ റോട്ടറി മോഷനായിട്ട് നമുക്ക് ക്രാങ്കിൽ കിട്ടും. അപ്പോൾ സ്മോൾ എൻഡ് എവിടെ പോകണം? പിസ്റ്റണിൽ പോകണം. ബിഗ് എൻഡ് എവിടെ പോകണം? ക്രാങ്കിലും പോകണം. ഈ സ്മോൾ എൻഡിനെ പിസ്റ്റണിൽ കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഒരു പിസ്റ്റൺ പിൻ ഉപയോഗിച്ചിട്ടാണ്. അതായത് ഈ ഹോള് പിസ്റ്റന്റെ അകത്ത് കയറ്റിയിട്ട് ആ പിന്നിട്ട് കൊടുക്കും. പിസ്റ്റൺ പിന്ന് ഹോളിൽ ഇട്ട് കൊടുക്കുമ്പോൾ അത് ലോക്കാവും. ഇതുപോലെ പിസ്റ്റൺ പിന്ന് വേറെ പേരുണ്ട്, ഗഡ്ജിയൻ പിൻ എന്നും വിളിക്കും. ഇതുപോലെ ഈ ബിഗ് എൻഡ് ക്രാങ്കിൽ പോയിട്ട് അവിടെ ഒരു പിന്നിട്ട് കൊടുക്കും. അപ്പോൾ അവിടെ ലോക്കാവും. ആ പിന്നിന്റെ പേര് ക്രാങ്ക് പിൻ. അപ്പോൾ പിസ്റ്റണിൽ കയറുന്ന പിന്ന് പിസ്റ്റൺ പിൻ, ക്രാങ്കിൽ ഇടുന്ന പിന്ന് ക്രാങ്ക് പിൻ. ഓക്കെ, ഇതൊക്കെ പെട്ടെന്ന് കേൾക്കുമ്പോൾ ആർക്കായാലും കൺഫ്യൂഷൻസ് ഉണ്ടാവും. ഓക്കെ, കാര്യം ഇത് നിങ്ങൾ ഫിസിക്കലി കണ്ടിട്ടില്ലാത്തൊരു സാധനമല്ലേ. കുറേ ഫിഗേഴ്സ് ഞാൻ കാണിച്ചു തന്നു, നിങ്ങൾ അത് മാത്രമേ കണ്ടിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഫിസിക്കലി കണ്ടിട്ടോ, ഇത് കൈകൊണ്ട് എടുത്തിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇത് യൂസ് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസ് ചെയ്ത് കാണാൻ സാധ്യതയില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് എങ്ങനെ കണക്ട് ചെയ്യണം, ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നത്, ഇതിന്റെ ബേസിക്സ് എന്താണെന്ന് മാത്രമേ നിങ്ങൾക്ക് പറയാവൂ. ഓക്കെ, ഫിസിക്കലി നിങ്ങളിത് കണ്ടിട്ടില്ലല്ലോ. നമുക്ക് ഫിസിക്കലി അതെങ്ങനെ വർക്ക് ചെയ്യുമെന്ന് നോക്കാം. ഓക്കെ, ഇതാണ് ഒരു കണക്റ്റിംഗ് റോഡ്. കാണാമല്ലോ, ദിസ് ഈസ് എ കണക്റ്റിംഗ് റോഡ്. ഇതൊരു സിംഗിൾ സിലിണ്ടർ വണ്ടിയുടെ കണക്റ്റിംഗ് റോഡ്. അതുകൊണ്ടാണ് ഇവിടെ ബോൾട്ടുകൾ ഇല്ലാത്തത്. കണ്ടോ, ഇതിന്റെ രണ്ട് വശത്തും ബോൾട്ടുകളൊന്നുമില്ല. നിങ്ങൾ നേരത്തെ ഫിഗറിൽ കണ്ട പോലെ ബോൾട്ടുകളില്ല. കാരണം ഇത് ഒരു മോട്ടോർ സൈക്കിളിന്റെയോ അല്ലെങ്കിൽ ഒരു ഓട്ടോറിക്ഷയുടെയോ ഒക്കെ എഞ്ചിനിൽ വരുന്ന ഒരു സാധാ കണക്റ്റിംഗ് റോഡാണ്. ഓക്കെ, ഇതാണ് നിങ്ങൾ ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. ഇവനെ തന്നെയാണ് നിങ്ങൾ ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇതിലൊരു ബോൾട്ട് കൂടെ വരുമെന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഈ കണക്റ്റിംഗ് റോഡ് കാണാമല്ലോ നിങ്ങൾക്ക്. ഈ കണക്റ്റിംഗ് റോഡിന്റെ ഈ എൻഡ് സ്മോൾ എൻഡും ഈ എൻഡ് ബിഗ് എൻഡുമാണ് അല്ലേ. അപ്പോൾ ഈ കണക്റ്റിംഗ് റോഡ് നമ്മൾ പിസ്റ്റന്റെയും ക്രാങ്കിന്റെ ഇടയിൽ ഫിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് റെസിപ്രോക്കേറ്റിംഗ് മോഷനെ റോട്ടറി മോഷനാക്കി ഔട്ട്പുട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതിനെ എങ്ങനെ കണക്ട് ചെയ്യുന്നത്? ഈ സ്മോൾ എൻഡ് എവിടെ പോവും?
പിസ്റ്റണിൽ പോകണം. ഈ ബിഗിൻ്റെ എവിടെ പോകണം? ക്രാങ്കിൽ പോകണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതാണ് കണക്റ്റിംഗ് റോഡ് എന്ന് മനസ്സിലായല്ലോ. ഷേപ്പ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാമല്ലോ, ഒരു ഡൗട്ടും ഇല്ലല്ലോ. ഇത് ബിഗ് എൻഡ്, ഇത് സ്മോൾ എൻഡ്. ഓക്കെ, മനസ്സിലായല്ലോ. ഇനി എന്ത് ചെയ്യണം? സ്മോൾ എൻഡ് എവിടെ പോകണം? ഇതാണ് നമ്മുടെ പിസ്റ്റൺ, കാണാമല്ലോ പിസ്റ്റൺ. ദിസ് ഈസ് എ പിസ്റ്റൺ. ഓക്കെ, ഈ പിസ്റ്റൺ എല്ലാവർക്കും ഫിസിക്കലിയും കണ്ടിട്ട് ഫിഗറിലൊക്കെ കണ്ടിട്ടുള്ളതല്ലോ, എല്ലാവർക്കും മനസ്സിലാവും. പിസ്റ്റൺ സ്മോൾ എൻഡ് എവിടെ പോകണം? പിസ്റ്റൻ്റെ അകത്ത് പോകണമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ സ്മോൾ എൻഡ് പിസ്റ്റൻ്റെ എവിടെ പോകണം? ഇത് ഇങ്ങനെ എടുത്ത് പിസ്റ്റൻ്റെ അകത്ത് വയ്ക്കുക. കണ്ടോ? സ്മോൾ എൻഡ് പിസ്റ്റൻ്റെ അകത്ത് പോകണം. എന്നിട്ട് എന്ത് ചെയ്യണം? ഒരു പിസ്റ്റൺ പിൻ ഇടണമെന്ന് പറഞ്ഞു. ഓക്കെ, ഇതാണ് പിസ്റ്റൺ പിൻ എന്ന് പറയുന്നത്. ഇതിന് ഗഡ്ജിയൻ പിൻ എന്നും വിളിക്കും. അപ്പോൾ ഈ സാധനമാണ് പിസ്റ്റൺ പിൻ അല്ലെങ്കിൽ ഗഡ്ജിയൻ പിൻ. ഓക്കെ, അപ്പോൾ പിസ്റ്റൺ എടുക്കുക, സ്മോൾ എൻഡ് പിസ്റ്റണിനകത്തേക്ക് വയ്ക്കുക, എന്നിട്ട് ഈ ഗഡ്ജിയൻ പിൻ ഈ ഹോളിലൂടെ അകത്തേക്ക് ഇടുക. ഓക്കെ, ഫിസിക്കലി കയറാൻ ഇത്തിരി പാടാണ്, പ്രത്യേകിച്ച് ഇത് ഒരു ഡാമേജ് ആയ കമ്പോണൻ്റ് ആണ്. ഓക്കെ, ഇത് കണ്ടോ? പിസ്റ്റന്റെ സൈഡിലൂടെ ഞാൻ ഗഡ്ജിയൻ പിൻ അല്ലെങ്കിൽ പിസ്റ്റൺ പിൻ, പിസ്റ്റണിലിരിക്കുന്ന പിൻ, പിസ്റ്റൺ പിൻ. ഈ ഹോൾ കണ്ടോ? ഈ ഹോളിൽ കയറി ഈ ഹോളിനകത്തോടെ കയറി പുറത്തു വരണം അല്ലേ? ഇത് ഞാനിപ്പോൾ അസംബിൾ ചെയ്യാൻ പോവുകയാണ്. പിന്നീട് ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല. സോ പിസ്റ്റൺ, ഇത് കണക്റ്റിംഗ് റോഡ്, ഇത് ഇതിനകത്ത് ഞാൻ ഇത് ക്രാങ്ക് പിൻ കയറ്റി, കണ്ടല്ലോ? സോ ഇങ്ങനെയാണ് നമ്മുടെ പിസ്റ്റൺ പിൻ പിന്നിലിട്ട് ലോക്ക് ചെയ്യേണ്ടത്. കണ്ടല്ലോ നിങ്ങൾ എങ്ങനെയാണ്? പിസ്റ്റൺ പിൻ എന്താണെന്ന് കണ്ടു, അല്ലെങ്കിൽ ഗഡ്ജിയൻ പിൻ എന്താണെന്ന് കണ്ടു. ഓക്കെ, കയറി. അപ്പോൾ ഇതെന്താണ്? പിസ്റ്റൺ. ഇതിനകത്ത് പിസ്റ്റൺ പിന്നിടണം. നമ്മുടെ കണക്റ്റിംഗ് റോഡ് ഇത് ഇങ്ങനെ ഇതിനകത്ത് ഞാൻ കയറ്റി, കണക്റ്റിംഗ് റോഡിൻ്റെ സ്മോൾ എൻഡ് കയറ്റി. കണ്ടോ? ഇത് സ്മോൾ എൻഡ്, ഇത് ബിഗ് എൻഡ്. ഞാൻ സ്മോൾ എൻഡ് ഇതിനകത്ത് കയറ്റിയിട്ട് ഈ പിസ്റ്റൺ പിൻ കണ്ടോ? ഇതാണ് പിസ്റ്റൺ പിൻ. പിസ്റ്റൺ പിന്നകത്ത് കയറി. കണ്ടോ? കണ്ടല്ലോ? ഇതാണ് നമ്മുടെ അസംബ്ലി എന്ന് പറയുന്നത്. ഇനി എന്ത് ചെയ്യണം? ഇനി ബിഗ് എൻഡ് കണക്ട് ചെയ്യണ്ടേ? ബിഗ് എൻഡ് എവിടെ പോകണം? ക്രാങ്കിൽ പോകണം. അതിനെന്ത് ചെയ്യണം? റൊട്ടേറ്റ് ചെയ്യുന്ന സ്ഥലങ്ങളിലെല്ലാം ബിയറിംഗ് ഇടണം. എന്തുകൊണ്ടാണ് മുകളിൽ ബിയറിംഗ് ഇടാത്തെ? അത് 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുന്നില്ല. അത് ഇത്ര നമ്മുടെ ക്ലോക്കിന്റെ പെൻഡുലം വർക്ക് ചെയ്യുന്ന ഇത്രയും വർക്ക് ചെയ്യുന്നു. പക്ഷേ ഇവിടെ അത് മൊത്തത്തിൽ റൊട്ടേറ്റ് ചെയ്യും. അതുകൊണ്ട് അവിടെ എന്ത് ചെയ്യണം? ബിയറിംഗ് ഇടണം. സോ ഞാൻ ഈ ബിയറിംഗ് ഇടുവാണ്. നിങ്ങൾ മോഡ്യൂൾ 2 പഠിച്ച ബിയറിംഗ്, റോളിംഗ് കോൺടാക്ട് ബിയറിംഗ്. ഓക്കെ, ഈ കാണുന്നത് ഒരു റോളർ ബിയറിംഗ് ആണ്. ഇതിന്റെ ആക്ച്വൽ നെയിം നീഡിൽ ബിയറിംഗ് എന്നാണ്. ഇറ്റ്സ് ലുക്ക് ലൈക്ക് എ റോളർ ബിയറിംഗ്. നീഡിലിന് വിളിക്കാൻ കാര്യം ഇതിന്റെ റോളറിന് വളരെ ഡയമീറ്റർ കുറവും ലെങ്ത് വളരെ കൂടുതലാണ്. ഇതിന് നീഡിൽ ബിയറിംഗ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾ സെക്കൻഡ് മൊഡ്യൂളിൽ പഠിച്ച റോളിംഗ് കോൺടാക്ട് ബിയറിംഗ് ആ സാധനമാണ് ഇത്. ഓക്കെ, അതിനെ ഞാൻ എടുത്ത് എവിടെ ഇടണം? ബിഗ് എൻഡിനകത്ത് ഇട്ടു. കണ്ടോ? ബിയറിംഗ് എടുത്ത് ബിഗ് എൻഡിനകത്ത് ഇട്ടു. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? ഇത് ക്രാങ്കിനകത്ത് പോകണം. എന്നിട്ട് ക്രാങ്കുമായിട്ട് ലോക്ക് ചെയ്യാൻ എന്തുണ്ട്? ക്രാങ്ക് പിൻ ഉണ്ട്. സോ ക്രാങ്ക് പിൻ, ദിസ് ഈസ് എ ക്രാങ്ക് പിൻ. കണ്ടോ? പിൻ ജസ്റ്റ് സിലിണ്ടർ. മുകളിൽ നമ്മൾ കണ്ട പിസ്റ്റൺ പിൻ പോലെ ഇതും ഒരു സിലിണ്ടറാണ്. ഓക്കെ, അപ്പോൾ ഈ സിലിണ്ടർ നമ്മുടെ ഇതെടുത്ത് ക്രാങ്കിനകത്ത് ഇൻസേർട്ട് ചെയ്യും. എന്നിട്ട് വെളിയിലത്തെ ക്രാങ്കിന്റെ ഹോളിൽ കൂടെ, ക്രാങ്ക് ഒരു ഹെവി മെഷീൻ, ഒരു ഹെവി എലമെന്റ് ആണ്. ഒരു 7 കിലോ എങ്കിലും വരും ഒരു ക്രാങ്ക് എന്ന് പറഞ്ഞാൽ. ചെറിയ വണ്ടികൾക്കാണെങ്കിൽ പോലും 5 കിലോ എങ്കിലും വരും. അതുകൊണ്ടാണ് ക്രാങ്ക് പിൻ ഞാൻ കൊണ്ടുവരാത്തത്. സോ ഇപ്പൊ ഈ പിൻ എന്ത് ചെയ്യണം? ഈ ഹോളിനകത്തൂടെ കയറി എങ്ങനെ ഇരിക്കും? കണ്ടോ? സോ ഇതാണ് എന്ത്? കണക്റ്റിംഗ് റോഡ് എന്ന് പറയുന്നത്. ഒരു കണക്റ്റിംഗ് റോഡ് എന്ന് പറഞ്ഞാൽ ഇതിനിടയ്ക്കിരിക്കുന്ന ഈ മെമ്പറാണ് കണക്റ്റിംഗ് റോഡ്. മുകളിലിരിക്കുന്ന പിസ്റ്റന്റെ റെസിപ്രോക്കേറ്റിംഗ് മോഷനെ താഴെ ഇരിക്കുന്ന ക്രാങ്കിന് എത്തിച്ച് റോട്ടറി ആയിട്ട് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ് കണക്റ്റിംഗ് റോഡിന്റെ ജോലി. സോ നടുക്കിരിക്കുന്ന കണക്റ്റിംഗ് റോഡിനെ മാത്രം നിങ്ങൾ ഡിസൈൻ ചെയ്താൽ മതി. ഇത് എന്താണെന്നും ഇതെങ്ങനെ വർക്ക് ചെയ്യുമെന്നും നിങ്ങൾക്ക് മനസ്സിലാവാനാണ് ഞാൻ ഇങ്ങനെ ഒരു ഡെമോൺസ്ട്രേഷൻ ചെയ്തത്. അപ്പോൾ മനസ്സിലായല്ലോ? മുകളിലിരിക്കുന്ന ജസ്റ്റ് ഒന്ന് നോക്കി, മുകളിലിരിക്കുന്ന ഈ പിസ്റ്റൺ എന്ത് ചെയ്യും? റെസിപ്രോക്കേറ്റ് ചെയ്യും. സിലിണ്ടറിനകത്ത് കിടന്ന് മുകളിലോട്ടും താഴോട്ടും വരും. അപ്പോൾ എന്ത് ചെയ്യണം? ഈ താഴെ നടുക്കിരിക്കുന്ന കണക്റ്റിംഗ് റോഡ് ഒരു ട്രാൻസ്ലേറ്ററി മോഷനിൽ, ഇത് നമ്മുടെ ക്ലോക്കിന്റെ പെൻഡുലം വർക്ക് ചെയ്യുന്ന പോലെ വർക്ക് ചെയ്യണം. പിസ്റ്റൺ മുകളിലോട്ടും താഴോട്ടും വരുമ്പോൾ ഇവൻ ഇങ്ങനെ 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 കറങ്ങിക്കൊണ്ടിരിക്കും. ഇങ്ങനെ ഒരു റൊട്ടേഷൻ അല്ല,
ഒരു ഓക്സിലറി മോഷനാണ്, അതിനെ ട്രാൻസ്ലേറ്ററി മോഷൻ എന്ന് വിളിക്കാം. അതിന്റെ ഫലമായി ക്രാങ്കിന് ഒരു റൊട്ടേഷൻ കിട്ടും. ഓക്കെ, ഇത് അസംബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഡിസസംബിൾ ചെയ്യാൻ പറ്റത്തില്ല, പാടാണ്, പറ്റും, ഇത് വെരി ഡിഫിക്കൽട്ട്. അതുകൊണ്ടാണ് ഞാൻ ഇതിനെ ഇനി അസംബിൾ ചെയ്യുവാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇതിന് ഡിസൈനാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഡിസൈൻ ചെയ്യാൻ പോകുന്ന ആരെയാണ്? ഈ കണക്റ്റിംഗ് റോഡിനെ ഡിസൈൻ ചെയ്യണം. കണക്റ്റിംഗ് റോഡിനെ ഡിസൈൻ ചെയ്യുന്ന പറയുമ്പോൾ നിങ്ങൾ എന്തൊക്കെ ചെയ്യണം? അതിന്റെ ബേസിക് ആയിട്ടുള്ള ഡയമെൻഷൻസ് മുഴുവൻ കണ്ടുപിടിക്കുക, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഡയമെൻഷൻസ് എന്തൊക്കെ ഉണ്ടാവും? ലെങ്ത് ഓഫ് കണക്റ്റിംഗ് റോഡ് അറിയാമല്ലോ, ഈ ബിഗ് എൻ ഡയമീറ്റർ അല്ലെങ്കിൽ പിന്നിന്റെ ഡയമീറ്റർ കണ്ടുപിടിച്ചാൽ മതി. സ്മോൾ എൻ ഡയമീറ്റർ അപ്പോഴും പിന്നിന്റെ ഡയമീറ്റർ കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, ഇനി ഒരു കാര്യം, അപ്പോൾ ബേസിക്കലി ഇതിന്റെ അസംബ്ലി എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ, കമ്പോണൻസ് എന്തൊക്കെയാണെന്ന് മനസ്സിലായല്ലോ. പിസ്റ്റന്റെ റെസിപ്രോക്കേറ്റിംഗ് മോഷനെ ട്രാൻസ്ലേറ്ററി മോഷനാക്കി കണക്റ്റിംഗ് റോഡിന് കൊടുത്തു, കണക്റ്റിംഗ് റോഡ് ആ ട്രാൻസ്ലേറ്ററി മോഷനെ റൊട്ടേഷൻ ആക്കി ക്രാങ്കി കൊടുത്തു. എലമെന്റ്സ് ഒക്കെ കണ്ടല്ലോ. ഈ അസംബ്ലിയിൽ എന്തൊക്കെ എലമെന്റ്സ് ഉണ്ട്? പിസ്റ്റൺ ഉണ്ട്, അതിന്റെ ഡിസൈൻ നിങ്ങൾ ചെയ്യേണ്ട. കണക്റ്റിംഗ് റോഡ് ഉണ്ട്, ബിഗ് എൻഡ് പിൻ ഉണ്ട്, സ്മോൾ എൻഡ് പിൻ, അതായത് പിസ്റ്റൺ പിൻ ഉണ്ട്. പിസ്റ്റണിനെയും കണക്റ്റിംഗ് റോഡിനെയും കണക്ട് ചെയ്യുന്ന പിൻ പിസ്റ്റൺ പിൻ, ദേവനാണ് പിസ്റ്റൺ പിൻ. അതുപോലെ ക്രാങ്കിനെയും കണക്റ്റിംഗ് റോഡിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന പിൻ ക്രാങ്ക് പിൻ. അപ്പോൾ പിസ്റ്റൺ പിന്നിനെ ഡിസൈൻ ചെയ്യുക, ക്രാങ്ക് പിന്നിനെ ഡിസൈൻ ചെയ്യുക, കണക്റ്റിംഗ് റോഡിനെ ഡിസൈൻ ചെയ്യുക. ഈ 3 പേരെയും ഡിസൈൻ ചെയ്യുന്ന ജോലിയെ നിങ്ങൾക്കുള്ളൂ. ഓക്കെ, അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ ഇത് വളരെ സിമ്പിളാണ്. അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരിക്കണം, ഒന്നും കാണാതെ പഠിക്കരുത്. ക്ലിയർ ആയിട്ട് നിങ്ങളുടെ ഐഡിയ ആണ് ഡെവലപ്പ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ അസംബ്ലി എന്തെന്ന് കണ്ടല്ലോ. ഇതിൽ ആർക്കും ഡൗട്ട് ഇല്ലല്ലോ. ഓരോ കമ്പോണന്റ്, സ്മോൾ എൻഡ് എന്താണ്, ബിഗ് എൻഡ് എന്താണ്, പിസ്റ്റൺ പിൻ എന്താണ്, ക്രാങ്ക് പിൻ എന്താണ്, കണക്റ്റിംഗ് റോഡ് എന്താണ്, ഇത്രയും മനസ്സിലല്ലോ. ഇനി നിങ്ങൾ ഡിസൈൻ ചെയ്യാൻ പോകുന്ന കണക്റ്റിംഗ് റോഡ് ഇതാണ്. ഓക്കെ, അതെടുക്കാൻ എനിക്ക് എല്ലാ കമ്പോണൻസും കിട്ടിയത് ഇതിന് മാത്രമേ കിട്ടുള്ളൂ. ഇതൊരു 2 വീലറിൻ്റെയോ അല്ലെങ്കിൽ 3 വീലറിൻ്റെയോ ആയിരിക്കും, സിംഗിൾ സിലിണ്ടർ എഞ്ചിൻ്റെ ആയിരിക്കും. എല്ലാ കമ്പോണൻസ്, അതായത് ക്രാങ്ക് പിൻ, പിസ്റ്റൺ പിൻ ഒക്കെ എനിക്ക് ഇതിനെ കിട്ടിയുള്ളൂ. ഇതിനെ അത്രയും കമ്പോണൻസ് ഒന്നും എനിക്ക് കിട്ടിയില്ല. അതുകൊണ്ടാണ് മറ്റേതിൻ്റെ അസംബ്ലി ഞാൻ കാണിച്ചു തന്നത്. സെയിം കണക്റ്റിംഗ് റോഡ് തന്നെയാണ് ഇത്. പകരം ഇവിടെ മറ്റേ പിന്നിൽ ബിഗ് എൻഡിൽ മുകളിൽ ഒരു സിംഗിൾ യൂണിറ്റ് ആയിരുന്നു. ഇവിടെ അതിന് പകരം ബിഗ് എൻഡിൽ ഒരു ക്യാപ്പ് ഇട്ടേക്കുവാണ്, കണ്ടോ? എന്നിട്ട് 2 ബോൾട്ട് ഇട്ടു. ഞാൻ അഴിച്ച് കാണിച്ചു തരാം. ഈ ബോൾട്ടുകളെല്ലാം നിങ്ങൾ ഡിസൈൻ ചെയ്യണം. ഓക്കെ, ഈ ഫിഗർ ഇതാണ് നിങ്ങൾ ഡിസൈൻ ചെയ്യാൻ പോകുന്ന കണക്റ്റിംഗ് റോഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇവിടെ എന്ത് ചെയ്യണം? കണക്റ്റിംഗ് റോഡിനെ ഡിസൈൻ ചെയ്യുക, സ്മോൾ എൻഡിൽ പിസ്റ്റൺ പിന്നിനെ ഡിസൈൻ ചെയ്യുക, സ്മോൾ എൻഡിൽ വരുന്ന ബിഗ് എൻഡിൽ വരുന്ന ക്രാങ്ക് പിന്നിനെ ഡിസൈൻ ചെയ്യുക, ഈ ക്യാപ്പിനെ ഡിസൈൻ ചെയ്യുക, ഈ ബോൾട്ടുകളെ ഡിസൈൻ ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം. ഓക്കെ, ഇത് ഞാൻ 2 ബോൾട്ട് ഊരി എടുത്തു. ഇപ്പോഴും ഈ മോളിരിക്കുന്നതാണ് ക്യാപ്പ്, കണ്ടോ? ഇത്രേ ഉള്ളൂ. കണക്റ്റിംഗ് റോഡ് എങ്ങനെ വർക്ക് ചെയ്യുന്നത് മനസ്സിലായല്ലോ. ഈ സ്മോൾ എൻഡ് എവിടെ പോകും? പിസ്റ്റണിനകത്ത് പോകും. ഇതിന്റെ പിസ്റ്റൺ ആണ് ഇത്, ഒരു വലിയ പിസ്റ്റൺ കണ്ടല്ലോ. സ്മോൾ എൻഡ് എവിടെ പോകും? ഈ പിസ്റ്റണിനകത്ത് കയറിയിട്ട് ഈ ഹോളിൽ കൂടെ ഒരു പിസ്റ്റൺ പിന്നിട്ട് കൊടുക്കും, അല്ലെങ്കിൽ ഗഡ്ജിയൻ പിന്നിട്ട് കൊടുക്കും. പിസ്റ്റൺ പിൻ ഓർ ഗഡ്ജിയൻ പിൻ. അപ്പോൾ ഈ സ്മോൾ എൻഡ് പിസ്റ്റണിനകത്ത് കയറുന്നു, ഈ ഹോളിൽ കൂടെ എന്തിടും? ഒരു പിസ്റ്റൺ പിന്നിട്ട് കൊടുക്കും, അല്ലെങ്കിൽ ഒരു ഗഡ്ജിയൻ പിന്നിട്ട് കൊടുക്കും. അപ്പോൾ ഇവിടെ ലോക്ക് ആവും. എന്നിട്ട് എന്ത് ചെയ്യണം? എന്നിട്ട് ഇതെന്താണ്? ബിഗ് എൻഡ്. ഇത് സ്മോൾ എൻഡ് പിസ്റ്റണിൽ പോയി കഴിഞ്ഞു. ഇനി ബിഗ് എൻഡ് എവിടെ പോകണം? ക്രാങ്ക് ഷാഫ്റ്റിൽ പോകണം. അപ്പോൾ ഈ ബിഗ് എൻഡിനെ നമ്മൾ ക്രാങ്ക് ഷാഫ്റ്റിൽ കൊണ്ടുപോകും. ക്രാങ്ക് ഷാഫ്റ്റിൽ കണക്ട് ചെയ്ത് അതിന്റെ ക്യാപ്പ് ഇട്ട് ലോക്ക് ചെയ്യും, കണ്ടോ? ലോക്ക് ചെയ്തു. ഇനി എന്ത് ചെയ്യണം? ഇത് ഇളകി വരാതിരിക്കാനായിട്ട് 2 ബോൾട്ട് ഇട്ട് കൊടുക്കണം. ഓക്കെ, ഇത്രേ ഉള്ളൂ ഡിസൈൻ. അപ്പോൾ കമ്പോണൻസ് ഒക്കെ ഉണ്ടല്ലോ. കണക്റ്റിംഗ് റോഡിനെ ഡിസൈൻ ചെയ്യുക, സ്മോൾ എൻഡ് ഡിസൈൻ, ബിഗ് എൻഡ് ഡിസൈൻ, ക്യാപ്പ് ഡിസൈൻ, ബോൾട്ട് ഡിസൈൻ, ഇത്രേ ഉള്ളൂ. സോ ഈ ഞാൻ പറഞ്ഞ ഓരോ കമ്പോണന്റിനെ ഡിസൈൻ ചെയ്യുക. അതിന് നിങ്ങൾക്ക് വേണ്ടത് ഫിസിക്കൽ അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഫണ്ടമെന്റൽ ആയിട്ട് എന്താണ് കണക്റ്റിംഗ് റോഡ്, എന്തിനാണ് കണക്റ്റിംഗ് റോഡ്, എങ്ങനെയാണ് കണക്റ്റിംഗ്, ഈ 3 കാര്യങ്ങളും അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, തിയറി ചോദിക്കുമ്പോൾ എഴുതാനുള്ളത് നിങ്ങൾ ടെക്സ്റ്റ് റെഫർ ചെയ്ത് പഠിക്കുക. അത് ഒരുപാടൊന്നും ഞാൻ പറയുന്നില്ല, അത് കുറച്ച് പറയാൻ ഒരുപാടുണ്ട്. അതിൻ്റെ ആപ്ലിക്കേഷൻസ്, അഡ്വാൻറ്റേജസ്, അതിൻ്റെ മെറ്റീരിയൽ സെലക്ഷൻ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. എല്ലാം കൂടെ ഞാൻ ഇപ്പോൾ പറയുന്നില്ല. അപ്പോൾ ഇനി ഇതിനെ ഡിസൈൻ ചെയ്യുക. ഡിസൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡയമെൻഷൻസ് കണ്ടുപിടിക്കുക. തന്നിരിക്കുന്ന ഗിവൺ ലോഡിന്, ആ ലോഡിന് ബേസ് ചെയ്ത് ഒരു കണക്റ്റിംഗ് റോഡ് വർക്ക് ചെയ്യണമെങ്കിൽ അതിന് എന്തൊക്കെ ഡയമെൻഷൻസ് വേണം എന്ന് കണ്ടുപിടിക്കുന്നതിനെയാണ് ഡിസൈൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ലോഡ് തരും, ആ ലോഡിനുള്ള കണക്റ്റിംഗ് റോഡിനെ നിങ്ങൾ ഡിസൈൻ ചെയ്യുക. ഓക്കെ, അതിന് സെർട്ടൈൻ അസംഷൻസ് ഉണ്ട്. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, കണക്റ്റിംഗ് റോഡിൽ എവിടെയാണ് ലോഡ് വരുന്നത്? കണക്റ്റിംഗ് റോഡ് എല്ലാവരും ഫിഗറൊക്കെ കാണുമ്പോൾ ഇങ്ങനെ ഇരിക്കും, പക്ഷേ ഇത് ആക്ച്വലി വർക്ക് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇവിടെയാണ് പിസ്റ്റൺ വരുന്നത്, അല്ലേ? ഇവിടെ ക്രാങ്ക് ആണ് വരുന്നത്. ഇപ്പോൾ പിസ്റ്റണിൽ താഴോട്ടുള്ള പുഷ് കൊടുക്കും, ആ പുഷ് താഴോട്ട് പോയി ട്രാൻസ്ലേറ്ററി മോഷനായിട്ട് വർക്ക് ചെയ്ത്, എങ്ങനെ പെൻഡുലം വർക്ക് ചെയ്യുന്ന പോലെ പോയി ഇതിങ്ങനെ വരും, അതിനെ ഒരു റോട്ടറി മോഷനാക്കി തിരിച്ചു തരും, കണ്ടോ? യൂട്യൂബിലൊക്കെ അനിമേഷൻസ് ഉണ്ട്, നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ ഈ ബിഗ് എൻഡ് റൊട്ടേറ്റ് ചെയ്യും, ഇത് റെസിപ്രോക്കേറ്റ് ചെയ്യും. ഇതിനിടയ്ക്കുന്ന ഈ ലിങ്ക് ട്രാൻസ്ലേറ്ററി മോഷനിലായിരിക്കും. ഓക്കെ, മനസ്സിലായി? ഇനി നിങ്ങൾ പഠിക്കേണ്ടത് ബക്ലിംഗ്. വാട്ട് ഈസ് ബക്ലിംഗ്?
നിങ്ങൾ മോസിലോ അല്ലെങ്കിൽ എമോസിലോ ഒക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും വാട്ട് ഈസ് ബക്ലിംഗ്. വാട്ട് ഈസ് ബക്ലിംഗ്? ബക്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധാരണ ഇപ്പോൾ ഒരു ബോഡിയിൽ ഞാൻ ഒരു കംപ്രസീവ് ലോഡ് കൊടുത്തു. കംപ്രസീവ് ലോഡ് 2 വശത്തും പ്രസ് ചെയ്താൽ ഈ ബോഡി കംപ്രസ് ആവണം. പക്ഷെ സപ്പോസ് ആ ബോഡിക്ക് കംപ്രസ് ആവാനുള്ള എബിലിറ്റി ഇല്ല എങ്കിൽ അത് ബക്ലിംഗ്. അതായത് തനിക്ക് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റാത്ത ലോഡ് വന്നു കഴിഞ്ഞാൽ ആ ബോഡിക്ക് കംപ്രസ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ അത് ചെയ്യുന്ന അടുത്തൊരു വഴിയാണ് ബക്ലിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഞാൻ ഇങ്ങനെ എൻ്റെ തലയിൽ ഒരു വലിയൊരു ലോഡ് എടുത്ത് വെച്ചിരിക്കുകയാണ്. ആ ലോഡ് എനിക്ക് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഞാൻ എനിക്ക് കംപ്രസ് ആവാൻ പറ്റത്തില്ലല്ലോ, എനിക്ക് കംപ്രസ് ആവാൻ പറ്റത്തില്ലല്ലോ. നിങ്ങളൊരു സ്പോഞ്ച് എടുത്ത് കയ്യിൽ വെച്ച് ഞെക്കി കഴിഞ്ഞാൽ അവിടെ കംപ്രഷനാണ് നടക്കുന്നത്. അതുപോലെ എനിക്ക് എന്നെ കംപ്രസ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പം ഞാൻ എന്ത് ചെയ്യും? ബക്ലിംഗ്. എങ്ങനെ ബക്ലിങ്ങിനെ? ഇങ്ങനെ കൂനിപ്പോകത്തില്ലേ? ഇതിനെയാണ് ബക്ലിംഗ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അതായത് വളഞ്ഞു പോകുന്നതിനെയാണ് ബക്ലിംഗ് എന്ന് വിളിക്കുന്നത്. സപ്പോസ് നിങ്ങൾ ഈ ഫിഗർ ഒന്ന് നോക്കിയാൽ മതി. ഈ ഫിഗർ കാണാമല്ലോ. ഇതൊരു ബക്ലിംഗ് സംഭവിച്ച ഒരു കണക്റ്റിംഗ് റോഡിന്റെ ഫിഗർ, അനിമേറ്റഡ് ഫിഗറാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ബോർഡിലേക്ക് നോക്കാം. ജസ്റ്റ് നിങ്ങൾക്ക് കണക്റ്റിംഗ് റോഡ് എന്താണെന്ന് മനസ്സിലാവും, അത് ഫിസിക്കലി എങ്ങനെയാണ് എക്സിസ്റ്റ് ചെയ്യുന്നതെന്നും മനസ്സിലായി. സോ ഇതാണ് കണക്റ്റിംഗ് റോഡിന്റെ മുകളിലത്തെ ക്യാപ്പ്. ആണല്ലോ, ഇതെന്റെ താഴത്തെ കമ്പോണന്റ്. സോ ബേസിക്കലി ഇതാണ് ഒരു കണക്റ്റിംഗ് റോഡ്. ഓക്കെ, ഇതിന്റെ താഴെ നമ്മുടെ എന്ത് വരും? സ്മോൾ എൻഡും വരും. So this is the small end and this is the big end. Okay, അപ്പോൾ സ്മോൾ എൻഡും ബിഗ് എൻഡും എന്താണെന്ന് മനസ്സിലായല്ലോ. ഇത് ആരാണ്? സ്മോൾ എൻഡ്. ഇതാരാണ്? ബിഗ് എൻഡ്. ഇതാരാണ്? ബിഗ് എൻഡ് ക്യാപ്പ്. ഇനി ആര് ഇവിടെ നിന്ന് ഈ ആക്സിസിൽ ബോൾട്ട് ഇടും, ഈ ആക്സിസിൽ ബോൾട്ട് ഇടും. ബോൾട്ട് മാത്രം ഇട്ടാൽ നട്ട് ഇടത്തില്ല. കാര്യം എന്താണ്? ഇതിനകത്ത് ഈ താഴത്തെ ഇവിടെ ത്രെഡ് ഉണ്ടായിരിക്കും, ഇവിടെ ത്രെഡ് ഉണ്ട്. സോ നമ്മൾ ബോൾട്ട് ഇട്ട് ടൈറ്റ് ചെയ്യുമ്പോൾ ഈ ത്രെഡിൽ അത് ഗ്രിപ്പ് ചെയ്തോളും. നമുക്ക് അല്ലാണ്ട് താഴെ നട്ട് ഇട്ട് കൊടുക്കണ്ട, ബോൾട്ട് മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഇതാണ് ബേസിക്കലി കണക്റ്റിംഗ് റോഡ്. ഓക്കെ, ഇത് എല്ലാവരും ഫിസിക്കലി കാണുന്നത് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് ഇങ്ങനത്തെ ഫിഗറാണ്. ആക്ച്വലി ഇത് വർക്ക് ചെയ്യുന്നത് തലതിരിച്ചാണ്, ഇൻവെർട്ടറാണ്. ലോഡ് വരുന്നത് എവിടെയാണ്? ഇവിടെയാണ്. ഇവിടെ നിന്ന് അങ്ങോട്ടാണ് ലോഡ് കൊടുക്കുന്നത്, അല്ലേ? അപ്പോൾ അറിയാമല്ലോ. ഇനി വാട്ട് ഈസ് ബക്ലിംഗ്? ഞാൻ പറഞ്ഞു ബക്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് കംപ്രസീവ് ലോഡ് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റാത്തപ്പോൾ അത് എടുക്കുന്ന ഒരു ഷേപ്പ് ചേഞ്ച് അല്ല, ഓറിയന്റേഷൻ ചേഞ്ച് ആണ് ബക്ലിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നോക്കേ, ഇതിപ്പോൾ നോർമലി ഇരിക്കുവാണ്. ഇവിടെ ഞാനൊരു ലോഡ് കൊടുത്തു. ഈ ബോഡിക്ക് താങ്ങാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ ലോഡ് കൊടുത്തു. ലോഡ് കൊടുത്താൽ അതെന്ത് ചെയ്യും? ബക്ലാവും. ബക്ലിംഗ് എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ ആവുന്നതാണ് ബക്ലിംഗ് എന്ന് വിളിക്കുന്നത്. കണ്ടോ? വളഞ്ഞുപോയി. കണ്ടോ? വളഞ്ഞുപോയി. എവിടെയാണ് ബക്ലിംഗ് സംഭവിക്കുന്നത്? ഈ ഏരിയയിലാണ് ബക്ലിംഗ് സംഭവിക്കുന്നത്. അതായത് ഇതാണ് നിങ്ങളുടെ കണക്റ്റിംഗ് റോഡ് എങ്കിൽ ഈ കണക്റ്റിംഗ് റോഡിന് താങ്ങാവുന്നതിനേക്കാൾ കൂടുതൽ ലോഡ് നമ്മൾ കൊടുത്താൽ അത് ഇവിടെ ബക്ലി. മനസ്സിലായോ? ഇവിടെ നിന്ന് വളഞ്ഞു പോകും. മനസ്സിലായോ? ആയി കഴിഞ്ഞാൽ പിന്നെ എഞ്ചിൻ കംപ്ലീറ്റ് നിൽക്കും, പിന്നെ ഒരു വർക്ക് ആവത്തില്ല. ഫുൾ എഞ്ചിൻ ഡിസസംബിൾ ചെയ്ത് പുതിയ കണക്റ്റിംഗ് റോഡ്, ചിലപ്പോൾ ഇതിന്റെ പാർട്ടായിട്ട് പിസ്റ്റണും സിലിണ്ടറും ഒക്കെ പോകും. അങ്ങനെയാണെങ്കിൽ പുതിയ സിലിണ്ടർ കിറ്റ് മാറുമെന്ന് കേട്ടിട്ടില്ലേ? സിലിണ്ടർ കിറ്റ് മാറുക, ആ പ്രോസസ്സ് ചെയ്ത് പുതിയ കണക്റ്റിംഗ് റോഡ് ഇടേണ്ടി വരും. ഓക്കെ, സോ ദിസ് ഈസ് ബക്ലിംഗ്. കണ്ടല്ലോ, ദിസ് ഈസ് കാൾഡ് ആസ് ബക്ലിംഗ് എന്ന് പറയുന്നത്. അതായത് ഏതൊരു ബോഡി ആയിക്കോട്ടെ, ഒന്നും വേണ്ട, നിങ്ങൾ ഒരു ഈർക്കിൽ കയ്യിലെടുത്ത് എന്നിട്ട് 2 വശത്തും അകത്തോട്ട് ലോഡ് കൊടുത്താൽ ഈർക്കിൽ നടുക്കുന്ന വളഞ്ഞു പോകത്തില്ലേ? അത്രേ ഉള്ളൂ. അതാണ് ബക്ലിംഗ്. അല്ലെങ്കിൽ ഒരു സ്റ്റീൽ സ്കെയിൽ എടുത്ത് 2 വശത്തുനിന്നും അകത്തോട്ട് പ്രസ് ചെയ്താൽ സ്കെയിൽ വളഞ്ഞു പോയി കണക്കത്തോടെ ഷേപ്പിൽ വരും. ദാറ്റ് ഈസ് ബക്ലിംഗ്. ആ ബോഡിക്ക് അത് കംപ്രസ് ചെയ്യാനുള്ള എബിലിറ്റി ഇല്ല. ഓക്കെ, അതേസമയം നിങ്ങൾ ഒരു തടി പീസ് എടുത്തിട്ട് 2 വശത്ത് ലോഡ് കൊടുത്താൽ നിങ്ങളുടെ ലോഡിലൊന്നും അത് ബക്ലാവത്തില്ല. അത് ബക്ലാവും. ഹെവി ലോഡ് കൊടുത്താൽ അത് ബക്ലാവും. പക്ഷെ നിങ്ങളൊരു സ്റ്റീൽ എടുത്ത് പ്രസ് ചെയ്തപ്പോൾ അത് ബക്ലായി. എന്തുകൊണ്ടാണ് തടി ബക്ലാവായിരുന്നത്? മെറ്റീരിയൽ പ്രോപ്പർട്ടി അല്ല, ക്രോസ് സെക്ഷൻ. അതിന്റെ ക്രോസ് സെക്ഷൻ ആണ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഞാൻ ഇതൊരു കോമ്പാണ്. ഓക്കെ, ഞാൻ 2 വശത്ത് ലോഡ് കൊടുക്കുവാണ്. കണ്ടോ? അത് കണ്ടോ? ഈ വളയുന്നതിനെയാണ് ബക്ലിംഗ് എന്ന് വിളിക്കുന്നത്. നടുക്കുന്ന വളയുന്നത് നിങ്ങൾക്ക് കാണാമല്ലോ, എല്ലാവർക്കും കാണാമല്ലോ. ഈ കോമ്പ് ബക്ലാവുകയാണ്, നടുക്കുന്ന ബെൻഡായിരിക്കുവാണ്. കാര്യം എന്താണ്? അതിന് കംപ്രസ് ചെയ്യാൻ പറ്റില്ല. ഈ മെറ്റീരിയലിന് കംപ്രസ് ചെയ്യാൻ പറ്റത്തില്ല.
സോ അതുകൊണ്ട് ഞാൻ ഒരു ലോഡ് രണ്ട് വശത്തും ഇതിന് താങ്ങാവുന്നതിനേക്കാൾ കൂടുതൽ ലോഡ് കൊടുത്തപ്പോൾ അത് ബക്കിളായി. ഓക്കെ, മാറ്റിയിട്ട് ഞാൻ ഇതാ ഇപ്പോൾ ഈ ഡസ്റ്റർ എടുത്തു. വേണ്ട, ഞാൻ ഈ മാർക്കർ എടുത്തു. ഞാൻ ഈ മാർക്കറിനും അതുപോലെ നല്ല രണ്ട് വശത്തും ലോഡ് കൊടുത്തു. പക്ഷെ അത് ബക്കിളാവുന്നില്ല. കാര്യം ഞാൻ കൊടുക്കുന്ന ലോഡ് ഇൻസഫിഷ്യൻ്റ് ആണ്. കുറച്ചുകൂടെ ഹെവി ലോഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇതും ബക്കിൾ ചെയ്യും. ഓക്കെ, എല്ലാ മെറ്റീരിയലും ബക്കിൾ ചെയ്യത്തില്ല, പക്ഷേ മോസ്റ്റ് ഓഫ് ദ മെറ്റീരിയൽസ് ബക്കിൾ ചെയ്യും. അതുപോലെ ബക്കിൾ ചെയ്യുന്ന ഒരു എലമെന്റ് ആണ് കണക്റ്റിംഗ് റോഡ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മുടെ ലെയിം എന്താണ്? ബക്ലിംഗ് സംഭവിക്കരുത്, ബക്ലിംഗ് ഒഴിവാക്കണം. ബക്ലിംഗ് ഒഴിവാക്കുന്ന ഡിസൈനാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിന് കണക്റ്റിംഗ് റോഡിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ക്രോസ് സെക്ഷൻ സെലക്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ കണക്റ്റിംഗ് റോഡിനെ കട്ട് ചെയ്യുമ്പോൾ എന്തോ കാണാം, മോസ്റ്റ് ഓഫ് സാധനങ്ങൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലത്തെ സാധനം ഇതിങ്ങനത്തെ ഒരു എലമെന്റ് ഉണ്ടാ നോക്കി, ഇവിടെ ഒരു വിഡ്ത്ത് ഉണ്ട്, ഇവിടെ ഒരു വിഡ്ത്ത് ഉണ്ട്. കട്ട് ചെയ്ത് എന്ത് ഷേപ്പ് ഇരിക്കും? റെക്റ്റാങ്കിൾ അല്ലേ? പക്ഷേ ഇവിടെ കണക്റ്റിംഗ് റോഡ് എല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഐ സെക്ഷനിലാണ്. ഓക്കെ, നിങ്ങൾക്ക് കണക്റ്റിംഗ് റോഡിന് അകത്ത് നോക്കി കാണാം, ഒരു സ്ലോട്ട് കണക്കൊരു സാധനമുണ്ട്. കണ്ടോ? ഇറ്റ്സ് ലൈക്ക് എ സ്ലോട്ട്, ഇറ്റ് ലുക്സ് ലൈക്ക് എ സ്ലോട്ട്. കാണാമോ? ഇനി തിരിച്ചെടുത്തു കഴിഞ്ഞാൽ ഇവിടെയും കാണാം ഒരു സ്ലോട്ട്. ഓക്കെ, അതായത് ഒരു റെക്റ്റാങ്കിൾ എടുത്തിട്ട് അതിൻ്റെ ഇവിടെ നിന്നും കുറേ ഏരിയ റിമൂവ് ചെയ്ത് കളഞ്ഞ് അപ്പൊ എന്തുവായി? ദിസ് ഈസ് കോൾഡ് ആസ് ഐ സെക്ഷൻ. അതായത് നോക്കിയാൽ കാണാം, ഇവിടെ ഒരു കുഴി പോലെയാണ്, അപ്പർ സൈഡിലും ഒരു കുഴി പോലെയാണ്. ആ കുഴികളാണ് ഇത് രണ്ടും. ഓക്കെ, ആക്ച്വലി ദിസ് ഈസ് റെക്റ്റാങ്കിൾ വിത്ത് ഐ സെക്ഷൻ. ഓക്കെ, അപ്പോൾ ഐ ആണ് കണക്റ്റിംഗ് റോഡിന് ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ക്രോസ് സെക്ഷൻ. ഐ എന്ന് ഇതിനെ എച്ച് സെക്ഷൻ എന്ന് വിളിക്കും. യൂറോപ്യൻ സ്റ്റാൻഡേർഡിലൊക്കെ എച്ച് സെക്ഷൻ ആണ് സ്പെസിഫൈ ചെയ്യുന്നത്. യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ എച്ച് സെക്ഷൻ എന്ന് ചിലയിടത്ത് മെൻഷൻ ചെയ്യുന്നുണ്ട്. എച്ച് എന്നോ ഐ എന്നോ വിളിക്കാം. നമ്മൾ ഐ എന്നാണ് ഫോളോ ചെയ്യുന്നത്. നമ്മുടെ ഡേറ്റാ ബുക്കുകളിലെല്ലാം ഐ ആണ്, ടെക്സ്റ്റ് ബുക്കുകളിലൊക്കെ ഐ ആണ്. നമ്മൾ ഐ സെക്ഷനെ ഫോളോ ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ കണക്റ്റിംഗ് റോഡിന്റെ ക്രോസ് സെക്ഷൻ എന്താണ്? ഐ ആണ്. ഐ തന്നെ വേണമെന്നൊന്നുമില്ല. ലോ സ്പീഡ് എഞ്ചിൻസിലെല്ലാം കണക്റ്റിംഗ് റോഡ് ഉപയോഗിക്കുന്നത് റൗണ്ട് സെക്ഷനിലാണ്. ചെറിയ സ്പീഡ് വർക്ക് ചെയ്യുന്നത് ജനറേറ്ററുകളൊക്കെ ഇല്ലേ, കറണ്ട് പോകുമ്പോൾ ഡീസലിലൊക്കെ വർക്ക് ചെയ്യുന്ന ജനറേറ്ററുകളിൽ അവിടെയൊക്കെ നമുക്ക് കുറച്ച് പവർ മതി. അവിടെയൊക്കെ യൂസ് ചെയ്യുന്നത് ഇതുപോലത്തെ സെക്ഷനാണ്. എന്ന് വെച്ചാൽ ഏത് സെക്ഷൻ? റൗണ്ട് സെക്ഷൻ, അതായത് സർക്കുലർ ക്രോസ് സെക്ഷൻ ആണ് ലോ സ്പീഡ് എഞ്ചിനുകളിൽ യൂസ് ചെയ്യുന്നത്. ഹൈ സ്പീഡ് എഞ്ചിനുകളിൽ യൂസ് ചെയ്യുന്നത് ഐ സെക്ഷൻ. ഓക്കെ, എന്തിനാണ് ഐ സെക്ഷൻ ചൂസ് ചെയ്യുന്നത്? സോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏത് പ്രോബ്ലം ചെയ്താലും ഈ ഒരു ഡെറിവേഷൻ എഴുതിയിട്ട് വേണം സ്റ്റാർട്ട് ചെയ്യാൻ. അതാണ് മറ്റു പ്രോബ്ലങ്ങളിൽ നിന്ന് കണക്റ്റിംഗ് റോഡിന്റെ പ്രോബ്ലത്തിനുള്ള പ്രത്യേകത എന്ന് പറയുന്നത്. ഏത് പ്രോബ്ലം സോൾവ് ചെയ്താലും കണക്റ്റിംഗ് റോഡിന്റെ ക്രോസ് സെക്ഷൻ നിങ്ങൾ ഏത് ചൂസ് ചെയ്തു? ഐ ചൂസ് ചെയ്തു. എന്തുകൊണ്ട് ഐ ചൂസ് ചെയ്തു? അതിന്റെ പ്രൂഫ് എല്ലാ പ്രോബ്ലത്തിലും എഴുതണം. അതിന് സ്പെസിഫിക് മാർക്കുണ്ട്. 3 മുതൽ 4 മാർക്ക് വരെ ആ ഒരു ഡെറിവേഷൻ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ആ ഡെറിവേഷൻ എഴുതിയിട്ട് വേണം പ്രോബ്ലത്തിലേക്ക് പോകാൻ. ഓക്കെ, ആൻസർ കീയിൽ പ്രത്യേകം മാർക്ക് പറയുന്നതെന്നാണ് ക്രോസ് സെക്ഷൻ ഓഫ് കണക്റ്റിംഗ് റോഡ്. നിങ്ങൾക്ക് ചൂസ് ചെയ്യാം, ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഓക്കെ, ഐ ആണ് ഏറ്റവും സൂട്ടബിൾ ക്രോസ് സെക്ഷൻ. അപ്പോൾ നിങ്ങൾക്ക് എന്തുകൊണ്ടായി, എന്തിനാ ഐ സെക്ഷൻ ചൂസ് ചെയ്യുന്നത് അല്ലേ? എന്തിനാ ഐ സെക്ഷൻ എന്തിനാണ് ചൂസ് ചെയ്യുന്നത്? നമുക്ക് കണക്റ്റിംഗ് റോഡ് എടുത്തു കഴിഞ്ഞാൽ കണക്റ്റിംഗ് റോഡിനെ 2 ആക്സിസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഇത് എക്സ് ആക്സിസ്, അപ്പോൾ ഇതായിരിക്കും വൈ ആക്സിസ് അല്ലേ? ഇത് എക്സ് ആക്സിസ്, ഇത് വൈ ആക്സിസ്. കണക്റ്റിംഗ് റോഡിന്റെ ക്രോസ് സെക്ഷൻ ആണ് ഐ എന്നറിയാമല്ലോ. ഇനി ഈ കണക്റ്റിംഗ് റോഡ് നോക്കി, കണക്റ്റിംഗ് റോഡ് അല്ല വേണ്ടത്, ഈ കണക്റ്റിംഗ് റോഡ് നോക്കി. ഓക്കെ, ഈ കണക്റ്റിംഗ് റോഡ് നമുക്കറിയാം പിസ്റ്റൺ മുകളിലോട്ട് താഴോട്ടാണ് വർക്ക് ചെയ്യുന്നത് അല്ലേ? പിസ്റ്റൺ ഇങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ ഇവൻ എങ്ങനെ വർക്ക് ചെയ്യുന്നത്? ഇവൻ ഈ പ്ലെയിൻ, അതായത് ഈ പ്ലെയിൻ ഉണ്ടല്ലോ, ഈ പ്ലെയിൻ അതായത് ഈ ബോഡി ഇരിക്കുന്ന പ്ലെയിൻ. ഓക്കെ, അത് നോക്കി, ഈ ബോഡി ഇരിക്കുന്ന പ്ലെയിനിൽ പിസ്റ്റൺ മുകളിലോട്ടും താഴോട്ടും വരുമ്പോൾ ഇവൻ ഇങ്ങനെ ട്രാൻസ്ലേറ്ററി മോഷനിൽ വർക്ക് ചെയ്യും. കണ്ടോ? ഇങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ട്രാൻസ്ലേറ്ററി മോഷൻ. ദിസ് ഈസ് കോൾഡ് ആസ് ട്രാൻസ്ലേറ്ററി മോഷൻ. ആ ട്രാൻസ്ലേറ്ററി മോഷൻ കാരണം ക്രാങ്കിനൊരു റോട്ടറി മോഷൻ കിട്ടും. ഓക്കെ, നമ്മുടെ ക്വിക്ക് റിട്ടേൺ മെക്കാനിസം ഒക്കെ വർക്ക് ചെയ്യുന്നത് ഇതുപോലെ ട്രാൻസ്ലേറ്ററി മോഷനിലാണ്. കണ്ടല്ലോ? അപ്പോൾ ഇവന്റെ മോഷൻ എങ്ങനെയാണ്? ഇത് ഇങ്ങനെ മാത്രം. കണ്ടോ? അത് ഏത് പ്ലെയിനിൽ? ഈ പ്ലെയിനിൽ. കണ്ടോ? ഈ പ്ലെയിനിൽ. മനസ്സിലായോ? ഈ പ്ലെയിനിൽ ആണ് ക്രാങ്ക് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇത് ഈ ക്രാങ്ക് എടുത്തു കഴിഞ്ഞാൽ ക്രാങ്ക് ഇങ്ങനെയാണ് നമ്മൾ ഫിറ്റ് ചെയ്യുന്നത് എഞ്ചിനകത്ത്. അപ്പോൾ ഇവന്റെ ഈ പ്ലെയിനിലാണ് മോഷൻ നടക്കുന്നതും ഫോഴ്സുകളെല്ലാം വരുന്നതും ഈ പ്ലെയിനിലാണ്. ഓക്കെ, ആ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ ഏതാണ്? ഈ ഐ സെക്ഷൻ കിട്ടണമെങ്കിൽ എങ്ങനെ കട്ട് ചെയ്യണം? കണ്ടോ? സ്ലോട്ട് ഇവിടെയാണ്. അപ്പോൾ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്യുമ്പോഴാണ് ഐ സെക്ഷൻ കിട്ടുന്നത് അല്ലേ? പക്ഷെ ലോഡുകളെല്ലാം ആക്ട് ചെയ്യുന്നത് ഈ പ്ലെയിൻ. കണ്ടോ? ആ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ ഏതാണ്? വൈ ആക്സിസ്. കാണാമോ? നമുക്ക് ഇങ്ങനെയാണ് ലോഡ് ആക്ട് ചെയ്യുന്നത് അല്ലേ? പിസ്റ്റൺ മുകളിലോട്ടും താഴോട്ടും ആക്ട് ചെയ്യുമ്പോൾ കണക്റ്റിംഗ് റോഡ് ഇങ്ങനെ നമ്മുടെ ക്ലോക്കിന്റെ പെൻഡുലം വർക്ക് ചെയ്യുന്നത് ഇങ്ങനെ ലെഫ്റ്റ് ടു റൈറ്റ് അല്ലേ? അല്ലാണ്ട് മുമ്പോട്ടും പുറകിലോട്ടും വരുമോ? ഇല്ല. ക്ലോക്കിന്റെ പെൻഡുലം വർക്ക് ചെയ്യുന്നത് പോലെ തന്നെ ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടുമാണ് കണക്റ്റിംഗ് റോഡ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ പ്ലെയിനിലാണ് നമ്മുടെ ലോഡ് മുഴുവൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇനി കട്ട് ചെയ്യാം. ഐ സെക്ഷൻ എടുക്കണ്ടേ? ഐ സെക്ഷൻ എടുക്കാനായിട്ട് ഇത് ഇങ്ങനെ പിടിക്കണം. കണ്ടോ? ഇവിടെയല്ലേ സ്ലോട്ട്, ഇവിടെയും സ്ലോട്ട് ഉണ്ട്. സോ ഐ സെക്ഷൻ എടുക്കാനായിട്ട് ഇങ്ങനെ എടുത്തിട്ട് കട്ട് ചെയ്തു. അപ്പോൾ ഈ ഐ കിട്ടി.
കണ്ടോ? ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഐ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മുടെ ലോഡുകളെല്ലാം ആക്ട് ചെയ്യുന്ന ഏത് പ്ലെയിനിലാണ്? ഈ പ്ലെയിനിൽ അല്ലേ? ഈ പ്ലെയിൻ. ആ പ്ലെയിൻ ഏതാണ്? വൈ വൈ പ്ലെയിൻ അല്ലേ? അതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള പ്ലെയിൻ ഏതാണ്? എക്സ് എക്സ്. ഇങ്ങനെ കട്ട് ചെയ്യാം. കണ്ടോ? ഞാൻ ഇങ്ങനെയും കട്ട് ചെയ്തു. എക്സ് എക്സ്. കണ്ടോ? ഓക്കെ, നിങ്ങൾക്ക് ഈ ഫിഗറിന് സെയിം ആയിട്ടാണ് ഞാൻ ഈ ബോഡി വെച്ചിരിക്കുന്നത്. സിമെട്രിക് ആയിട്ടാണ് ഈ ബോഡി വെച്ചിരിക്കുന്നത്. അതായത് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഇപ്പോൾ ഞാൻ ഒരു കട്ടർ എടുത്ത് ഇത്രയും ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ ഐ സെക്ഷൻ കാണാൻ പറ്റും. നിങ്ങൾക്ക് ഇപ്പോൾ ക്രോസ് സെക്ഷൻ ഒരു ഐ കാണാൻ പറ്റും. ഓക്കെ, ഇവിടെ ഉള്ള പോലെ ഒരു ഐ ഇവിടെ കാണാൻ പറ്റും. ആ ഐയുടെ ഇങ്ങനെയാണ് ലോഡുകൾ ആക്ട് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞു നേരത്തെ. അപ്പോൾ ഏത് പ്ലെയിനിലാണ് ലോഡുകൾ ആക്ട് ചെയ്യുന്നത്? വൈ വൈ പ്ലെയിനിലാണ് ലോഡുകളെല്ലാം ആക്ട് ചെയ്യുന്നത്. എക്സ് എക്സ് പ്ലെയിനിൽ ഇറ്റ്സ് ഫ്രീലി ഹിഞ്ച്ഡ്. ഓക്കെ, അപ്പോൾ എക്സ് എക്സ് പ്ലെയിനിൽ നമ്മുടെ കണക്റ്റിംഗ് റോഡ് ഫ്രീലി ഹിഞ്ച്ഡ് ആണ്. വൈ വൈ പ്ലെയിനിലാണ് ലോഡുകളെല്ലാം ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഏത് പ്ലെയിനാണ് സ്ട്രോങ്ങർ ആയിട്ടിരിക്കേണ്ടത്? ഏത് പ്ലെയിനിലാണ് സ്ട്രോങ്ങർ ആയിട്ടിരിക്കേണ്ടത്? വൈ വൈ പ്ലെയിനിൽ അത് സ്ട്രോങ്ങർ ആയിരിക്കണം, മൊമെന്റ് ഓഫ് ഇനേർഷ്യ കുറവായിരിക്കണം. എക്സ് എക്സ് പ്ലെയിനിൽ അത് അത്ര സ്ട്രെങ്ത് വേണ്ട, മൊമെന്റ് ഓഫ് ഇനേർഷ്യ കൂടിയാലും കുഴപ്പമില്ല. സോ അങ്ങനത്തെ ഒരു ഡിസൈനാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ ഓരോ ബോഡി എടുത്ത് നോക്കുക, ഏത് ക്രോസ് സെക്ഷനാണ് ഏറ്റവും സൂട്ടബിൾ എന്ന് നോക്കുക. ഓക്കെ, സപ്പോസ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി മാത്രം ഇത് നിങ്ങൾ അണ്ടർസ്റ്റാൻഡിങ് കൂട്ടുക എന്നുള്ളതാണ് എൻ്റെ എയിം. ഞാൻ അതിനനുസരിച്ചാണ് ഇങ്ങനെ പറയുന്നത്. എനിക്ക് ചുമ്മാ ഐ ആണ് ഉപയോഗിക്കുന്നത്. സോ ഐ അങ്ങ് പഠിച്ചാൽ മതി, അതിൻ്റെ ഡെറിവേഷൻ പറഞ്ഞു തന്നാൽ മതി. പക്ഷേ എന്തുകൊണ്ട് ഐ ചൂസ് ചെയ്തെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഐ ചൂസ് ചെയ്യാൻ കാരണം അതിനൊരു കണ്ടീഷൻ ഉണ്ട്. ഐ എക്സ് എക്സ് ഇസ് ഈക്വൽ ടു 4 times ഐ വൈ വൈ എന്നാണ്. കാരണം ഞാൻ പറഞ്ഞു, ഐ സെക്ഷൻ എടുത്താൽ ഇതാണ് നിങ്ങളുടെ ഐ സെക്ഷൻ എന്ന് വെക്കുക. ഓക്കെ, സോ ദിസ് ഈസ് യുവർ ഐ സെക്ഷൻ. ഇതാണ് നിങ്ങളുടെ ഐ സെക്ഷൻ എങ്കിൽ ഇതാണ് നിങ്ങളുടെ ഐ സെക്ഷൻ എങ്കിൽ ഇതാണ് കറക്റ്റ് ഐ. ഇവിടുത്തെ തിക്നെസ്സും സ്മോൾ ടി, ഇവിടുത്തെ തിക്നെസ്സും സെയിം ആയിരിക്കണം എന്നാണ്. ഓക്കെ, ഇതാണ് നിങ്ങളുടെ ഐ സെക്ഷൻ എങ്കിൽ ഇതേത് ആക്സിസ് എന്ന് ഞാൻ പറഞ്ഞു? വൈ വൈ. ഇതേത് ആക്സിസ് എന്ന് ഞാൻ പറഞ്ഞു? എക്സ് എക്സ്. സോ എക്സ് എക്സ് ആക്സിസും ഉണ്ട്, വൈ വൈ ആക്സിസും ഉണ്ട്. വൈ വൈ ആക്സിസിലാണ് ലോഡുകളെല്ലാം വിത്ത്സ്റ്റാൻഡ് ചെയ്യുന്നതെന്ന് ലോഡ് ആക്ട് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞു. മോഷനും വൈ വൈ പ്ലെയിനിലാണ്. എക്സ് എക്സ് ആക്സിൽ ഇറ്റ്സ് ഫ്രീലി ഹിഞ്ച്ഡ്. ആ പ്ലെയിനിൽ അവർക്ക് മോഷൻ ഒന്നുമില്ല, ലോഡുകളും ഒന്നുമില്ല. സോ എക്സ് എക്സ് ആക്സിസിൽ ഉണ്ടാകുന്നതിൻ്റെ 4 times എങ്കിലും ആയിരിക്കണം മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓൺ വൈ ആക്സിസ്. ഇതിന്റെ എയിം എന്ന് പറഞ്ഞാൽ വൈ വൈ പ്ലെയിനിൽ മൊമെന്റ് ഓഫ് ഇനേർഷ്യ കുറവായിരിക്കണം, എക്സ് എക്സ് പ്ലെയിനിൽ മൊമെന്റ് ഓഫ് ഇനേർഷ്യ കൂടുതൽ. ആ രീതിയിലാണ് നമ്മൾ ഡിസൈൻ ചെയ്യുക. എന്തിനാ എങ്ങനെ ഡിസൈൻ ചെയ്യുന്നത്? മെറ്റീരിയൽ സേവ് ചെയ്യുക. അതും ഇതിന്റെ ഒരു ഇമ്പോർട്ടൻസ് ആണ്. എത്രത്തോളം ഭാരം കുറയ്ക്കാൻ കഴിയുമോ അത്രത്തോളം നമുക്ക് എഫിഷ്യൻസി കൂടും. ഒരു ഹെവി ഒരു സാധനം ഉണ്ടാക്കി കണക്റ്റിംഗ് റോഡായിട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും പൊട്ടത്തില്ല, അത് വെച്ചാൽ മതി. ഒരിക്കലും പൊട്ടത്തില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതിന് വെയിറ്റ് കൂടി പോയി കഴിഞ്ഞാൽ നമുക്ക് പവർ ലോസ് സിവിയർ ആയിരിക്കും. സോ നമുക്ക് ഏറ്റവും ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള സാധനം വേണം നമ്മൾ യൂസ് ചെയ്യാൻ. അതായത് നമുക്ക് വെയിറ്റും കുറവായിരിക്കണം, അത് ഫീസിബിളും ആയിരിക്കണം, പക്ഷേ പവർ ലോസും ഉണ്ടാവരുത്. ഓക്കെ, അതിന് ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ള ക്രോസ് സെക്ഷൻ ഐ ക്രോസ് സെക്ഷനാണ്. എന്തുകൊണ്ടാണ് എടുത്തു ഞാൻ കാണിച്ചത്. അപ്പോൾ ഐ എക്സ് എക്സും കണ്ടുപിടിക്കുക, ഐ വൈ വൈയും കണ്ടുപിടിക്കുക. ഇറ്റ് ഷുഡ് ബി മാക്സിമം ക്ലോസ് ടു 4. കാരണം എന്താണ്? നിയർലി 4 times ആണ് ലോഡ് ആക്ട് ചെയ്യുന്നത്. എവിടെ? വൈ വൈ പ്ലെയിനിൽ. എക്സ് എക്സ് പ്ലെയിനിൽ ആക്ട് ചെയ്യുന്നതിൻ്റെ 4 ഇരട്ടി ലോഡ് വൈ വൈ പ്ലെയിനിൽ ആക്ട് ചെയ്യും. സോ വൈ വൈ പ്ലെയിനിൽ മൊമെന്റ് ഓഫ് ഇനേർഷ്യ കുറവായിരിക്കണം. അതുമാണ് കണ്ടോ, എക്സ് എക്സ് പ്ലെയിനിൽ 4 times ആയിരിക്കണം വൈ വൈ പ്ലെയിനിൽ മൊമെന്റ് ഓഫ് ഇനേർഷ്യ. ഇതിപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഐ വൈ വൈ ചെറുതും ഐ എക്സ് എക്സ് വലുതുമാണ്. കാരണം എന്തുകൊണ്ടാണ് വൈ ആക്സിസിൽ മൊമെന്റ് ഓഫ് ഇനേർഷ്യ കുറയണമെന്ന് പറയുന്നത്? അങ്ങനെ പറയാൻ കാരണം വൈ വൈ പ്ലെയിനിലാണ് ലോഡ് മുഴുവൻ ആക്ട് ചെയ്യുന്നത്. മൊമെന്റ് ഓഫ് ഇനേർഷ്യ കൂടിക്കഴിഞ്ഞാൽ ഇനേർഷ്യ കൂടും, ലോസ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ലോസ് കുറയ്ക്കാനാണ് വൈ വൈ പ്ലെയിനിൽ മൊമെന്റ് ഓഫ് ഇനേർഷ്യ കുറഞ്ഞ രീതിയിലുള്ള ഒരു ക്രോസ് സെക്ഷൻ തിരഞ്ഞെടുക്കണം. അത് ഏത് ക്രോസ് സെക്ഷൻ ആവാം. ഓക്കെ, അതിന് ഏറ്റവും സൂട്ടബിൾ ക്രോസ് സെക്ഷൻ ഐ ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഐ ക്രോസ് സെക്ഷൻ എടുത്തത്. അതായത് വൈ വൈ പ്ലെയിനിലാണ് ലോഡ് മുഴുവൻ ആക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് അവിടെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ കൂടിപ്പോവും. ആ മൊമെന്റ് ഓഫ് ഇനേർഷ്യ നമുക്ക് കുറയ്ക്കണം. അതുകൊണ്ടാണ് ഈ കണ്ടീഷനിൽ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു മൊമെന്റ് ഓഫ് ഇനേർഷ്യ ആക്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ക്രോസ് സെക്ഷൻ സെലക്ട് ചെയ്യുന്നത്. അതിന് ഏറ്റവും സൂട്ടബിൾ ഐ ആണ്. ഫോർ എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഞാനൊരു റെക്റ്റാങ്കിൾ ക്രോസ് സെക്ഷൻ എടുത്തു. സെയിം റെക്റ്റാങ്കിൾ ക്രോസ് സെക്ഷൻ. ഇതിന് ഞാൻ ബേസിക് ഡയമെൻഷൻസ് പറയാം. നമ്മുടെ സ്റ്റാൻഡേർഡ് ഡയമെൻഷൻസ് എന്ന് പറഞ്ഞാൽ ഇത് 4t, അതായത് ഇത് ടി ആണെങ്കിൽ ഇത് 4t. ഹൈറ്റ് എത്ര ആയിരിക്കണം? 5t. അപ്പോൾ ഈ ഹൈറ്റ് 5tയും ഈ വിഡ്ത്ത് 4tയും ഉള്ള ഒരു ഐ സെക്ഷൻ ആണ് നമ്മൾ ചൂസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇതും ടി, ഇതും സ്മോൾ ടി. ഓക്കെ, അപ്പോൾ ഈ സൈസിലുള്ള റെക്റ്റാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ ഇത് 5t, ഇത് 4tയും ആണ്. മനസ്സിലായോ? റെക്റ്റാങ്കിൾ എടുത്താൽ എന്ത് സംഭവിക്കുമെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഐ എക്സ് എക്സ്, ഇത് വൈ വൈ, ഇത് എക്സ് എക്സ് അല്ലേ? ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഐ എക്സ് എക്സ് കണ്ടുപിടിക്കാം. റെക്റ്റാങ്കിളിന്റെ ഐ എക്സ് എക്സിന്റെ ഇക്വേഷൻ എന്താണെന്ന് അറിയാമോ? ബി
ഡി ക്യൂബ് ബൈ 12 എന്നാണ്, അല്ലെങ്കിൽ ബി എച്ച് ക്യൂബ് ബൈ 12 എന്നാണ്. ബി എന്ന് പറഞ്ഞാൽ ബേസിന്റെ വിഡ്ത്ത്, ഡി എന്ന് പറഞ്ഞാൽ ഹൈറ്റ്. ഓക്കെ, അതായത് ബി ഇസ് ഈക്വൽ ടു എത്രയാണ്? 40യും എച്ച് ഇസ് ഈക്വൽ ടു എച്ച് അല്ല, എച്ച് അല്ലെങ്കിൽ ഡി എച്ച് എന്നോ, അല്ലെങ്കിൽ ഞാൻ ഇവിടെ എച്ച് എന്ന് എഴുതാം, ബി എച്ച് ക്യൂബ് ബൈ 12 എന്ന് എഴുതാം. എച്ച് എന്ന് പറഞ്ഞാൽ എത്ര? 5T ആണ്. അങ്ങനെയാണെങ്കിൽ ഐ എക്സ് എക്സ് ഇസ് ഈക്വൽ ടു ഇതാണ്. ഇനി ഐ വൈ വൈ എന്ന് പറഞ്ഞാൽ ഇതിന്റെ തിരിച്ചിട്ട് ഈ പ്ലെയിനിലുള്ള നോക്കി, ഈ പ്ലെയിനിൽ നോക്കി കഴിഞ്ഞാൽ ഐ വൈ വൈ ഇസ് ഈക്വൽ ടു വൈ പ്ലെയിൻ. ഈ പ്ലെയിൻ എടുത്താണ് ബേസ്. ഈ പ്ലെയിൻ വരുമ്പോൾ പാരലൽ ആയിട്ടുള്ള ബേസ് ഏതാണ്? 5T. അതായത് ബി എച്ച് ക്യൂബ് ബൈ 12 സ്റ്റാൻഡേർഡ് ഇക്വേഷൻ. അവിടെ വരുമ്പോൾ ബി എന്താവും? ഇതാണ് ബേസ്, കാരണം തിരിച്ചിട്ടേക്കല്ലേ വൈ പ്ലെയിൻ. എക്സ് പ്ലെയിനിലാണെങ്കിൽ ഇതാണ് ബേസ്, ഇത് ഹൈറ്റ്. ഇവിടെ വൈ പ്ലെയിനിൽ വരുമ്പോൾ ഇത് ബേസ്, അതായത് 5T ബേസ് ആവും, എച്ച് 4T ആവും. ഓക്കെ, ഇത് രണ്ടും കണ്ടുപിടിക്കുക. ഇത് രണ്ടും കണ്ടുപിടിച്ച് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിനെ യൂസ് ചെയ്യാം, റെക്ടാങ്കിളിനെ യൂസ് ചെയ്യാം. നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യുമോ ഇല്ലെന്ന് നോക്കാം. വൈ എക്സ് ഇസ് ഈക്വൽ ടു ബി എച്ച് ക്യൂബ്. ബി എന്തുകൊണ്ട് പറഞ്ഞാൽ ബി എന്ന് പറഞ്ഞാൽ 4T ഇൻറ്റു എച്ച് ക്യൂബ്. എച്ച് ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താണ്? 5T ദ ഹോൾ ക്യൂബ് ഡിവൈഡഡ് ബൈ 12 എന്ന് പറഞ്ഞാൽ എന്ത് വരും? 4 ഇൻറ്റു 5 ക്യൂബ് എത്രയാണ്? 125. 125 ഇൻറ്റു 4 എത്രയാണ്? 125 ഇൻറ്റു 4 എന്ന് പറഞ്ഞാൽ 500 എന്ന് വരും. 500T ഡിവൈഡഡ് ബൈ 12 എന്ന് വരും. മനസ്സിലായ? ഇതാണ് ഐ എക്സ് എക്സിന്റെ വാല്യൂ. ഇനി ഐ വൈ വൈയുടെ വാല്യൂ കണ്ടുപിടിക്കാം. ബി എത്ര? 5T. ബി എന്ന് പറഞ്ഞാൽ എന്താണ്? 5T ഇൻറ്റു എച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? 4T ദ ഹോൾ ക്യൂബ് ഡിവൈഡഡ് ബൈ 12. ഇത് ചെയ്യുമ്പോൾ എത്ര വരും? ഇത് ചെയ്യുമ്പോൾ 4 ക്യൂബ്, 4 സ്ക്വയർ എത്ര? 16 ഇൻറ്റു 4. 16 ഇൻറ്റു 4 എന്ന് പറയുമ്പോൾ 64. 64 ഇൻറ്റു 5. 64 ഇൻറ്റു 5 എത്ര? 320. 320T റൈസ് ടു 4 ഡിവൈഡഡ് ബൈ 12 എന്നും വരും. ഐ എക്സ് എക്സും കിട്ടി, ഐ വൈ വൈയും കിട്ടി. നമുക്ക് ഐ എക്സ് എക്സ് ഡിവൈഡ് ബൈ ഐ വൈ എത്ര? 4 അടുത്ത് വരണം. സോ ഐ എക്സ് എക്സ് ഡിവൈഡ് ബൈ ഐ വൈ വൈ ഇസ് ഈക്വൽ ടു ഐ എക്സ് എക്സിന് എത്ര? 500T ഡിവൈഡ് ബൈ 12 T റൈസ് ടു 4 ഡിവൈഡ് ബൈ 12 ഡിവൈഡ് ബൈ 320T റൈസ് ടു 4 ഡിവൈഡ് ബൈ 12 എന്ന് വരും. 12 12 ക്യാൻസൽ ആയി പോയി, T റൈസ് ടു 4 ക്യാൻസൽ. 500 ഡിവൈഡ് ബൈ 320 എന്ന് വരും. 500 ഡിവൈഡഡ് ബൈ 320 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 1.56 എന്ന് വരും. 1.56. ഇത് ശരിയാണോ എന്തോ? 4 ക്യൂബ് ഇൻറ്റു 5 320 കറക്റ്റാണ്. 1.56 എന്ന് വരും. അതായത് ഐ എക്സ് എക്സ് ഡിവൈഡ് ബൈ ഐ വൈ വൈ ഫോർ എ റെക്ടാങ്കിൾ ഓഫ് സെയിം ഡയമെൻഷൻ, ഇതേ ഹൈറ്റും ഇതേ വീതിയുമുള്ള ഒരു റെക്ടാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഐ എക്സ് എക്സ് ഡിവൈഡ് ബൈ ഐ വൈ വൈ 1.56 ഉള്ളൂ. എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് പ്ലെയിനിലും വൈ പ്ലെയിനിലും ഒരേപോലെ ഹൈ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ആക്ട് ചെയ്യും. അത് ഡിസൈറബിൾ അല്ല. നമുക്ക് എക്സ്പ്ലെയിനിൽ ഫോഴ്സുകളൊന്നുമില്ല, ഫ്രീലി ഹിഞ്ച്ഡ് ആണ്. അപ്പൊ പിന്നെ വെറുതെ അവിടെ ഈ ഡിസൈൻ കാരണം എന്ത് ചെയ്യും? അവിടെ വെറുതെ കുറെ ഏരിയ വെറുതെ എടുക്കും. മനസ്സിലായ? അതായത് ഇത് എക്സ്പ്ലെയിനിലും വൈ പ്ലെയിനിലും സ്ട്രോങ് ആണ്. ഇതുണ്ടാവും എക്സ്പ്ലെയിനിൽ 500 ഉണ്ട്, വൈ പ്ലെയിനിൽ 420 320 ഉണ്ട്. രണ്ട് പ്ലെയിനിലും അത്യാവശ്യം നല്ല ഇതുണ്ട്. അപ്പൊ ഇത് വിത്ത്സ്റ്റാൻഡ് ചെയ്യും. പക്ഷേ വൈ പ്ലെയിനിൽ അനാവശ്യമായി കുറെ സേഫ്റ്റി വെറുതെ കിടപ്പുണ്ട്. അതിന്റെ ആവശ്യമില്ല നമുക്ക്. മനസ്സിലായ? അതായത് ഇത് സേഫ് ആണ്, പക്ഷേ ഇത് മെറ്റീരിയൽ ലോസ് ഒരുപാട് വരും. അത് ഒഴിവാക്കാൻ എന്ത് ചെയ്യണം? നമുക്ക് ഇതിന് കുറെ മെറ്റീരിയൽ എടുത്ത് കളയാം. ഇത്രയും ഭാഗം ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു, ഇത്രയും ഭാഗം ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു, ഇത്രയും ഭാഗം ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു. അപ്പൊ ഇതൊരു ഐ സെക്ഷൻ ആയില്ലേ? ഐ സെക്ഷൻ ആയില്ലേ? കാരണം നമുക്ക് എക്സ് എക്സ് ആക്സിസിൽ ഇത്രയും സ്ട്രെങ്ത് വേണ്ട, ഇനേർഷ്യ അവിടെ കൂട്ടിയിട്ട് മറ്റടുത്ത് കുറച്ചിരിക്കണം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ഒരു ഐ സെക്ഷൻ യൂസ് ചെയ്യാം. അപ്പൊ നമുക്ക് സെയിം ക്രോസ് സെക്ഷനുള്ള ഐ സെക്ഷന്റെ റിസൾട്ട് എന്തായിരിക്കും നോക്കാം. അപ്പോൾ റെക്ടാങ്കിളിന് ഐ എക്സ് എക്സ് ബൈ ഐ വൈ ബൈ 1.56 ആണ് വന്നത്. മനസ്സിലായോ? നമുക്ക് ഡിസൈറബിൾ കണ്ടീഷൻ നിയർലി 4 ടൈംസ് വരണമെന്നാണ്. നമുക്കത് വരുമോ എന്ന് നോക്കാം. നമുക്കിനി ഐ സെക്ഷൻ എടുക്കാം. ഇനി ഒരു കാര്യം, റെക്ടാങ്കിളിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഐ ഇസ് ഈക്വൽ ടു ബി എച്ച് ക്യൂബ് ബൈ 12 എന്ന് ഞാൻ പറഞ്ഞു. അത് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്ത ആൾക്കാരുണ്ടോ? കാരണം ഇത് നിങ്ങൾ ഫസ്റ്റ് ഇയർ മെക്കാനിക്സിലും മോസിലും ഒക്കെ പഠിച്ചിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. എല്ലാം പഠിച്ചിട്ട് വന്ന് ഐയുടെ ഇസഡിന്റെ വാല്യൂ എത്ര, ഐയുടെ വാല്യൂ ഇത്രയൊക്കെ പഠിച്ചിട്ടാണ് വരുന്നത്. നിങ്ങൾക്ക് ഇതിനി അറിഞ്ഞുകൂടാ എന്നുണ്ടെങ്കിൽ ഡേറ്റ ബുക്കിനകത്ത് നമുക്ക് അത് കണ്ടുപിടിക്കാൻ വഴിയുണ്ട്. നമ്മൾ മുമ്പ് ഉപയോഗിച്ചിട്ടുള്ളത് തന്നെ. പേജ് നമ്പർ 12 എടുക്കുക. പേജ് നമ്പർ 12 എടുത്തേ. എല്ലാവരും പേജ് നമ്പർ 12 എടുത്തേ. പേജ് നമ്പർ 12. പേജ് നമ്പർ 12 എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. പേജ് നമ്പർ 12-നകത്ത് പ്രോപ്പർട്ടീസ് ഓഫ് വേരിയസ് ക്രോസ് സെക്ഷൻസ് കണ്ടോ? നമ്മൾ DME-I യൂസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ DME-Iലും DME-II ബ്രേക്ക് ഒക്കെ ഡിസൈൻ ചെയ്യാൻ യൂസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നോക്കി, ഇവിടെ റെക്ടാങ്കിൾ ആണെങ്കിൽ ഞാൻ ഉപയോഗിച്ച ഇക്വേഷൻ കണ്ടോ? BH ക്യൂബ് ബൈ 12 കണ്ടോ? റെക്ടാങ്കിൾ ഫോർ എ റെക്ടാങ്കിൾ BH ക്യൂബ് ബൈ 12. നമുക്ക് വേണ്ടത് ആരെയാണ്? ഐ സെക്ഷനെയാണ്. റെക്ടാങ്കിൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി എഴുതിയെന്നേ ഉള്ളൂ. പരീക്ഷയ്ക്ക് നിങ്ങൾ അതൊന്നും എഴുതണ്ട. നിങ്ങൾ ഐ സെക്ഷന്റെ ഡെറിവേഷൻ മാത്രം എഴുതിയാൽ മതി.
ഞാൻ ഇപ്പോൾ ചെയ്ത പോലെ IXXന്റെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, IYY ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അതിൻ്റെ റേഷ്യോ എടുക്കുക, 4 വരണം, ആണെങ്കിൽ അത് ചൂസ് ചെയ്യുക. ഇതാണ് നമ്മുടെ കണ്ടീഷൻ. ഓക്കെ, അപ്പം നമുക്ക് ഐയുടെ മാത്രം ചെയ്താൽ മതി. റെക്റ്റാങ്കിൾ ഞാൻ ചെയ്ത് കാണിച്ചു തന്നേ ഉള്ളൂ. എന്തുകൊണ്ട് റെക്റ്റാങ്കിൾ യൂസ് ചെയ്യുന്നില്ല എന്ന് കാണിച്ചു തന്നേ ഉള്ളൂ. ഇതുപോലെ സർക്കിൾ എടുക്കാം. സർക്കിൾ എടുത്താൽ അതിൻ്റെ റേഷ്യോ 1 വരും. കാര്യം എന്താ, സർക്കിൾ ഇങ്ങനെ കട്ട് ചെയ്താലും ഒരേപോലെയല്ലേ ഇരിക്കുന്നത്. സർക്കിളിനെ എങ്ങനെ കട്ട് ചെയ്താലും അത് ഹാഫ് ഒരു ഹെമിസ്ഫിയർ ആവും, അല്ലാണ്ട് അതിന് വ്യത്യാസമൊന്നും ഇല്ലല്ലോ. സോ സർക്കിളിന് എടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ IXX/IYY 1 വരും. റെക്റ്റാങ്കിൾ എടുത്താൽ 1.56 വരും. സ്ക്വയർ എടുത്താലും 1 വരും. സ്ക്വയർ ഇങ്ങനെ കട്ട് ചെയ്താലും ഒരേപോലെ കിട്ടുന്നത്. സോ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത് I ആണ്. അപ്പോൾ ഐയുടെ പ്രൂഫ് നമ്മൾ എഴുതണം. I ആണെന്ന് ചുമ്മാ എഴുതി വെച്ചാൽ പോരാ. ഓക്കെ, അതിന്റെ പ്രൂഫ് ഞാൻ ഈ പറഞ്ഞ പോയിന്റുകളെല്ലാം തിയറി ആയിട്ട് എഴുതണം. കാരണം യൂണിവേഴ്സിറ്റിക്ക് ചോദിച്ചിട്ടുണ്ട് വൈ I സെക്ഷൻ ഇസ് യൂസ്ഡ്. തിയറി ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് 4 മാർക്കിന്. അപ്പോൾ ഒരു I സെക്ഷൻ ഇങ്ങനെ വരച്ച് നിങ്ങൾ പ്രൂവ് ചെയ്യണം. ദിസ് ഈസ് വൈ I സെക്ഷൻ ഇസ് യൂസ്ഡ്. ഞാൻ പറഞ്ഞ പോയിന്റ്സ് ഒക്കെ എഴുതണം. YY പ്ലെയിനിലാണ് ലോഡുകളെല്ലാം ആക്ട് ചെയ്യുന്നത്. എക്സ് പ്ലെയിനിൽ അത് ഫ്രീലി ഹിഞ്ചഡ് ആണ്. സോ മെറ്റീരിയൽ സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ I സെക്ഷൻ യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ അൺനെസസറി ആയിട്ട് എക്സ് ആക്സിന് സേഫ്റ്റിയുടെ ആവശ്യമില്ലാതെ കുറേ മെറ്റൽസ് വെറുതെ വേസ്റ്റ് ആവും, വെയിറ്റ് കൂടും, പവർ ലോസ് ഉണ്ടാവും. മാത്രമല്ല അത്രയും മെറ്റീരിയൽ നമ്മൾ കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് അതിനുള്ള എക്സ്പെൻസും എക്സ്ട്രാ ആണ്. ഓക്കെ, അങ്ങനെ ഒരുപാട് പോയിന്റ്സ് ഉണ്ട്. അത് നമുക്ക് തിയറിക്ക് ചോദിക്കുകയാണെങ്കിൽ അങ്ങനെ എഴുതാം. പ്രോബ്ലം ചെയ്യുമ്പോൾ അസംഷൻസ് മാത്രം എഴുതിയാൽ മതി. അപ്പോൾ നമുക്ക് ഇനി എന്ത് പ്രൂവ് ചെയ്യണം? ഞാനിപ്പം എഴുതാൻ പോകുന്ന പ്രൂഫ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. അത് എല്ലാ പ്രോബ്ലത്തിലും ഫസ്റ്റ് ആ പ്രൂഫ് എഴുതിയിട്ട് വേണം പ്രോബ്ലത്തിലേക്ക് പോകാൻ. ഓക്കെ, അപ്പോൾ IXX = 4IY ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഐക്കാണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് I സെക്ഷൻ ഞാൻ പറഞ്ഞു. അപ്പോൾ എന്ത് ചെയ്യണം? X ആക്സിസിലെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിക്കുക, Y ആക്സിസിലെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിക്കുക, അതിന്റെ റേഷ്യോ എടുക്കുക, 4 കിട്ടുമെന്ന് നോക്കുക. ഓക്കെ, അപ്പോൾ IXX. അപ്പോൾ ഐയുടെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഡേറ്റ ബുക്കിൽ ഇക്വേഷൻ ഉണ്ട്. പേജ് നമ്പർ 12. ഓക്കെ, 12 എടുത്തേ. പേജ് നമ്പർ 12 കണ്ടോ, ടൈപ്പ് സി ഉണ്ടോ? ടൈപ്പ് സി ടേബിൾ 1.3A ടൈപ്പ് സിയിൽ കിടപ്പുണ്ട്. കണ്ടോ, I ക്രോസ് സെക്ഷൻ. അതിന്റെ സൈഡ് വ്യൂ ആണ് കാണിച്ചിരിക്കുന്നത്. നമുക്ക് I ക്രോസ് സെക്ഷൻ രണ്ടിനും ഇത് തന്നെ എടുക്കാം. അത് സൈഡ് വ്യൂ അല്ല കാണിച്ചിരിക്കുന്നത്, അത് രണ്ട് ക്രോസ് സെക്ഷൻ ആണ്. രണ്ടിനും സെയിം ഇക്വേഷൻ ആണ്. അപ്പോൾ I ക്രോസ് സെക്ഷൻ ആണെങ്കിൽ IXX = എന്താണ് ഇവിടെ എഴുതിയിരിക്കുന്നത്? എന്താണ്? BH³ മൈനസ് BH³/12 എന്നാണ് നമ്മുടെ ഇക്വേഷൻ അല്ലേ? I ക്രോസ് സെക്ഷന്റെ IXXന്റെ ഇക്വേഷൻ ഇതാണ്. ഓക്കെ, ഒന്നെങ്കിൽ ഇങ്ങനെ എഴുതുക. സപ്പോസ് നിങ്ങൾക്ക് നാളെ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനാണ് ഇങ്ങനെ ചോദിച്ചതെങ്കിൽ നിങ്ങൾക്ക് വേറൊരു വഴി ഉപയോഗിക്കാം. ഈ ഒരു വലിയ റെക്റ്റാങ്കിളിനകത്തുനിന്ന് ഈ 2 ചെറിയ റെക്റ്റാങ്കിളിൽ മാറ്റിയാൽ അത് I ആവും. ഓക്കെ, അങ്ങനെ വേണമെങ്കിലും എഴുതാം. ഓക്കെ, അതായത് വലിയൊരു റെക്റ്റാങ്കിളാണ്, ഇതിങ്ങനെ ജോയിൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു വലിയ റെക്റ്റാങ്കിളാണ്. അതിൽ നിന്ന് ഈ 2 ചെറിയ റെക്റ്റാങ്കിൾ മാറ്റി അങ്ങനെ വേണമെങ്കിലും എഴുതാം. ഓക്കെ, നമുക്ക് ഇപ്പോൾ തൽക്കാലം യൂണിവേഴ്സിറ്റി എക്സാമിന് ഡേറ്റ ബുക്ക് യൂസ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഐയുടെ ഇക്വേഷൻ ഡേറ്റ ബുക്കിൽ നിന്ന് കിട്ടി. അപ്പോൾ B എന്ന് പറഞ്ഞാൽ എന്താണ്? ബേസ്. H എന്ന് പറഞ്ഞാൽ ഹൈറ്റും ആണ്. സൈഡ് എഴുതുക. ക്യാപിറ്റൽ B = എന്താണ്? ബേസ് 4T. H എന്ന് പറഞ്ഞാൽ എന്താണ്? 5T. ഇനി സ്മോൾ ബിയും സ്മോൾ എച്ചും ഡേറ്റ ബുക്ക് എടുത്ത് നോക്കി കണ്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് കിട്ടിയല്ലോ. സ്മോൾ ബിയും സ്മോൾ എച്ചും എന്താണെന്ന് നോക്കി. സ്മോൾ ബി എന്ന് പറഞ്ഞാൽ എന്താണ്? I സെക്ഷനെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ സ്മോൾ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് കിടക്കുന്ന സാധനമാണ്. കണ്ടോ, സ്മോൾ ബി എന്ന് പറഞ്ഞാൽ ഈ വെളിയിലത്തെ B/2, ഇത് വെളിയിലത്തെ B/2. അതായത് ഇതെന്താണ്? B/2. ഇതും എന്താണ്? B/2. ഓക്കെ, അപ്പോൾ ഇത് എത്രയെന്ന് കണ്ടുപിടിക്കുക. ഇത് ടോട്ടൽ എത്രയാണ്? 4T. അതിൽ നിന്ന് ഈ T പോയാൽ എത്ര? 3T അല്ലേ? 4T നിന്ന് ഒരു T പോയാൽ 3T. 3T/2 ആണ് ഇത്. 3T/2 ആണ് ഇത്. ഓക്കെ, അപ്പോൾ സ്മോൾ ബിയും കിട്ടിയല്ലോ. അപ്പോൾ ഇതിന്റെ വാല്യൂസ് സ്മോൾ B = സ്മോൾ ബി ഉണ്ട്, സ്മോൾ എച്ച് ഉണ്ട്. H കണ്ടുപിടിക്കാം. സ്മോൾ ബി എന്നാണ് അടിയിൽ എന്ത് വരുന്നത്? 4T. 4T നിന്ന് B/2 ആണ്. ഇത് B/2 ആണ്. അത് രണ്ടും കൂടെ ചേരുമ്പോൾ B. അപ്പോൾ 4T - T ആയ 3T ആണ് സ്മോൾ ബി. അതുപോലെ H എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൈറ്റ് പറഞ്ഞിട്ടുണ്ട്. ഈ ഹൈറ്റ്, അതായത് ഇത് മുതൽ ഇതുവരെയാണ് നമ്മുടെ സ്മോൾ H എന്ന് പറയുന്നത്. അപ്പോൾ ടോട്ടൽ ഹൈറ്റ് എത്ര? 5T. മുകളിൽ ഒരു T പോകും, താഴെ ഒരു T പോകും, ബാക്കി വരുന്നതാണ് H. അപ്പോൾ H എത്ര? 3T. മനസ്സിലായല്ലോ. അപ്പോൾ ഇതാണ് നമ്മുടെ IXXന്റെ ഇക്വേഷൻ. ഇതിനകത്ത് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇതിന്റെ വാല്യൂ കണ്ടുപിടിക്കുക. ക്യാപിറ്റൽ B എത്ര? 4T ഇൻറ്റു H³ H എന്ന് പറഞ്ഞാൽ എത്ര? 5T³ മൈനസ് B എന്ന് പറഞ്ഞാൽ എന്താണ്? 3T ഇൻറ്റു 3T³ /12 ചെയ്യുമ്പോൾ IXX കിട്ടും. എന്ന് പറഞ്ഞാൽ എന്താണ്? 4 ഇൻറ്റു 5³ 5³ എത്രയാണ്? 125 ഇൻറ്റു 125 T⁴ മൈനസ് 3³ എത്രയാണ്? 27 ഇൻറ്റു 3 27
3 into 27 t raised to 4 the whole divided by 12 is equal to 4 into 125 എത്ര 500 t raised to 4 minus 3 into 27 എത്ര 27 81 81 t raised to 4 divided by 12 അതായത് 500 minus 84 500 ന്ന് 80 പോയാൽ 420 421 പോയാൽ 419 t raised to 4 divided by 12 എന്നാണ് IXX ന്റെ ഇക്വേഷൻ. മനസ്സിലായോ? ഇനി ഇതുപോലെ എന്ത് കണ്ടുപിടിക്കുക IYY കണ്ടുപിടിക്കുക. അതായത് ഈ സാധനത്തെ തിരിച്ചിടുക, y ക്രോസ് സെക്ഷന് പാരലൽ ആയിട്ടല്ല എടുക്കുക, y ക്രോസ് സെക്ഷന് പാരലൽ എടുക്കുക. IYY is equal to IYY of rectangle larger rectangle മൈനസ് ഇതിൽ നിന്ന് എന്ത് കുറയ്ക്കണം, ഇതും കുറയ്ക്കണം ഇതും കുറയ്ക്കണം, മൈനസ് IYY ഓഫ് സ്മോൾ റെക്റ്റാങ്കിൾ ഇൻറ്റു 2. അത് രണ്ടെണ്ണം ഇല്ല, അപ്പുറം അപ്പുറം ഇല്ലേ, ഈ ചെറിയ റെക്റ്റാങ്കിളിന് ഈ ചെറിയ റെക്റ്റാങ്കിളിൻ്റെ ഐയുടെ വാല്യൂ കുറച്ചാൽ മതി. സോ ഇറ്റ്സ് ഈക്വൽ ടു വലിയ റെക്റ്റാങ്കിളിൻ്റെ ഐയുടെ വാല്യൂ എന്ന് പറയുമ്പം BH³ by 12 മൈനസ് 2 ഇൻറ്റു ചെറിയ റെക്റ്റാങ്കിളിൻ്റെതും സ്മോൾ BH³ by 12 അല്ലേ. ഇതിനകത്തുനിന്ന് ക്യാപിറ്റൽ ബി എല്ലാം സെയിം ഡയമെൻഷൻസ് ആണ്. ഈസ് ഈക്വൽ ടു 40 ഇൻറ്റു ഹെച്ചിൻ്റെ വാല്യൂ എത്ര 5t ദ ഹോൾ ക്യൂബ് ഡിവൈഡഡ് ബൈ 12 മൈനസ് 2 ഇൻറ്റു സ്മോൾ ബി എന്ന് പറഞ്ഞാൽ 3t ഇൻറ്റു 3t ദ ഹോൾ ക്യൂബ് ദ ഹോൾ ഡിവൈഡഡ് ബൈ 12 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ 40 ഇത് സോൾവ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, 40 ഇൻറ്റു 5t ദ ഹോൾ ക്യൂബ് എന്ന് പറഞ്ഞാൽ സെയിം തന്നെ, 40 ഇൻറ്റു 5t ദ ഹോൾ ക്യൂബ് എന്ന് പറഞ്ഞാൽ 500 എന്ന് വരും. 500 t raised to 4 by 12 മൈനസ് ഇവിടെ എന്താണ് 3 ക്യൂബ് എന്ന് പറഞ്ഞാൽ 27 ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ 81 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ 160 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ എത്ര വരും നോക്കട്ടെ, 3 ക്യൂബ് ഇൻറ്റു 3 ഇൻറ്റു 2 162 എന്ന് വരും. ഇത് ചെയ്യുമ്പോൾ എത്ര വരും 500 338. സോ IXXന്റെ വാല്യൂ കിട്ടി 419 t raised to 4 divided by 12. ഇനി നമുക്ക് IYYയുടെ വാല്യൂ കണ്ടുപിടിക്കാം. IYY എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടാനായിട്ട് IYY നമുക്ക് I സെക്ഷൻ എടുക്കാം. ഞാൻ I സെക്ഷൻ ഇവിടെ വരയ്ക്കുവാണ്. ഇതല്ലേ നമ്മുടെ I സെക്ഷൻ. ഈ I സെക്ഷനെ നമുക്ക് 3 ചെറിയ റെക്റ്റാങ്കിളുകളാക്കി മാറ്റാം അല്ലേ. ഒരുത്തൻ ഇവൻ വേറെ, അടുത്തവ ഇവൻ അല്ലേ. ഇതിൽ ഇവർ രണ്ടുപേരും സിമെട്രിയാണ്. ഒരുത്തനെ കണ്ടുപിടിച്ച് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, ഇവൻ മാത്രം വേറെ ഷേപ്പാണ്, സോ അവന് മാത്രം സെപ്പറേറ്റ് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ ഇവനെ നമുക്ക് എ എന്ന് വിളിക്കാം, ഇവനെ നമുക്ക് എ എന്ന് വിളിക്കാം, ഇവനെ നമുക്ക് ബി എന്ന് വിളിക്കാം. ഓക്കെ, ഈ ഫിഗർ വരയ്ക്കുക ഇങ്ങനെ. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ എഴുതേണ്ടി വരും. അതിനേക്കാളും നല്ലത് ഈ ഫിഗർ ഇങ്ങനെ ചെറിയ ഫിഗർ വെച്ചിട്ട് ഈ സെക്ഷൻ എ, ഈ സെക്ഷൻ എ, ഈ സെക്ഷൻ ബി എന്ന് മാർക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇസ് ഈക്വൽ ടു I of AA ഇൻറ്റു 2 പ്ലസ് I of BB. BB സെക്ഷൻ്റെ I കണ്ടുപിടിക്കുക, ഇതിൻ്റെ A കണ്ടുപിടിച്ചിട്ട് I കണ്ടുപിടിച്ചിട്ട് 2 കൊണ്ട് മൾട്ടിപ്ലൈ, ഇത്രേ ഉള്ളൂ. സോ ഇസ് ഈക്വൽ ടു ഈ ചെറിയ റെക്റ്റാങ്കിൾ ഇതിൻ്റെ IYY പ്ലെയിൻ, അതായത് YYയിലല്ലേ നമ്മൾ കണ്ടുപിടിക്കുന്നത്, YY പ്ലെയിൻ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ നോക്കിയേ YY എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്, ഇങ്ങനെയാണോ നോക്കാൻ. ഇതാണ് ബേസ്, അതായത് ഇത് 5t, ഇത് 4t. ഓക്കെ, അപ്പോൾ ഇവനാണ് ബേസ്. ബേസ് എന്ന് പറയുമ്പോൾ ഇത് t ആണ്, ഇത് t ആണ്, ഇത് 4t അല്ലേ. അപ്പോൾ I of AA ഇതിൻ്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ, അതായത് ഈ കുഞ്ഞു റെക്റ്റാങ്കിളിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്ന് പറഞ്ഞാൽ ബേസ് ഇത് അല്ലേ. ഇപ്പോൾ പ്ലെയിൻ ഇതല്ലേ, YY പ്ലെയിൻ, XX പ്ലെയിൻ ആയിരുന്നെങ്കിൽ ബേസ് ഇത്, YY പ്ലെയിൻ ആണെങ്കിൽ ബേസ് ഇത്. അപ്പോൾ ഇവിടുത്തെ ബേസ് ഏതാണ്, t. അപ്പോൾ AAയുടെ t, അതായത് ഇവിടുത്തെ ബേസ് t ഇൻറ്റു ഹൈറ്റ്. ഈ റെക്റ്റാങ്കിളിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ കണ്ടുപിടിക്കാൻ ഇതിന്റെ ബേസ് ഇൻറ്റു അതിന്റെ ഹൈറ്റ്, അതായത്
ബി എച്ച് ക്യൂബ് ബൈ 12 എന്നല്ലേ, ബി എച്ച് ക്യൂബ് ഡിവൈഡഡ് ബൈ 12 അല്ലേ, ഇൻറ്റു 2 പ്ലസ് ഇവിടെയും ബേസിക് ഇക്വേഷൻ ബി എച്ച് ക്യൂബ് ബൈ 12 എന്ന് തന്നെ. സോ ബി എച്ച് ക്യൂബ് ബൈ 12 ബേസ് എത്ര, ഇവിടുത്തെ ഇതിൻ്റെ ബേസ് ടി ഇൻറ്റു അതിൻ്റെ ഹൈറ്റ് 4t ദ ഹോൾ ക്യൂബ് ഡിവൈഡഡ് ബൈ 12 ഇൻറ്റു 3 ഇൻറ്റു 2 പ്ലസ് ബി എച്ച് ക്യൂബ് ബൈ 12. ഇനി മറ്റേ ഇവൻ്റെ ചെറിയ റെക്റ്റാങ്കിൾ, ചെറിയ ഇതിനകത്തിരിക്കുന്ന കണ്ടോ, ഈ ചെറിയ റെക്റ്റാങ്കിളിൻ്റെ ഇവിടെ നോക്കിയാണ്, ഇതല്ലേ ബേസ്. അപ്പോൾ ബേസ് എന്ന് പറഞ്ഞാൽ ഇത് ബേസ് എത്ര, 5t മൈനസ് ടി മൈനസ് ടി, അതായത് 3t. അപ്പോൾ ബേസ് 3t, ഹൈറ്റ് സ്മോൾ ടി. അപ്പോൾ ബേസ് 3t ഇൻറ്റു ഹൈറ്റ് എത്ര, സ്മോൾ ടി ക്യൂബ് ഡിവൈഡഡ് ബൈ 12. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ i കിട്ടും. ഇതിൻ്റെ ആൻസർ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ 4 ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താണ്, 64 ഇൻറ്റു ടി, അതായത് ഇസ് ഈക്വൽ ടു 64 ഇൻറ്റു 2 അല്ലേ, അതായത് 4 ക്യൂബ് 64 ഇൻറ്റു 1 ഇൻറ്റു 2, അതായത് 64 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ 128 വരും. സോ 128 t⁴/12 പ്ലസ് ഇതെത്ര, 3 തന്നെ അല്ലേ, 3t⁴, 3t⁴ ഡിവൈഡഡ് ബൈ 12 ഇസ് ഈക്വൽ ടു 131 t⁴ ഡിവൈഡഡ് ബൈ 12 എന്ന് വരും. അതായത് 131 t⁴ i/y. Therefore ixx divided by iy is equal to 419 t⁴ divided by 12 divided by 131 t⁴ divided by 12 എന്ന് വരും. ഓക്കെ, 12 ക്യാൻസൽ ആയി പോവും, t⁴ 419 divided by 131, 419 divided by 131 എടുത്തു കഴിഞ്ഞാൽ 3.19, അതായത് 3.2 എന്ന് വരും, is equal to 3.2 എന്ന് വരും. അതായത് for an I section ixx divided by iy is equal to 3.2 which is most suitable for the desired condition. ഇങ്ങനെ എഴുതണം. അതായത് ഈ ഫിഗർ നീറ്റ് ആയിട്ട് വരയ്ക്കണം, എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ട് വരയ്ക്കാമോ അത്രത്തോളം പെർഫെക്റ്റ് ആയിട്ട് വരയ്ക്കണം. പ്രോബ്ലം ചെയ്യുമ്പോൾ ഞാൻ ഈ ഫിഗർ വരച്ച് നീറ്റായിട്ട് വരച്ച് തരാം. അപ്പോൾ നിങ്ങൾ പ്രോബ്ലം ചെയ്യുമ്പോൾ അത് നോക്കി അതിൻ്റെ ഡെറിവേഷൻ ഒന്നും എഴുതുക. എല്ലാ പ്രോബ്ലത്തിലും ഞാൻ ഡെറിവേഷൻ ചെയ്തിട്ട് മുമ്പോട്ട് പോകുള്ളൂ. കാരണം ഞാൻ എല്ലാ പ്രോബ്ലത്തിലും അത് എഴുതിയില്ലെങ്കിൽ നിങ്ങളും അത് എഴുതത്തില്ല. ഓക്കെ, നിങ്ങൾ എഴുതി പഠിക്കുമ്പോഴും ഓരോ പ്രോബ്ലം ചെയ്യുമ്പോഴും ആ ഡെറിവേഷൻ എഴുതിയതിന് ശേഷം മാത്രം മുമ്പോട്ട് പോകും. അല്ലാണ്ട് ചുമ്മാ പ്രോബ്ലം കിട്ടി ixx is equal to is 4 times iy therefore assume I section എന്ന് പറഞ്ഞ് നേരെ പ്രോബ്ലത്തിലോട്ട് പോകരുത്. കാരണം യൂണിവേഴ്സിറ്റി സ്പെസിഫൈ ചെയ്യുന്ന മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അനുസരിച്ച് ഈ ഡെറിവേഷൻ, അതായത് ഇത്രയും ഡെറിവേഷൻ എഴുതിയാൽ നിങ്ങൾക്ക് 3 മാർക്ക് കിട്ടും. ഇത്രയും എഴുതുന്നതിന് 3 മാർക്കുണ്ട്. സോ ഈ സ്റ്റെപ്പ് എല്ലാ പ്രോബ്ലത്തിലും ഇത് സെയിം ആണ്. ഇനി നിങ്ങൾ കണക്റ്റിംഗ് റോഡിൻ്റെ ഏത് പ്രോബ്ലം എടുത്താലും ഇത്രയും കാര്യം സെയിം ആണ്. ഇതുപോലെ എഴുതിയാൽ മതി. ഇത് നീറ്റായിട്ടൊരു വലിയ ഫിഗർ വരയ്ക്കുക, ഇത് നീറ്റായിട്ട് ഇതുപോലെ എഴുതുക, സെയിം ആണ്. ഓക്കെ, അപ്പം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ എല്ലാ പ്രോബ്ലത്തിലും ഡെറിവേഷൻ എഴുതണം. ഞാൻ ഇനി ചെയ്യുന്ന എല്ലാ പ്രോബ്ലത്തിലും ഈ ഡെറിവേഷൻ എഴുതിയിട്ടേ ഞാൻ മുമ്പോട്ട് പോകുള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങളും ഓരോ പ്രോബ്ലത്തിൽ അത് റിമൈൻഡ് ചെയ്യില്ല. ഓക്കെ, എനിക്കിപ്പോൾ ഈ ഒരട്ടം പറഞ്ഞ് അടുത്തോട്ട് അത് ചെയ്യേണ്ട, എനിക്ക് പ്രോബ്ലത്തിലോട്ട് ഡയറക്റ്റ് പോയാൽ മതി. പക്ഷേ ഞാനത് ചെയ്തില്ല, കാരണം അത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ixx is nearly 4 times iy, therefore എഴുതുക, therefore suitable cross section for connecting rod is I section. അതുകൊണ്ട് നമ്മൾ we choose I section as the cross section of connecting rod. ഈ സ്റ്റെപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനിയാണ് നമ്മൾ ഡിസൈനിലോട്ട് പോകാൻ പോകുന്നേ ഉള്ളൂ. നമ്മളിപ്പോൾ ഇതുവരെ ചെയ്ത് എന്താ, കണക്റ്റിംഗ് റോഡ് എന്താണെന്ന് കണ്ടു, ഇവനാണ് കണക്റ്റിംഗ് റോഡ്, ഇവൻ്റെ ഒക്കെ പാർട്സ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി, സ്മോൾ ആൻഡ് എന്തൊക്കെ ഡിസൈൻ ചെയ്യണമെന്ന് മനസ്സിലാക്കി. എന്തൊക്കെ ഡിസൈൻ ചെയ്യണം, കണക്റ്റിംഗ് റോഡ് ഡിസൈൻ ചെയ്യണം, അതിൻ്റെ ക്രോസ് സെക്ഷൻ ഐയുടെ വാല്യൂസ് മുഴുവൻ കണ്ടുപിടിക്കുക. ഓക്കെ, ഇപ്പം എന്ത് കിട്ടി, ഇപ്പം നിങ്ങൾക്ക് ixx iy തമ്മിലുള്ള റേഷ്യോ 4 വന്നു. അതുകൊണ്ട് I സെക്ഷൻ സ്യൂട്ടബിൾ ആണെന്ന് മനസ്സിലായി. ഇനി എന്ത് ചെയ്യണം, ഇനി സ്മോൾ ടിയുടെ വാല്യൂ കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിച്ചാൽ നമുക്ക് ഈ ഐയുടെ മുഴുവൻ ക്രോസ് സെക്ഷൻ കിട്ടും. ഐയുടെ ഹൈറ്റ് ബേസ് എത്ര, 4t, ഹൈറ്റ് എത്ര, 5t. അപ്പോൾ 4t 5t t ഇത് ഈ വിട്ട് ഇതെല്ലാം പല ആയിട്ട് കിടക്കുവാണ്. അപ്പോൾ നമ്മൾക്കിത് ഓരോന്നും കണ്ടുപിടിക്കണം. അതിന് കണ്ടുപിടിക്കണമെങ്കിൽ ടിയുടെ വാല്യൂ വേണം. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അതിലോട്ട് നമ്മളിനി പോകുന്നേ ഉള്ളൂ. സോ ഈ വീഡിയോയുടെ ലെങ്ത് കുറച്ച് കൂടിപ്പോകും. എൻ്റെ റീസൺ ഇതാണ്. ഈ വീഡിയോ ഇടാൻ ഞാനിപ്പോൾ ഒരു 4 ദിവസം എടുത്തിട്ടുണ്ട്. എന്തുകൊണ്ട് ഇത്രയും താമസിച്ചു എന്നുള്ളതിൻ്റെ റീസൺ ഇതാണ്. ഇത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് സ്ഥലത്ത് പോയിട്ടാണ് എനിക്കിത് കിട്ടിയത്. എനിക്ക് ഈസി ആയിട്ട് കിട്ടുന്ന ഇതാണ്. കാരണം ചെറിയ ലെയ്ത്തുകളിലും വർക്ക്ഷോപ്പിലും മോട്ടോർ സൈക്കിൾ വർക്ക്ഷോപ്പിലൊക്കെ പോയാൽ തന്നെ ഇത് കിട്ടും. ഈ സാധനം വർക്ക്ഷോപ്പിൽ പോയി കിട്ടാൻ പാടാണ്. കാരണം ഇത് ലെയ്ത്തിലാണ് ഇതിന് വർക്ക് ചെയ്യുന്നത്. ഇപ്പം നിങ്ങളൊരു 2 വീലർ വർക്ക്ഷോപ്പിൽ പോയാൽ ഇത് കിട്ടണമെന്ന് നിർബന്ധമില്ല. കാരണം അവരിത് ലെയ്ത്തിൽ കൊണ്ടുപോയാണ് വർക്ക് ചെയ്യിപ്പിക്കുന്നത്. എല്ലാ 2 വീലർ വർക്ക്ഷോപ്പിലോ മോട്ടോർ സൈക്കിളോ കാർ വർക്ക്ഷോപ്പിലോ ഒന്നും കണക്റ്റിംഗ് റോഡും പിസ്റ്റണും കിട്ടാൻ പാടാണ്. കാരണം അവരിത് ലെയ്ത്തിൽ കൊടുത്താണ് ചെയ്യിപ്പിക്കുന്നത്. സോ എനിക്കിത് നിയറസ്റ്റ് ലെയ്ത്ത് ഇനി കൊല്ലത്തേ ഉള്ളൂ, അല്ലെങ്കിൽ അങ്ങനെ ട്രിവാൻഡ്രം സിറ്റി പോകണം. സോ ഞാനിത് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് എനിക്കിത് കിട്ടിയത്. 2 ദിവസമായിട്ട് അവന്മാർ പെട്രോളിൽ കിടക്കുവാണ്. ഇത് മുഴുവൻ പെട്രോളിൽ മുക്കി വെച്ചേക്കുമായിരുന്നു 2 ദിവസം. കാര്യം അത്രയും ഗ്രീസും അഴുക്കും ഓയിലും റസ്റ്റും ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ വീഡിയോയുടെ ഇത്രയും താമസിച്ചത്. അത് നിങ്ങൾ മനസ്സിലാക്കണം.
അത് മനസ്സിലാക്കേണ്ട കാര്യം, ഇത്രയും കഷ്ടപ്പെട്ട് ഇത് പറയുമ്പോൾ നിങ്ങൾ അതിനെ നെഗ്ലക്റ്റ് ചെയ്യരുത്. ഈ IXX IYY ഡെറിവേഷൻ ഓരോ പ്രോബ്ലം ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ എഴുതി പഠിക്കണം. ഓരോ പ്രോബ്ലത്തിന് മുമ്പും ഇത് എഴുതണം. അല്ലാണ്ട് ഇതെനിക്ക് അറിയാം അതുകൊണ്ട് പ്രോബ്ലം മാത്രം ചെയ്യാം എന്ന് വിചാരിക്കരുത്. ഓരോ തവണ ഒരു പ്രോബ്ലം പ്രാക്ടീസ് ചെയ്യുമ്പോഴും ഈ പ്രൊസീജിയർ എഴുതുക. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങളുടെ മനസ്സിലേക്ക് ഇത് കയറും. എക്സാമിന് അത്രയും സ്പീഡ് നിങ്ങൾക്ക് കിട്ടും. ഇതിൻ്റെയൊക്കെ വാല്യൂ നിങ്ങളുടെ മനസ്സിൽ വരും. കാണാതെ വെച്ച് കഴിഞ്ഞാൽ അവിടെ കയറുമ്പോൾ അത് 131 ആണോ 128 ആണോ 137 ആണോ ഡൗട്ട് വരും. ഇഫ് യു ആർ പെർഫെക്റ്റ് യു ഡോണ്ട് ഹാവ് എനി ഡൗട്ട്. ഓക്കെ, ഒരു ഡൗട്ടും വരത്തില്ല. സോ ഓരോ പ്രോബ്ലം ചെയ്യുമ്പോഴും ഡെറിവേഷൻ എഴുതി പഠിക്കും. ഇത്രയും ലെങ്ത് വരാനുള്ള കാരണം, ഒന്ന് റെക്റ്റാങ്കിൾ എടുത്താൽ എന്ത് സംഭവിക്കുമെന്ന് ഞാൻ കാണിച്ചു, സർക്കിൾ എടുത്താൽ എന്ത് സംഭവം എന്ന് പറഞ്ഞു, സ്ക്വയർ എടുത്താൽ എന്ത്, ഇതൊന്നും ടെക്സ്റ്റിൽ പോലും പറഞ്ഞിട്ടില്ല. ഓക്കെ, ഈ ക്രോസ് എന്തുകൊണ്ട് നമുക്ക് സ്ക്വയർ എടുത്ത് ചെയ്താൽ പോലും എന്തിനാ ഈ കോംപ്ലക്സ് ഐ ഒക്കെ എടുക്കുന്നത്? അപ്പം അതിന് റീസൺ ഉണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് സ്ക്വയറിൻ്റെത്, റെക്റ്റാങ്കിളത്, സർക്കിൾ ഒക്കെ ഞാൻ പറഞ്ഞു. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഈ വീഡിയോയുടെ ലെങ്ത് ഇത്തിരി കൂടി പോകും. നിയർലി 1 മണിക്കൂർ അവറായി. അപ്പോൾ ലെങ്ത് ഇത്തിരി കൂടുന്നതിൻ്റെ റീസൺ ഇതാണ്. ഓക്കെ, സോ യു ഹാവ് ടു അഡ്ജസ്റ്റ് ഫോർ ദാറ്റ്. അപ്പോൾ ഇനി നമുക്ക് പ്രൊസീജിയറിലോട്ട് പോകാം. നമുക്ക് മനസ്സിലായി ഇനി നമുക്ക് ഇനി എങ്ങനെ ഫസ്റ്റ് സ്റ്റെപ്പ് ഡിസൈൻ ഓഫ് കണക്റ്റിംഗ് റോഡ്. അപ്പോൾ കണക്റ്റിംഗ് റോഡ് ക്രോസ് സെക്ഷൻ്റെ ഡയമെൻഷൻ മുഴുവൻ കണ്ടുപിടിക്കുക. കണക്റ്റിംഗ് റോഡ് ക്രോസ് സെക്ഷൻ എന്താണ്? ഐയുടെ ഡയമെൻഷൻ കണ്ടുപിടിക്കുക, ഐയുടെ ഹൈറ്റ് കണ്ടുപിടിക്കുക, ഐയുടെ വിഡ്ത്ത് കണ്ടുപിടിക്കുക, ഈ സാധനം കണ്ടുപിടിക്കുക, റേഡിയസ് ഓഫ് ഗൈറേഷൻ കണ്ടുപിടിക്കുക. ഇതൊക്കെ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് വേണം? ടിയുടെ വാല്യൂ വേണം. ടിയുടെ വാല്യൂ കണ്ടുപിടിച്ചാൽ മാത്രം മതി. അതിനൊരു സ്റ്റെപ്പ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത് കഴിഞ്ഞ് ഇനി എന്ത് ചെയ്യണം? ഇനി ഒരു കാര്യം കൂടെ ചെക്ക് ചെയ്യണം. സിമ്പിളാണത്. റേഡിയസ് ഓഫ് ഗൈറേഷൻ ഹെഡിങ് എഴുതുക. നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന സാധനത്തിൻ്റെ റേഡിയസ് ഓഫ് ഗൈറേഷൻ ഇതേ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. എഴുതുക ഹെഡിങ് റേഡിയസ് ഓഫ് ഗൈറേഷൻ. റേഡിയസ് ഓഫ് ഗൈറേഷൻ നൊട്ടേഷൻ എന്താണ്? കെ. അപ്പോൾ KXX is equal to KXX square is equal to I/A എന്നാണ് ഇക്വേഷൻ. IXX by ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ഏരിയയുടെ ഇക്വേഷൻ. ഇതിൻ്റെ ഏരിയ എന്തുവാണ്? റെക്റ്റാങ്കിൾ ആണെങ്കിൽ എന്തുവാണ്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, അതായത് 5 × 40. ഇവിടെ I ആണ്. അപ്പോൾ എന്ത് ചെയ്യണം? ഇതിൻ്റെ ഏരിയയും കുറയ്ക്കുക. അപ്പോൾ എഴുതുക ഏരിയയുടെ ഇക്വേഷൻ. ഏരിയ ഈസ് ഈക്വൽ ടു, ഇതൊക്കെ ഡിറൈവ് ചെയ്ത് തന്നെ എഴുതുക. ഏരിയ ഈസ് ഈക്വൽ ടു എന്താണ്? ടോട്ടൽ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ 5t × 40. അതിൽ നിന്ന് എന്ത് കുറയ്ക്കണം? ഈ രണ്ട് ചെറിയ റെക്റ്റാങ്കിളുകൾ എടുത്ത് കളയണം. അപ്പോൾ ഈ ഏരിയ കിട്ടും. അപ്പോൾ മൈനസ് ചെറിയ റെക്റ്റാങ്കിൾ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതെന്താണ്? 3/2t അല്ലേ? ഇതെന്താണ്? 3t. അപ്പോൾ 3/2t × 3t × 2. രണ്ടുപേരില്ലേ? ഇവിടെ ഇല്ലേ? അപ്പോൾ ഇത് 40 ആണ്. അതിൽ നിന്ന് ഒരു t പോയാൽ ബാക്കിയുള്ളത് മൊത്തം 3t. അപ്പോൾ ഇത് 3/2t, ഇത് 3/2t. ഓക്കെ, അപ്പോൾ 3/2t ഇനി ഈ 2 × ക്യാൻസൽ ആയി പോകും. അപ്പോൾ എന്ത് കിട്ടും? 5 × 4 എന്ന് പറഞ്ഞാൽ എന്താണ്? 20t² മൈനസ് 3 × 3 എന്ന് പറഞ്ഞാൽ 9t² ഇസ് ഈക്വൽ ടു 9/11t² എന്ന് കിട്ടും. അപ്പോൾ ഏരിയ 11t². ടിയുടെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ ഇട്ട് കൊടുത്താൽ ഏരിയ കിട്ടി. ഏരിയ ഓഫ് ക്രോസ് സെക്ഷനും കിട്ടി. ഓക്കെ, അപ്പോൾ ഏരിയയുടെ വാല്യൂ എത്ര? ഇവിടെ 11t² ഇട്ട് കൊടുക്കുക. IXX ആൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിന് IXX എത്ര? 419t⁴ ഡിവൈഡഡ് ബൈ 11t². ഇതാണ് KXX². ഇതാണ് KYY² എടുത്തു കഴിഞ്ഞാൽ IYY ഡിവൈഡഡ് ബൈ ഏരിയയാണ്. IYY എത്ര? IYYയുടെ വാല്യൂ 131t⁴ എന്നാണ്. ഡിവൈഡഡ് ബൈ ഏരിയ മാറുന്നില്ല, 11t². Therefore KXX ഡിവൈഡഡ് ബൈ KYY ഇസ് ഈക്വൽ ടു ഇതിൻ്റെ സ്ക്വയർ റൂട്ട് ഡിവൈഡ് ബൈ ഇതിൻ്റെ സ്ക്വയർ റൂട്ട് ഞാൻ ഇടുന്നില്ല. അപ്പോൾ സ്ക്വയർ റൂട്ട് ഇടാം. ഈ സ്ക്വയർ ഇടാം, ഇവിടെ ഇടാം. സ്ക്വയർ ഇസ് ഈക്വൽ ടു 419t⁴ ഡിവൈഡഡ് ബൈ 11t² ഡിവൈഡഡ് ബൈ 131t⁴ ഡിവൈഡഡ് ബൈ 11t². 11t² ക്യാൻസൽ ആയി പോകും. t⁴ ക്യാൻസൽ ആയി പോകും. ഇതിൻ്റെ ആൻസർ ഒപ്പം എന്ത് തന്നെ വരും? 3.2 എന്ന് തന്നെ വരും. Therefore അപ്പോൾ ഈ കാര്യം എഴുതുക. ഓക്കെ, അപ്പോൾ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. സോ I സെക്ഷൻ ഈസ് ദ ബെസ്റ്റ് ഫോർ കണക്റ്റിംഗ് റോഡ്. അത്രയും മനസ്സിലായല്ലോ. ഇനി എന്ത് ചെയ്യണം? ഇനി നമുക്ക് ഹെഡിങ് എഴുതാം. ഇതിനൊക്കെ മുമ്പ് ഫസ്റ്റ് പ്രോബ്ലം തുടങ്ങുമ്പോൾ എന്താണ്? അസംഷൻ. ഞാനിപ്പോൾ ഇത് I സെക്ഷൻ എന്തുകൊണ്ട് എടുത്തെന്ന് മനസ്സിലായി. പ്രോബ്ലം എഴുതി തുടങ്ങാൻ പോവാണ്. ഓക്കെ, നമുക്ക് പ്രോബ്ലം എഴുതാൻ പോകുന്നേ ഉള്ളൂ. ഓക്കെ, നമുക്ക് പ്രോബ്ലം ചെയ്യാം. സ്റ്റെപ്പ് 1 എന്ന് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. അസംഷൻസ്. എന്തൊക്കെ അസംഷൻസ് ഉണ്ട്? ഓക്കെ, അപ്പോൾ ഫസ്റ്റ് അസംഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഇക്വേഷനൊക്കെ ഒരു കോളത്തിൻ്റെ ഇക്വേഷനാണ്. കോളം ബീമും കോളം എന്നൊക്കെ കേട്ടിട്ടില്ലേ? നിങ്ങളൊക്കെ വീട്ടിൽ ബീമും കോളം ഒന്നും കാണാൻ പറ്റത്തില്ല. പക്ഷേ നിങ്ങൾ കോളേജിൽ പോയി കഴിഞ്ഞാൽ മുകളിൽ ബീമും കോളമൊക്കെ പോയേക്കുന്ന കാണാം. ഒരു ഓഡിറ്റോറിയത്തിൽ പോയി കഴിഞ്ഞാൽ ബീമും കോളമൊക്കെ പോയേക്കുന്ന കാണാം. ഒരു ഹോസ്പിറ്റലിൽ പോയാൽ ബീമും കോളമൊക്കെ പോകുന്ന കാണാം. എന്തിനാണ് ബീമും കോളവും? ലോഡ് വിത്ത്സ്റ്റാൻഡ് ചെയ്യുന്നത്. നമ്മളൊക്കെ വീടിൻ്റെ ലോഡ് എവിടെയാണ് വിത്ത്സ്റ്റാൻഡ് ചെയ്യുന്നത്? ആരാണ് നമ്മുടെ വീടിൻ്റെ ലോഡ് താങ്ങുന്നത്? വാൾസ് ആണ്. നമ്മുടെ ചുമരുകളാണ് മുകളിലുള്ള ലോഡ്. നിങ്ങൾ എൻ്റെ മുകളിലത്തെ നില നിൽക്കുവാണ്. നിങ്ങൾ മുകളിലത്തെ നിലയിൽ ഒരു 10 പേര് നിന്നു എന്ന് വെച്ചു.
ഒരാൾക്ക് 100 കിലോ ഉണ്ടെങ്കിൽ 1000 കിലോ 1 ടൺ ഭാരം താഴോട്ട് ആക്റ്റീവാണ്. ആരാണ് അതിനെ താങ്ങുന്നത്? ചുമരുകളാണ്. നിങ്ങളുടെ വീടിൻ്റെ വോൾസ് ആണ് മുകളിലുള്ളൊന്നും താഴോട്ട് വരുന്ന ലോഡിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യുന്നത്. വീടുകൾക്ക് അത് മതി. പക്ഷേ ഒരു കോളേജ് എടുത്തു കഴിഞ്ഞാൽ എത്ര കുട്ടികളുണ്ടാവും? 1000 സ്റ്റുഡൻസ് ഒക്കെ ഉണ്ടാവും ഒരു കോളേജിൽ. ചിലപ്പോൾ 2000-3000 സ്റ്റുഡൻസ് ഉള്ള കോളേജുകളുണ്ട്. അപ്പോൾ അവിടെ ഈ ലോഡ് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ വാളിന് ശക്തി പോരാ. അപ്പോഴുള്ള അവിടെ യൂസ് ചെയ്യുന്നത് തന്നെയാണ് ബീം അല്ലെങ്കിൽ കോളം ഒക്കെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ചുവരുകളിൽ കൂടി ഇങ്ങനെ നീളത്തിൽ പോകുന്നതാണ് ബീമും കോളം ഒക്കെ. ഓക്കെ, അപ്പോൾ ഈ കോളവും ബീമും ലോഡ് വിത്ത്സ്റ്റാൻഡ് ചെയ്തോളും. അതുപോലെ അപ്പോൾ നമ്മൾ ഈ ഇക്വേഷൻസ് ഒക്കെ യൂസ് ചെയ്യണമെങ്കിൽ ഇറ്റ് ഷുഡ് ബി എ ബീം ഓർ കോളം. അപ്പോൾ therefore the first assumption number 1 എന്താണ്? Connecting rod is assumed to work as a beam. അല്ലെ ബീം അല്ല, കോളം. അല്ലെ ബീം എന്നോ കോളം എന്നോ ഇഷ്ടമുള്ളതായിരിക്കും. കോളം ഓർ സ്ട്രക്ചർ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ കണക്റ്റിംഗ് റോഡ് ഒരു ബീമോ അല്ലെങ്കിൽ കോളമോ ഒരു സ്ട്രക്ചറോ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് അസംഷൻ. എഴുതുക പ്രോബ്ലം തുടങ്ങുമ്പോൾ. സെക്കൻഡ് അസംഷൻ ഏതെന്ന് പറഞ്ഞാൽ കണക്റ്റിംഗ് റോഡ് ഈസ് ഫ്രീലി ഹിഞ്ച്ഡ് ഇൻ XX axis. Okay. Third assumption, connecting rod is fixed on both ends in YY axis. ഇത്ര assumptions. Okay, നാലാമത്തത് the load acting on YY axis is 4 times than that on XX axis. XX axis ആക്ട് ചെയ്യുന്നതിൻ്റെ 4 ഇരട്ടി ലോഡ് YY axis. അത് വിത്ത്സ്റ്റാൻഡ് ചെയ്യാനാണ് ഈ കണ്ടീഷനൊക്കെ എടുക്കുന്നത്. സോ ഇതാണ് നമ്മുടെ പ്രോബ്ലത്തിൻ്റെ അസംഷൻസ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ അസ്യൂം ചെയ്തുകൊണ്ടാണ് നമ്മളൊരു പ്രോബ്ലം ചെയ്യുന്നത്. എന്താണ് നമ്മുടെ കണക്റ്റിംഗ് റോഡ് ഒരു കോളമായിട്ട് അല്ലെങ്കിൽ ഒരു സ്ട്രക്ചർ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അതിന് 2 പ്ലെയിൻ ഉണ്ടാവും, XX-ഉം YY-യും. അതിന് XX ആക്സിസിൽ ഇത് ഫ്രീലി ഹിഞ്ച്ഡ് ആയിരിക്കും. കാര്യം ആ പ്ലെയിനിൽ ലോഡൊന്നും വരുന്നില്ല അല്ലേ. ഞാൻ നേരത്തെ പറഞ്ഞു ഇതാണ് നമ്മുടെ കണക്റ്റിംഗ് റോഡ് എങ്കിൽ അതിന് ഹൈ സെക്ഷൻ എടുക്കാനായിട്ട് നമ്മൾക്ക് ഇങ്ങനെ വേണം പിടിക്കേണ്ടത്. ഓക്കെ, ഇങ്ങനെ വേണം പിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഈ പ്ലെയിൻ ആണ് ഏത്? YY. അവിടെയാണ് ലോഡ് മുഴുവൻ ആക്ട് ചെയ്യുന്നത്. ഈ പ്ലെയിൻ ആണ് ഇങ്ങനെ കട്ട് ചെയ്യുന്നതാണ് XX പ്ലെയിൻ. അവിടെ ലോഡൊന്നും ആക്ട് ചെയ്യുന്നില്ല. ഓക്കെ, സോ XX-ൽ എന്താണ്? ഇറ്റ്സ് ഫ്രീലി ഹിഞ്ച്ഡ്. YY ഇറ്റ്സ് ഫിക്സ്ഡ് ഓൺ ബോത്ത് എൻഡ്സ്. ഓക്കെ, സോ ദ ലോഡ് ആക്ടിങ് ഓൺ YY ആക്സിസ് ഇസ് 4 times than that on XX ആക്സിസ്. ഇത്രയാണ് നമ്മുടെ അസംഷൻ. അപ്പോൾ ഈ അസംഷനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ക്രോസ് സെക്ഷൻ വേണം എടുക്കാൻ. അതിനാണ് നമ്മൾ I എടുക്കുന്നത്. ഇനി 2 Step 2, മെറ്റീരിയൽ സെലക്ഷൻ. ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും, തന്നിട്ടില്ല എങ്കിൽ നിങ്ങൾ സ്വയം എടുക്കാൻ പറ്റും. അതിന് നമുക്ക് ടേബിൾസ് ഉണ്ട്, ടേബിളിൽ പോയി നമുക്ക് വാല്യൂസ് എടുക്കാം. ഓക്കെ, മെറ്റീരിയൽ സെലക്ഷൻ ആരൊക്കെയാണ്? ഒരു മിനിറ്റ്. മെറ്റീരിയൽ സെലക്ഷൻ ആരൊക്കെയാണ്? ഫസ്റ്റ് കണക്റ്റിംഗ് റോഡ്. നമുക്ക് അവൻ്റെ മെറ്റീരിയൽ തന്നെ ആദ്യം എടുക്കാം. കണക്റ്റിംഗ് റോഡിന്റെ മെറ്റീരിയൽ ഏതാണ്? ക്വസ്റ്റ്യനിൽ ഒന്നെങ്കിൽ പറഞ്ഞിട്ടുണ്ടാവും. സപ്പോസ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ലെങ്കിൽ ഡേറ്റ ബുക്ക് എടുക്കുക. ടേബിൾ 19.1 എടുക്കുക. പേജ് നമ്പർ 400 സംതിങ് ആണ്. പേജ് നമ്പർ 419 എടുക്കുക. പേജ് നമ്പർ 419 നമുക്ക് കുറേ മെറ്റീരിയൽസ് തന്നിട്ടുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം എടുക്കുക. അതിൻ്റെ അൾട്ടിമേറ്റ് എടുക്കേണ്ട ഈൽഡ് വാല്യൂ എടുക്കുക. ഈൽഡ് വാല്യൂവിനെ ഫാക്ടർ ഓഫ് സേഫ്റ്റി കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ ഡിസൈൻ സ്ട്രെസ് ഫോർ കണക്റ്റിംഗ് റോഡ് കിട്ടും. ഓക്കെ, അപ്പോൾ കണക്റ്റിംഗ് റോഡിൻ്റെ ഡിസൈൻ സ്ട്രെസ് മെറ്റീരിയൽ തന്നിട്ടുണ്ടെങ്കിൽ ചുമ്മാ അത് എഴുതുക, ഇല്ലെങ്കിൽ പ്രോപ്പർട്ടീസ് പേര് എഴുതുക, എലമെന്റിന്റെ പേര് എഴുതുക, ഫാക്ടർ ഓഫ് സേഫ്റ്റി കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എത്ര ഫാക്ടർ ഓഫ് സേഫ്റ്റി എടുക്കണം? ഞാൻ പറഞ്ഞിട്ടുണ്ട് സ്റ്റീലിന് നോർമലി നമുക്ക് 3 or 4 ഫാക്ടർ ഓഫ് സേഫ്റ്റി എടുത്താൽ മതി. പക്ഷേ കണക്റ്റിംഗ് റോഡാണ് ഒരു IC എഞ്ചിനിലെ ഏറ്റവും സ്ട്രെസ് ആക്ട് ചെയ്യുന്ന ബോഡി. 2 ബക്ലിംഗ് ലോഡ് സംഭവിക്കാൻ സാധ്യതയുള്ള ലോഡാണ് കണക്റ്റിംഗ് റോഡ്. ഓക്കെ, ബക്ലിംഗ് ലോഡ് മനസ്സിലാവാത്തവർക്ക് ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞു. എങ്ങനെയാണ് ബക്ലിംഗ് സംഭവിക്കുന്നത്? ഇപ്പം ഞാൻ ഇവിടെ 2 ഫിക്സ് ചെയ്തേക്കുവാണ്.
ഓക്കെ, എന്നിട്ട് ഞാൻ ഇവിടെ ലോഡ് കൊടുത്തു. ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? ബെൻഡിങ് മൊമെന്റ്. ഇങ്ങനെ ഒരു ലോഡ് ഞാൻ അപ്ലൈ ചെയ്തു. ഇവിടെ ലോഡ് ഞാനൊരു എഫ് എന്ന് പറഞ്ഞ ലോഡ് അപ്ലൈ ചെയ്തു. ഇവിടെ രണ്ടിടത്ത് ഫിക്സ് ചെയ്തേക്കാണ്. ഇപ്പൊ ഇവിടെ എന്ത് ചെയ്യും? ഈ ലോഡ് കാരണം ഇത് ഇങ്ങനെ ബെൻഡ് ആവും. അപ്പൊ ഇവിടെ നടക്കുന്നത് ബെൻഡിങ് മൊമെന്റ് ആണ്. ബക്ലിംഗ് സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ബോഡി. ഓക്കെ, ഇതിന് ഞാൻ ഇങ്ങനെ ലോഡ് കൊടുത്തു. അതായത് ഇവന്റെ ലോഡ് ഇങ്ങനെ അപ്ലൈ ചെയ്തു, എഫ്. ഓക്കെ, ഇങ്ങനെ ലോഡ് അപ്ലൈ ചെയ്തു. ഇങ്ങനെ ലോഡ് അപ്ലൈ ചെയ്ത് എന്ത് പറ്റും? ഇവന്റെ ഇങ്ങനെ വളയും. മനസ്സിലായ? ഇങ്ങനെ അല്ല, വേണമെങ്കിൽ ഇങ്ങനെ തന്നെ വളയാം, താഴോട്ട് തന്നെ വളയാം. കണ്ടോ? അപ്പൊ ഇതിന് ഇങ്ങനെ വളഞ്ഞു. അപ്പൊ ഇതിന് റീസൺ ആയ ലോഡ് ഇങ്ങനെയാണ് കൊടുത്തേക്കുന്നത്. സോ ഇത് സംഭവിക്കുന്നതിനാണ് ബക്ലിംഗ് എന്നും ഇത് സംഭവിക്കുന്നതിനാണ് ബെൻഡിങ് എന്നും വിളിക്കുന്നത്. ബെൻഡിങ്ങും ബക്ലിംഗും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായല്ലോ? ഓക്കെ, ഈ ഫിഗറൊക്കെ ഉറപ്പായിട്ടും തിയറി ചോദിക്കുകയാണെങ്കിൽ വരയ്ക്കുക. ഓക്കെ, എങ്ങനെയാണ് ബക്ലിംഗ് സംഭവിക്കുന്നത്? ഇങ്ങനെ വളയുന്നതിനെയാണ് ബക്ലിംഗ് എന്ന് വിളിക്കുന്നത്. ഇവിടെ സംഭവിക്കുന്നത് വളയുന്നതന്നല്ലോ, പക്ഷെ ഇവിടെ ലോഡിന്റെ ഡയറക്ഷൻ വേറെയാണ്. സോ ഇവിടെ ഇത് ബെൻഡിങ്, ഇത് ബക്ലിംഗ്. ബെൻഡിങ്ങും ബക്ലിംഗും തമ്മിലുള്ള ഡിഫറൻസ് ഇതാണ്. ഓക്കെ, അതൊക്കെ വിട്. നമുക്ക് ബക്ലിംഗ് സംഭവിക്കാൻ സാധ്യതയുള്ള എലമെന്റ് ആണ് ഏത്? കണക്റ്റിംഗ് റോഡ്. സോ കണക്റ്റിംഗ് റോഡിന് ചെറിയ ഫാക്ടർ സേഫ്റ്റി കൊടുക്കരുത്, കുറച്ച് ഹയർ ഫാക്ടർ സേഫ്റ്റി കൊടുക്കുക. മിനിമം 5 അല്ലെങ്കിൽ 6 കൊടുക്കുക. ഓക്കെ, അപ്പോൾ മെറ്റീരിയൽ തന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഫാക്ടർ സേഫ്റ്റി ക്വസ്റ്റിന് പറയുകയാണെങ്കിൽ അത് തന്നെ ഇട്ട് കൊടുത്താൽ മതി. ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ മിനിമം 4 പോകും. നമ്മൾ നോർമലി 3 or 4 ആണ് എടുക്കുന്നത്. ഇവിടെ 5 or 6 എടുക്കുക. ഓക്കെ, അതായത് കാസ്റ്റ് അയൺ എടുക്കുന്ന, ബ്രിട്ടിൽ മെറ്റീരിയൽ എടുക്കുന്ന ലെവലിൽ ഫാക്ടർ സേഫ്റ്റി എടുക്കുക. കാരണം ഇത് കണ്ടിന്യൂസ് വർക്ക് ചെയ്യുന്ന സാധനമാണ്, ഫറ്റീഗ് ലോഡ് ആക്ട് ചെയ്യുന്ന ഒരു ബോഡിയാണ്, ബക്ലിംഗ് സംഭവിക്കാൻ സാധ്യതയുള്ള ബോഡിയാണ്. പിന്നെ ഒരു കാര്യം പറയാം, നിങ്ങളൊക്കെ മോട്ടോർ സൈക്കിളൊക്കെ ഉപയോഗിക്കുന്നവരല്ലേ? നോർമലി നിങ്ങളൊരു നോർമൽ സ്പീഡിൽ പോവാണ്, ഒരു 60 km/h സ്പീഡിൽ പോവാണ്. അപ്പോൾ നിങ്ങളുടെ RPM നോക്കുക, ടാക്കോമീറ്റർ നോക്കുക, എത്രയായിരിക്കും ഒരു RPM? ഒരു 5000-6000 RPM ഉണ്ടാവും. ഒരു 6000 RPM-ലാണ് നിങ്ങൾ പോകുന്നതെന്ന് പറഞ്ഞു. 6000 RPM എന്ന് പറഞ്ഞാൽ എന്തോ മീനിങ്? 1 മിനിറ്റിൽ 6000 തവണ റൊട്ടേറ്റ് ചെയ്യുന്നു. 1 മിനിറ്റിൽ 6000 തവണ റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ 1 സെക്കൻഡിൽ എത്ര റൊട്ടേഷൻ ഉണ്ടായിരിക്കും? 6000 ഡിവൈഡഡ് ബൈ 60. 6 ക്യാൻസൽ ചെയ്യുമ്പോൾ 0 ക്യാൻസൽ ചെയ്യുമ്പോൾ 100. അതായത് ഒരു സെക്കൻഡിൽ 100 തവണയാണ് ക്രാങ്ക് റൊട്ടേറ്റ് ചെയ്യുന്നത്. ഒരു സെക്കൻഡിൽ, ഈ ഒരു സെക്കൻഡിൽ 100 തവണ നമ്മുടെ ക്രാങ്ക് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. 100 തവണ ക്രാങ്ക് റൊട്ടേറ്റ് ചെയ്യുന്നു. അപ്പൊ ഒരു സെക്കൻഡിൽ 100 തവണയാണ് കണക്റ്റിനോട് ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നത്. ഒരു സെക്കൻഡിൽ 100 തവണ കണക്റ്റിനോട് ഇങ്ങനെ ആണോ? മനസ്സിലായോ? അപ്പൊ അതിൽ ആക്ട് ചെയ്യുന്ന സ്ട്രെസ്. ഇത് ഞാൻ പറഞ്ഞ പതുക്കെ പോവാണ്. നിങ്ങൾ നല്ല ചെറിയ ഗിയറിൽ നല്ല പവർ കൊടുത്ത് വണ്ടി ഓടിക്കുകയാണെങ്കിൽ RPM ഒരു 8000, 9000, 10,000 ഒക്കെ പോകും. അപ്പൊ ഇതിന്റെ നേരെ ഇരട്ടിയൊക്കെ പോകും. മനസ്സിലായോ? ഒരു മോട്ടോർ സൈക്കിളിന്റെ കാര്യമാണ് പറഞ്ഞത്. ചെറിയൊരു മോട്ടോർ സൈക്കിൾ വർക്ക് ചെയ്യുന്ന പോലെ ഇങ്ങനെയാണ്. അപ്പോൾ കണക്റ്റിംഗ് റോഡിന് എന്തുമാത്രം എഫർട്ട് എടുക്കണമെന്നൊന്ന് ആലോചിച്ച് നോക്കി. അതിന് പുറമെയാണ് ഈ നിങ്ങൾ കറക്റ്റായിട്ടല്ല വണ്ടി ഓടിക്കുന്നതെങ്കിൽ, പോട്ടെ കറക്റ്റായിട്ടല്ല നിങ്ങൾ എങ്ങനെ ഓടിച്ചാലും വിത്ത് റെസ്പെക്ട് ടു ടൈം നമ്മൾ കൊടുക്കുന്ന ലോഡ് മാറിക്കൊണ്ടിരിക്കും അല്ലേ? വിത്ത് റെസ്പെക്ട് ടു ടൈം ലോഡ് മാറുന്നു എന്ന് പറയുമ്പോൾ അത് ഫറ്റീഗ് ലോഡിംഗ് ആണ്. അപ്പോൾ ഫറ്റീഗ് ലോഡ് വിത്ത്സ്റ്റാൻഡ് ചെയ്യണം, ബക്ലിംഗ് വിത്ത്സ്റ്റാൻഡ് ചെയ്യണം, ഈ ഹൈ പ്രഷർ വിത്ത്സ്റ്റാൻഡ് ചെയ്യണം. സോ ഇതൊക്കെ വിത്ത്സ്റ്റാൻഡ് ചെയ്യണമെങ്കിൽ നല്ല സ്ട്രെങ്ത് വേണം. അതുകൊണ്ട് നമ്മൾ റിസ്ക് എടുക്കാതിരിക്കാനാണ് ഒരു ഹയർ ഫാക്ടർ സേഫ്റ്റി കൊടുക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ ഒരു ഹയർ ഫാക്ടർ സേഫ്റ്റി കൊടുത്ത് കണക്റ്റിംഗ് റോഡ് മെറ്റീരിയൽ എടുത്ത്, ഇനി ആരുടെ മെറ്റീരിയൽ എടുക്കണം? ഇനി ഇവിടെ ഇവനാരാ? ബിഗ് എൻഡ് ക്യാപ്പ്. അപ്പൊ കണക്റ്റിംഗ് റോഡിന് 2 പാർട്ട് ഉണ്ട്. എന്താണ്? ഇത് കണക്റ്റിംഗ് റോഡ്, അതിന്റെ മുകളിലൊരു തൊപ്പിയിടും, അതാണ് ബിഗ് എൻഡ് ക്യാപ്പ്. അപ്പൊ ബിഗ് എൻഡ് ക്യാപ്പിന്റെ മെറ്റീരിയൽ എഴുതുക. ഇനി എന്തുകൊണ്ട്? ബിഗ് എൻഡ് ക്യാപ്പിന്റെ മെറ്റീരിയൽ എഴുതിയിട്ട് ഇനി ഒരു മെറ്റീരിയൽ എഴുതണം. ഇനി ഏതാ മെറ്റീരിയൽ? ബോൾട്ട്. ഇവിടെ ഒരു ബോൾട്ട് ഇടൂലേ? ബോൾട്ട്. ബിഗ് എൻഡ് ക്യാപ്പിനും ബോൾട്ടിനും ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ സെയിം മെറ്റീരിയൽ എടുത്താൽ. അപ്പോൾ ഒരു മെറ്റീരിയൽ ചൂസ് ചെയ്താൽ പോരെ? ബിഗ് എൻഡ് ക്യാപ്പിനും ബോൾട്ടിനും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സ്റ്റീൽ ചൂസ് ചെയ്യാം കേട്ടോ. അത് ക്വസ്റ്റിന് തന്നിട്ടില്ല എങ്കിൽ മാത്രം രണ്ടിനും സെയിം ആയിട്ട് എടുക്കുക. അപ്പോൾ ഒരെണ്ണം കണ്ടുപിടിച്ചാൽ മതി. ഇനി ഒരു കാര്യം, അപ്പോൾ ഇതാണ് നമ്മുടെ കണക്റ്റിംഗ് റോഡ്. ഇതിന്റെ ഏതൊക്കെ പാർട്സ്, ഇതിന്റെ മുഴുവൻ പാർട്സിന്റെയും പ്രോപ്പർട്ടി നമ്മൾ എഴുതി കഴിഞ്ഞു. ആരാ? കണക്റ്റിംഗ് റോഡ്, മുകളിൽ വെക്കുന്ന ക്യാപ്പ്, അതിലിടുന്ന ഈ 2 ബോൾട്ട്, ഇത്രയും പേരുടെ പ്രോപ്പർട്ടി ഞാൻ എടുത്തു കഴിഞ്ഞു. അപ്പോൾ ഇനി എന്തോ എടുക്കേണ്ടതെന്നുള്ളതാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. സോ ഈ 2 ബോൾട്ടിൻ്റെയും പ്രോപ്പർട്ടി നമ്മൾ ചൂസ് ചെയ്തു അല്ലേ? ഇനി ആരാ? ഇനി ഈ ക്യാപ്പിൻ്റെ പ്രോപ്പർട്ടിയും നമ്മൾ ചൂസ് ചെയ്തു. ഇത് വരത്തൂല്ല, എന്നാ ഊരണ്ട, കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ ഈ താഴെ ഇരിക്കുന്ന നമ്മുടെ കണക്റ്റിംഗ് റോഡിൻ്റെ മെറ്റീരിയൽ ചൂസ് ചെയ്തു, മുകളിലിരിക്കുന്ന കണക്റ്റിംഗ് റോഡിൻ്റെ ക്യാപ്പിൻ്റെ പ്രോപ്പർട്ടി ചൂസ് ചെയ്തു, ഈ 2 ബോൾട്ടുകളുടെ പ്രോപ്പർട്ടി ചൂസ് ചെയ്തു. മനസ്സിലായല്ലോ? ഇനി 2 പേരുണ്ട്. ആരാ? ഇവിടെ ഒരു പിന്നിടുമെന്ന് ഞാൻ പറഞ്ഞില്ലേ? ആ പിന്നിൻ്റെ പേരെന്തുവാ? ഗഡ്ജിയൻ പിൻ. ഇവിടെ ഒരു പിന്നിടുമെന്ന് പറഞ്ഞില്ലേ? അവൻ്റെ പേരെന്താ? ക്രാങ്ക് പിൻ. അതായത് പിസ്റ്റണിൽ കയറുന്ന ഇവൻ്റെ പേര് പിസ്റ്റൺ പിൻ, ക്രാങ്കിൽ കയറുന്ന ഇവൻ്റെ പേര് ക്രാങ്ക് പിൻ. അപ്പോൾ അവരുടെ 2 പേരെയും പ്രോപ്പർട്ടി എഴുതുക. അവരുടെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ
അവരുടെ പ്രോപ്പർട്ടി ബെയറിംഗ് പ്രഷർ ഓഫ് പിസ്റ്റൺ പിൻ ബെയറിംഗ് പ്രഷർ ഓഫ് ക്രാങ്ക് പിൻ. ഓക്കെ, അപ്പോൾ ബിയറിംഗ് പ്രഷർ ഓഫ് പിസ്റ്റൺ പിന്നും എഴുതി, ബിയറിംഗ് പ്രഷർ ഓഫ് ക്രാങ്ക് പിന്നും എഴുതി. ഇത്ര രണ്ടും എഴുതിയില്ലേ? അപ്പോൾ ഇത്ര എഴുതി കഴിഞ്ഞ് ഇനി എന്ത് ചെയ്യുക? നമുക്ക് ഇത്രയും പ്രോപ്പർട്ടീസ് ചെയ്ത് ഇത് രണ്ടും തന്നിട്ടില്ലെങ്കിൽ നമുക്ക് എടുക്കാൻ ടേബിൾ, ബിയറിംഗ് പ്രഷർ എടുക്കാൻ ടേബിൾ ഒന്നുമില്ല. അപ്പോൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് അസ്യൂം ചെയ്യാം. ഓക്കെ, ഇനി ബെയറിംഗ് പ്രഷറിന്റെ കാര്യം പറയുമ്പോൾ നോക്കി, ദേ ഇവനാണ് പിസ്റ്റൺ പിൻ, ഞാനിപ്പോൾ എഴുതിയ പിസ്റ്റൺ പിൻ മോളിൽ ഇരിക്കുന്നവനാണ്. ഇവനാണ് ക്രാങ്ക് പിൻ, അറിയാലോ. അപ്പോൾ നിങ്ങൾക്ക് ഫിഗർ കാണുമ്പോൾ തന്നെ അറിയാം ഇവിടെയാണ് കമ്പഷൻ നടക്കുന്നത് അല്ലേ. ഫ്യൂവലിനെ ബേൺ ചെയ്ത് കെമിക്കൽ എനർജീനെ മെക്കാനിക്കൽ എനർജി ആക്കാൻ പോകുന്നത് ഇവിടെയാണ്. അപ്പോൾ കെമിക്കൽ എനർജി, ഈ എക്സ്പ്ലോഷൻ നടന്നിട്ട് ഉണ്ടാകുന്ന എനർജി ഫസ്റ്റ് കിട്ടുന്ന ഇവനാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ലോഡ്, പിന്നെ ലോസ് ഒക്കെ കഴിഞ്ഞാൽ താഴോട്ട് പോകത്തുള്ളൂ അല്ലേ. അപ്പോൾ ഏറ്റവും കൂടുതൽ ലോഡ് വരുന്ന ഇവനാണ്. അതുകൊണ്ട് തന്നെ പിസ്റ്റൺ പിന്നിന് ബെയറിംഗ് പ്രഷർ കൂടുതൽ എടുക്കണം, ആരെക്കാട്ടിലും? ക്രാങ്ക് പിന്നിനെക്കാട്ടിലും. കാണുമ്പോൾ തോന്നി ഇവനാണ് വലുതെന്ന് അല്ലേ. ഇവൻ തന്നെയാണ് വലുത്. പക്ഷേ പിസ്റ്റൺ പിന്നിനാണ് കൂടുതൽ സ്ട്രെസ് ഫസ്റ്റ് വരുന്നത്. പിന്നെ കുറേ ലോസ് ഒക്കെ കഴിഞ്ഞാൽ ഇവിടെ എത്തുള്ളൂ. സോ അതുകൊണ്ട് പിസ്റ്റൺ പിന്നിന് കൂടുതൽ ബെയറിംഗ് പ്രഷർ കൊടുക്കുക, ക്രാങ്ക് പിന്നിന് കുറച്ച്, ഈ പിസ്റ്റൺ പിന്നിനേക്കാളും കുറച്ച് ബെയറിംഗ് പ്രഷർ കൊടുക്കുക. അത് നിങ്ങൾക്ക് എടുക്കാം ഒരു 20 to 15 ഒക്കെ വേണം എടുക്കാൻ. അതായത് ഇപ്പോൾ ഇവനൊരു 20 കൊടുക്കുകയാണെങ്കിൽ ഇവനൊരു 15 കൊടുക്കുക, ഇവനൊരു 15 കൊടുക്കുകയാണെങ്കിൽ ഇവനൊരു 10 കൊടുക്കുക. മനസ്സിലായോ? നിങ്ങളുടെ അസംഷനാണ്, ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ലെങ്കിൽ മാത്രം. ഓക്കെ, ഇനി അങ്ങോട്ട് നമുക്ക് ഓരോ എലമെന്റിനും ഉണ്ട്. ഇനി സ്റ്റെപ്പ് 2 കഴിഞ്ഞ് നമുക്ക് സ്റ്റെപ്പ് 3ലേക്ക് പോവാം. സ്റ്റെപ്പ് 3 സെലക്ഷൻ ഓഫ് കണക്റ്റിംഗ് റോഡ് ക്രോസ് സെക്ഷൻ. ഇവിടെയാണ് ഞാൻ പറഞ്ഞ ക്രോസ് സെക്ഷൻ ഐ. എന്തുകൊണ്ട് ഐ എടുത്തു? അതിൻ്റെ പ്രൂഫ് IXX IYY കണ്ടുപിടിക്കുക, അതിൻ്റെ റേഷ്യോ എടുക്കുക, KXX KYY കണ്ടുപിടിക്കുക, അതിൻ്റെ റേഷ്യോ എടുക്കുക, 4-നടുത്ത് വരണം. ആ പ്രൂഫ് ഈ സ്റ്റെപ്പിൽ എഴുതുക. മനസ്സിലായോ? ഈ പ്രൊസീജിയറിന് ഈ ഒരു ഒറ്റ സ്റ്റെപ്പിന് 3 മാർക്ക് കിട്ടും. 3 മാർക്ക്. ഈ എല്ലാ പ്രോബ്ലത്തിനും സെയിമും ആയിരിക്കും. മനസ്സിലായോ? ഒറ്റ തവണ പഠിച്ചാൽ ഏത് പ്രോബ്ലത്തിനും എഴുതുകയും ചെയ്യാം. 3 മാർക്ക് കൺഫേം ആണ്. മനസ്സിലായോ? ഓക്കെ, അത് മാർക്കിനനുസരിച്ചാണ്. 15 മാർക്ക് 16 മാർക്കിനാണെങ്കിൽ 3 മാർക്ക് കിട്ടും. ഓക്കെ, നിങ്ങൾക്ക് അങ്ങനെ KTU അങ്ങനെ ചോദിക്കാൻ ചാൻസ് ഉള്ളൂ. സോ സ്റ്റെപ്പ് 3 ഞാൻ എഴുതുന്നില്ല. അടുത്ത സ്റ്റെപ്പ് 4 ക്രോസ് സെക്ഷൻ, അല്ലെങ്കിൽ സ്റ്റെപ്പ് 4 എഴുതണ്ട. ഇതിനകത്ത് കണ്ടുപിടിച്ചതിന് ശേഷം അതിൻ്റെ ക്രോസ് സെക്ഷൻ കണ്ടുപിടിക്കാം. അത് ഞാൻ പ്രോബ്ലം ചെയ്യുമ്പോൾ പറഞ്ഞു. ടിയുടെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കണം? അതൊക്കെ ഡേറ്റ ബുക്കിൽ ഇക്വേഷൻ ഉണ്ട്. ഓക്കെ, ആ ഇക്വേഷൻ ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം. ഡേറ്റ ബുക്ക് എടുക്കുക, പേജ് നമ്പർ 416 എടുക്കുക. അല്ലെങ്കിൽ വേണ്ട, ഇവിടെ ഞാൻ സ്റ്റെപ്പ് 4 തന്നെ എഴുതാം. സ്റ്റെപ്പ് 4 ക്രോസ് സെക്ഷൻ ഓഫ് ഇനി അങ്ങോട്ട് ഫുൾ നമുക്ക് ഡിസൈൻ മാത്രമേ ഉള്ളൂ. ക്രോസ് സെക്ഷൻ ഓഫ് കണക്റ്റിംഗ് റോഡ് ക്രോസ് സെക്ഷൻ കണ്ടുപിടിക്കുക. അതായത് ഈ ഹൈറ്റ് കണ്ടുപിടിക്കുക, ഈ വിഡ്ത്ത് കണ്ടുപിടിക്കുക, ഈ സ്മോൾ ടിയുടെ വാല്യൂ കണ്ടുപിടിക്കുക, ഏരിയ കണ്ടുപിടിക്കുക, മൊമെന്റ് ഓഫ് ഇനർഷ്യ കണ്ടുപിടിക്കുക, മൊമെന്റ് ഓഫ് ഇനർഷ്യ റേഡിയസ് ഓഫ് ഗൈറേഷൻ കണ്ടുപിടിക്കുക. അങ്ങനെ ഒരുപാട് കാര്യം കണ്ടുപിടിക്കുക. അതെല്ലാം കണ്ടുപിടിച്ച് എഴുതണം. ഓക്കെ, സ്റ്റെപ്പ് 4. അടുത്ത സ്റ്റെപ്പ് 5 നമുക്ക് ക്രോസ് സെക്ഷൻ ഡിസൈൻ ഓഫ് കണക്റ്റിംഗ് റോഡിന്റെ ഡിസൈൻ തീർന്നു. ഇനി ഇതിനകത്ത് വരുന്ന ഓരോ സാധനങ്ങൾ കണക്റ്റിംഗ് റോഡ് ഡിസൈൻ ഓഫ് സ്മോൾ എൻഡ് ചെയ്യുക. എങ്ങനെയാണ് സ്മോൾ എൻഡ് ചെയ്യുക? നമുക്ക് ബിയറിംഗ് പ്രഷർ അസ്യൂം ചെയ്തിട്ടില്ലേ തുടക്കത്തില്, അല്ലെങ്കിൽ ക്വസ്റ്റിന് തന്നിട്ടുണ്ടാവും. പ്രഷർ ഇസ് ഈക്വൽ ടു എന്താണ്? ഫോഴ്സ് ബൈ ഏരിയ. ഫോഴ്സ് നമ്മൾ മോളിൽ കണ്ടുപിടിക്കും, ഈ സ്റ്റെപ്പിൽ കണ്ടുപിടിക്കും. പ്രഷർ ഇസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ. ഏരിയക്ക് എന്ത് കൊടുക്കണം? π/4 d² കൊടുക്കുക. അവിടെ നമുക്ക് എന്ത് കിട്ടും? D കിട്ടും. മനസ്സിലായോ? പ്രൊജക്റ്റഡ് ഏരിയയാണ്, അതിൽ ഇൻറ്റു ലെങ്തും വരും. πdl എന്നാണ് വരുന്നത്. ആക്ച്വലി π/4 d² അല്ല വരുന്നത്. കാര്യം എന്താണ്? പ്രൊജക്റ്റഡ് ഏരിയയാണ്. അതും പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും. എന്നിട്ട് ആ L-യും D-യും തമ്മിലുള്ള റേഷ്യോ അസ്യൂം ചെയ്യുക. ക്വസ്റ്റൻ തന്നിട്ടുണ്ടെങ്കിൽ അത് ഉപയോഗിക്കുക, തന്നിട്ടില്ലെങ്കിൽ അസ്യൂം ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് L-യും കിട്ടും, D-യും കിട്ടും. ഇതേപോലെ തന്നെ സ്റ്റെപ്പ് 6 ഡിസൈൻ ഓഫ് ബിഗ് എൻഡ് ഡിസൈൻ ചെയ്യുക. ബിഗ് എൻഡിനെ എങ്ങനെ ഡിസൈൻ ചെയ്യുക? സെയിം പ്രൊസീജിയർ. അതിന്റെ ബിയറിംഗ് പ്രഷർ നമ്മൾ അസ്യൂം ചെയ്തിട്ടുണ്ട്. അവിടെയും പ്രഷർ ഇസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ എടുക്കുക. F സെയിം ആയിരിക്കും, പക്ഷേ ബിയറിംഗ് പ്രഷർ മാറും. ഏരിയയുടെ ഇക്വേഷൻ സെയിം ആയിരിക്കും, പക്ഷേ അതിന്റെ നൊട്ടേഷൻ മാറും. അപ്പോൾ അവിടെ നമുക്ക് ലെങ്തും കിട്ടും, ലെങ്ത് ഓഫ് പിന്നും കിട്ടും, ഡയമീറ്ററും കിട്ടും. ഇവിടെ നിന്ന് ലെങ്തും കിട്ടും, ഡയമീറ്ററും കിട്ടും. ഇത് സ്മോൾ എൻഡ്, അതായത് പിസ്റ്റൺ പിൻ. സ്മോൾ എൻഡ് വരുന്ന ആരാണ്? പിസ്റ്റൺ പിൻ. അതുകൊണ്ട് ഇതിനെ LPDP എന്ന് എഴുതാം. ഇത് ക്രാങ്കിൽ വരുന്നതാണ്, ബിഗ് എൻഡിൽ, അതായത് ക്രാങ്ക് പിൻ, അതായത് LCDC എന്ന് എഴുതാം. അതാരാണ്? ഇതോ ഡിസൈൻ ഓഫ് സ്മോൾ എൻഡ്, അതായത് LPDP എന്ന് പറഞ്ഞാൽ ആരാണ്? ഇവന്റെ ഡയമീറ്റർ, അതായത് പിസ്റ്റൺ പിന്നിന്റെ ഡയമീറ്ററും ലെങ്തും. മനസ്സിലായോ? പിസ്റ്റൺ പിന്നിന്റെ ഡയമീറ്ററും ലെങ്തും കണ്ടുപിടിച്ചു. ഇനി ഇവിടെ വന്നു കഴിഞ്ഞാൽ ബിഗ് എൻഡിൽ വരുന്ന ക്രാങ്ക്
ക്രാങ്ക് പിന്നിന്റെ ഡയമീറ്ററും ലെങ്തും കണ്ടുപിടിച്ചു. കണ്ടോ, ഇത്രേ ഉള്ളൂ. അതായത് ഈ ക്രാങ്ക് പിന്നിന്റെ ബിയറിംഗ് പ്രഷർ എത്രയെന്ന് ക്വസ്റ്റിന് തന്നേക്കും, അല്ലെങ്കിൽ നമ്മൾ അസ്യൂം ചെയ്യും ആ പ്രഷർ ഇസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ. അപ്പോൾ ആ ഏരിയയുടെ ഇക്വേഷനകത്ത് നിന്ന് നമുക്ക് എല്ലും ഡിയും കിട്ടും, ലെങ്ത് ഓഫ് പിന്നും കിട്ടും, ഡയമീറ്റർ ഓഫ് പിന്നും കിട്ടും. ഇവിടെ നിന്നും ലെങ്ത് ഓഫ് പിന്നും കിട്ടും, ഡയമീറ്റർ ഓഫ് പിന്നും കിട്ടും. ഓക്കെ, ആയി. ഇനി എന്ത് കണ്ടുപിടിക്കുള്ളത്? സ്റ്റെപ്പ് 7. സ്റ്റെപ്പ് 7 എന്ന് പറഞ്ഞാൽ ഡിസൈൻ ഓഫ് ബിഗ് എൻഡും ഡിസൈൻ ഓഫ് സ്മോൾ എൻഡും എഴുതി കഴിഞ്ഞാൽ ഇനി നമുക്ക് ആരെ ക്യാപ്പ്, ഡിസൈൻ ഓഫ് ബിഗ് എൻഡ് ക്യാപ്പ്, അല്ലെങ്കിൽ ഡിസൈൻ ഓഫ് ബോൾട്ട് എഴുതാം. ഡിസൈൻ ഓഫ് ബിഗ് എൻഡ് ക്യാപ്പ് എടുക്കാം. ബിഗ് എൻഡ് ക്യാപ്പ്, ബിഗ് എൻഡ് ക്യാപ്പ് എന്ന് പറയുമ്പോൾ 7 ആണ് ബിഗ് എൻഡ് ക്യാപ്പ് എന്ന് അറിയാലോ. ഓക്കെ, ഇവനാണ് ബിഗ് എൻഡ് ക്യാപ്പ് എന്ന് അറിയാലോ. ഇവനെ ഇങ്ങനെ കയറ്റി വെക്കുമ്പോഴാണ് നമുക്ക് ആരെ കിട്ടുന്നത്? ഇങ്ങനെ ടൈറ്റ് ചെയ്ത് ബോൾട്ട് ഇട്ട് കഴിഞ്ഞാൽ യൂണിറ്റ് ആയി. അപ്പൊ ഇവനാണ് ആര്? ബിഗ് എൻഡ് ക്യാപ്പ്. ഓക്കെ, അപ്പൊ ബിഗ് എൻഡ് ക്യാപ്പ് ഇവനാണ്. ഇവന്റെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ ഈ വിഡ്ത്ത് സെയിം ആയിരിക്കും, പക്ഷേ നമുക്ക് ഈ ടോപ്പിൽ നിന്നുള്ള വ്യൂ കണ്ടുപിടിക്കണം. ഈ വിഡ്ത്ത് മനസ്സിലായ? ബിഗ് എൻഡ് ക്യാപ്പ് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ വിഡ്ത്ത് കണ്ടുപിടിക്കുക, ബോൾട്ടിനെ ഡിസൈൻ ചെയ്യുക. ബോൾട്ടിനെ ഡിസൈൻ ചെയ്യാൻ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ബിഗ് എൻഡ് ക്യാപ്പ് ഇവിടെ നിന്ന് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ബിഗ് എൻഡ് ക്യാപ്പ് എൻ്റെ വിട്ട് കണ്ടുപിടിക്കാൻ ഡേറ്റാബുക്കിൽ ഇക്വേഷൻ ഉണ്ട്. അപ്പോൾ അത് കണ്ടുപിടിക്കുക. അതിന് ഇക്വേഷൻസ് എല്ലാം ഞാൻ അപ്പോൾ പറഞ്ഞുതരാം. ഇപ്പോൾ വെറുതെ ഈ വീഡിയോയുടെ ലെങ്ത് ഞാൻ കൂട്ടുന്നില്ല, പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. അപ്പോൾ ഈ ബിഗ് എൻഡ് ക്യാപ്പിൻ്റെ ഈ വിട്ട് കണ്ടുപിടിക്കുക, അതാണ് അടുത്ത സ്റ്റെപ്പ്. അടുത്ത എന്തിനാണ്? ഡിസൈൻ ഓഫ് ബോൾട്ട് ഓൺ ബിഗ് എൻഡ് ക്യാപ്പ്. ബിഗ് എൻഡ് ക്യാപ്പിലുള്ള ഈ ബോൾട്ടിനെ ഡിസൈൻ ചെയ്യുക, അതിൽ നിന്ന് ബോൾട്ട് കണ്ടുപിടിക്കുക. ലാസ്റ്റ് വിപ്പിംഗ് സ്ട്രെസ് കണ്ടുപിടിക്കുക. ഓക്കെ, വിപ്പിംഗ് സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കണക്റ്റിംഗ് റോഡ്, ഇതാണല്ലോ കണക്റ്റിംഗ് റോഡ്. ഓക്കെ, ഈ കണക്റ്റിംഗ് റോഡ് ഇങ്ങനെ വർക്ക് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഇനേർഷ്യ കാരണം ഇങ്ങനെ ഏതൊരു ബോഡിക്ക് ഇനേർഷ്യ ഉണ്ടല്ലോ. അപ്പം നിങ്ങൾ കൈ ഇങ്ങനെ വീശിയാലും ഇടയ്ക്ക് നിങ്ങൾ ആ ലോഡ് വിസ്റ്റൻഡ് ചെയ്താലും അതങ്ങ് മുമ്പോട്ട് പോകും. കാരണം എന്താണ്? ഇനേർഷ്യ. ഓക്കെ, എവരി ബോഡി കണ്ടിന്യൂസ് ഇൻ ഇറ്റ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ യൂണിഫോം മോഷൻ അൺലെസ് ഇറ്റ് ഈസ് ആക്റ്റഡ് ബൈ ആൻ അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സ്. ആ കാരണമാണ് ഇനേർഷ്യ ഉണ്ടാകുന്നത്. ഓക്കെ, ന്യൂട്ടന്റെ ആ പ്രിൻസിപ്പിൾ പ്രകാരം വർക്ക് ചെയ്യുന്നതാണ് ഇനേർഷ്യ എന്ന് പറയുന്നത്. അതായത് ഏതൊരു വസ്തു മുമ്പോട്ട് പോകുകയാണെങ്കിൽ നമ്മൾ ആ ഫോഴ്സ് വിസ്റ്റൻഡ് ചെയ്താലും പിന്നെയും മുമ്പോട്ട് പോകാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. ആ ടെൻഡൻസിയാണ് ഇനേർഷ്യ. അപ്പോൾ ഇത് ഇങ്ങനെ മുമ്പോട്ട് പോകണം, പിന്നെ അങ്ങ് പോകില്ല, പിന്നെ ഇങ്ങനെ തിരിച്ചു വരും. പിന്നെ ഇങ്ങനെയാണ് നമ്മുടെ കണക്റ്റിംഗ് റോഡ് വർക്ക് ചെയ്യുന്നത്. മനസ്സിലായത്? ഇങ്ങനെ നമ്മളെ ക്ലോക്കിന്റെ പെൻഡുലം ഒരു പർട്ടിക്കുലർ രീതി വർക്ക് ചെയ്യുന്നതാണ് കണക്റ്റിംഗ് റോഡ് എന്ന് പറയുന്നത്. അത് ഇങ്ങനെ വർക്ക് ചെയ്യും. സോ ഇതിന് പല ഡയറക്ഷനിലോട്ട് പോകാനുള്ള ടെൻഡൻസി ഉണ്ട്. അത് കാരണം ഒരു ഇനേർഷ്യ ഉണ്ടാവും. ആ ഇനേർഷ്യ കാരണം ഉണ്ടാകുന്ന സ്ട്രെസ്സിനെയാണ് വിപ്പിംഗ് സ്ട്രെസ് എന്ന് വിളിക്കുന്നത്. അത് കണ്ടുപിടിക്കാൻ ഡേറ്റാബുക്കിൽ ഇക്വേഷൻ ഉണ്ട്, നമ്മൾ അതും കണ്ടുപിടിക്കും. ഓക്കെ, ഇത്രയും പറഞ്ഞു കഴിഞ്ഞാൽ കണക്റ്റിംഗ് റോഡിന്റെ ഡിസൈൻ തീർന്നു. അപ്പോൾ ഇത് ഞാൻ 2-3 ടെക്സ്റ്റ് നോക്കിയിട്ടാണ് ഈ പല കാര്യങ്ങളും അസ്യൂം ചെയ്തിരിക്കുന്നത്. സോ ആ കാര്യങ്ങൾ നിങ്ങൾ ഇതിനകത്ത് ഒരു കാര്യവും വിട്ടുപോകരുത്. അപ്പോൾ ഇത് ഇത്രയും ലെങ്ത് ഞാൻ എടുക്കാൻ കാരണം നിങ്ങൾക്ക് കൺസെപ്റ്റ് ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ്. അല്ലാണ്ട് ഈ പ്രോബ്ലം ചെയ്യാൻ ഒരു ലെങ്തും ഇല്ല. അത് അടുത്ത നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും. പ്രോബ്ലത്തിലേക്ക് എത്തുമ്പോഴത്തേക്ക് ഈ ലെങ്ത് ഒന്നും ഒരു പ്രശ്നമേ അല്ല. ഈ വീഡിയോയ്ക്ക് ഇത്രയും ലെങ്ത് വരാൻ കാര്യം നിങ്ങളുടെ കൺസെപ്ച്വൽ ക്ലാരിറ്റിക്ക് ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതുകൊണ്ടാണ്. കാരണം തിയറി ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നിങ്ങളുടെ മനസ്സിൽ നിന്ന് നിങ്ങൾക്ക് അത് എഴുതാൻ പറ്റണം. ഐഡിയാസ് അല്ല. ഞാൻ ഈ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും മനസ്സിരുത്തിയാണ് നിങ്ങൾ പഠിച്ചിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് തിയറി എഴുതാൻ പോലും ബുദ്ധിമുട്ടുണ്ടാവില്ല. ഓക്കെ, കുറച്ച് കാര്യങ്ങൾ മാത്രം ടെക്സ്റ്റ് ഒന്ന് റെഫർ ചെയ്താൽ മതി. ബാക്കി സിമ്പിളാണ്. എന്തെങ്കിലും മനസ്സിലാവാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്തിട്ട് മുമ്പോട്ട് പോവുക. ഒരു രീതിയിൽ സ്വന്തമായിട്ടൊന്നും അസ്യൂം ചെയ്ത് അതിലേക്ക് പോകരുത്. ഓക്കെ, എന്തെങ്കിലും മനസ്സിലാവാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് ചോദിച്ചിട്ട് മുമ്പോട്ട് പോകാം. ബേസിക്കലി ഇത്രയേ ഉള്ളൂ കണക്റ്റിംഗ് റോഡിൻ്റെ ഡിസൈൻ സിമ്പിളാണ്, പക്ഷേ അതിലേക്ക് എത്താൻ കുറച്ച് ദൂരം സഞ്ചരിക്കേണ്ടതുണ്ട്. എല്ലാ പ്രോബ്ലത്തിലും കോമൺ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ സ്റ്റെപ്പുകളൊക്കെ വളരെ സിമ്പിളാണ്. ഈ സ്റ്റെപ്പ് 5 സ്റ്റെപ്പ് 6 ഒക്കെ സിമ്പിളാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളായിട്ടൊന്നും അത് വെട്ടിക്കുറയ്ക്കാനൊന്നും നോക്കരുത്. നമുക്ക് പ്രോബ്ലം നല്ലോണം പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഈസിനെസ് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ നമുക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യാം. അപ്പോൾ വീഡിയോ നല്ലോണം കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം പ്രോബ്ലത്തിലേക്ക് പോവുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രോബ്ലത്തിലെ പല കാര്യങ്ങളും കാണാതെ പഠിക്കേണ്ടി വരും. ഈ വീഡിയോ നിങ്ങൾക്ക് ക്ലിയർ ആണെങ്കിൽ നിങ്ങൾക്കൊന്നും കാണാതെ പഠിക്കേണ്ടി വരത്തില്ല. ഓക്കെ, ഐ ക്യാൻ അഷ്യൂർ ദാറ്റ്. എല്ലാ ഡേറ്റാ ബുക്കിലുണ്ട്, അത് യൂസ് ചെയ്താൽ മാത്രം. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വിളിക്കുക. താങ്ക് യു.